Good morning, all. A warm welcome to all of you to this wonderful live webinar. In this session, we provide an opportunity to meet the university representatives, students, to see the college premises, and to clear what all queries you have. Without saying much, to deal with the session, I invite our chairman, Dr. Vinod Kumar TA, MPA DMS DD 2SC. He is a distinguished individual with an exceptional track record in various fields. He is the founder and chairman of Greenworld International, Greenworld Global, UK, IGCF, GIDS, and Media Greenworld, where he has made significant contributions to the business world. With over 20 years of experience in management and business, Dr. Vinod Kumar TA is deeply passionate about creating entrepreneurial opportunities and generating employment through his global projects. His dedication and expertise have resulted in the creation of over 500 entrepreneurs and 5,000 careers worldwide directly and indirectly. His influence extends across borders as he has established offices in Canada, UK, Uzbekistan, Dubai, and Australia. In addition to his entrepreneurial pursuits, he is recognized as a lifepreneur and an international career counselor. Prior to his successful entrepreneurial journey, Dr. Vinod Kumar TA has a distinguished career as an engineer in the Indian Army. Following his military service, he held a senior managerial position in a state bank group for over 10 years, showcasing his versatility and leadership abilities. He has received prestigious awards such as the International Peace Council Award from USA, Best Startup Biscuit Award, and the several Indian Achievers Award. It's glad that our chairman is joining with us live from Singapore. And with an awesome heart, I welcome you, sir, to the session. And it's over to you now. Thank you, Ashwati. Am I audible? Yes, sir, you're audible. തീർച്ചയായിട്ടും ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യന് വേണ്ടത് ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെ? അവസരങ്ങളാണ്. അവസരങ്ങൾ കിട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് വിനിയോഗിക്കുകയും ആ ഒരു അവസരത്തെ എന്താ പറയുക, നമ്മുടെ ഒരു ഡ്രീമുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ ഡ്രീം ഫുൾഫില്ല് ചെയ്യുമ്പോഴാണ് നമ്മളെല്ലാം ജീവിതത്തിൽ വിജയിക്കുന്നത്, അല്ലേ? അങ്ങനെ ഒരു വലിയ അവസരവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം ഇന്നിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഉള്ളത് ഗവൺമെന്റ് കോളേജിൽ ആണ്. ഗവൺമെന്റ് കോളേജിന്റെ ക്യാമ്പസിൽ തന്നെയാണ്. ഇതുപോലെ തന്നെ ഒട്ടനവധി ക്യാമ്പസുകളുണ്ട്. ഏകദേശം 4-5ഓളം ക്യാമ്പസുകൾ നമ്മളുടെ സിംഗപ്പൂർ തന്നെയുണ്ട്. അതിൽ വൺ ഓഫ് ദി ക്യാമ്പസിൽ നിന്നാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ക്യാമ്പസിൽ നിന്ന് ഞാൻ കാണിക്കുമ്പോൾ ഇപ്പം നമ്മുടെ 1-2 കുട്ടികൾ നമ്മുടെ കൂടെ പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഹായ് പറയണേ. ഇവിടെ നിന്ന് നമ്മുടെ കൂടെയുള്ള കുട്ടികളാണ്. ഇവരിവിടെ ഈ വർഷം പഠിക്കാൻ വന്നിട്ട് ഈ വർഷം ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണ്. ഒരു ഹായ് തന്നേക്കും. ഒരു ലൈവ് ആണ്. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ലെറ്റ് us ഡു എന്താ പറയാ, നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേൾഡ് വൈഡ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു വൺ ഓഫ് ദ ഓപ്പർച്യൂണിറ്റിയാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിംഗപ്പൂര് നമുക്ക് എന്താണ്, ഈ നമ്മുടെ കുട്ടികൾക്ക് ഈ സിംഗപ്പൂർ എങ്ങനെ ഗ്രാബ് ചെയ്യാം? ഞാനിപ്പോൾ ഏകദേശം ഒരു 21ഓളം കൺട്രി യാത്ര ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ, പക്ഷെ ഞാൻ പല രാജ്യങ്ങൾ, UK, കാനഡ, അമേരിക്ക, മിക്ക രാജ്യങ്ങളിൽ യാത്ര ചെയ്തു. നോർത്ത് ഈസ്റ്റ് കൺട്രികളിൽ, യൂറേഷ്യൻ കൺട്രികളൊക്കെ യാത്ര ചെയ്തു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ കൺട്രികളിൽ ഒന്നാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു എന്താ പറയുക, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്. വളരെ ചെറിയ കൺട്രിയാണ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്, വളരെ ഡിസിപ്ലിനാണ്. ഞാൻ എവിടെ ചെന്നാലും അവരുടെ ഒരു ഡിസിപ്ലിൻ, ഏത് പാതിരാത്രിക്കും ഇവിടെ എന്താ പറയുക, ഒരു ചെറിയ എന്താ പറയുക, അവരുടെ വസ്ത്രധാരണത്തിലുള്ള ഫ്രീഡം, അതുപോലെ തന്നെ ശുഭ്രരായിട്ടുള്ള ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അമേരിക്കയിൽ പോയപ്പോഴും കാനഡയിൽ പോയാലും UK പോയപ്പോഴും ഒക്കെ മയക്കുമരുന്ന് അടിച്ചും ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതും അതുപോലെയുള്ള എന്താ പറയുക പലതും ഞാൻ കണ്ടു. പക്ഷെ ഇവിടെ വളരെ കാംഫുൾ, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇതാണ് എനിക്ക് കൺട്രിയുടെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ സണ്ണിനെ ഞാൻ ഈ ഒരു ഗവൺമെന്റ് കോളേജിലേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തു. അവൻ ഇന്ന് ഈ സിംഗപ്പൂരിലെ ഗവൺമെന്റ് കോളേജിൽ സ്കോളർഷിപ്പോട് കൂടി വന്നു പഠിക്കുകയാണ്. എൻ്റെ മൂത്തയാള് ഓസ്ട്രേലിയയിലാണ്, അവനും സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നു. ഇത് അതുപോലെ തന്നെ സിംഗപ്പൂരിൽ ഗവൺമെന്റ് കോളേജിൽ സ്കോളർഷിപ്പ് ലഭിച്ച് അവനും ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് അവനെ ഒരു ഹായ് തരാൻ പറ്റുമോ? അവനും കൂടെ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അനുഗ്രഹ ഒരു ഹായ് തരാൻ പറ്റുമോ? അനുഗ്രഹം ഉണ്ടോ ലൈനില്? ഒരു ഹായ് കൊടുത്തേക്കൂ. ഓക്കെ. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ലൈവായിട്ട് നിങ്ങളെ വന്ന് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം, അല്ലേ? ഇപ്പം എൻ്റെ സണ്ണിനെ തന്നെ ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പം ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇവിടെ തന്നെ ഈ കോളേജുകളിൽ പഠിച്ച്, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കോളേജിൽ തന്നെ പഠിച്ചിട്ട്
ഇവിടുന്ന് പഠിച്ചിറങ്ങി ഇവിടുത്തെ കമ്പനികളിൽ ജോലി നേടി അതോടൊപ്പം തന്നെ PR സ്റ്റാറ്റസിലേക്ക് മാറിയ 2 മഹത് വ്യക്തികളും കൂടെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ അവരെ മഹത്ത് എന്ന് പറയാനുള്ള കാരണം നല്ല ആളുകൾക്ക് നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അല്ലെ എൻ്റെ സണ്ണിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന് പറയുമ്പോൾ ഒരിക്കലും എൻ്റെ സണ്ണിന് മാത്രമാണ്. പക്ഷെ അതോടുകൂടി ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയല്ല. ഞാൻ ലോകത്തിന് പലർക്കും പറഞ്ഞു കൊടുക്കുകയാണ് ഇതുപോലെയുള്ള പല അവസരങ്ങളും ഇന്നുണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ്, നമ്മുടെ ഈ ഒരു ഇന്നത്തെ പറയാൻ വേണ്ടി മിസ്റ്റർ അലൻ ആൻഡ് മിസ്റ്റർ ആഷിഖ് നമ്മളോടൊപ്പം ഇവരുണ്ട്. അവരെന്താന്ന് പറഞ്ഞാൽ അവർ ഇതിന്റെ എന്താ പറയാ ഡയറക്റ്റ് ആയിട്ടുള്ള വിക്ടിംസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ അവരിവിടെ പഠിക്കാൻ വന്നിട്ട് അവർ പഠനത്തിന് ശേഷം അവര് ഈ നാട്ടിൽ ജോലി ലഭിക്കുകയും അതോടൊപ്പം വിത്ത് 6 മാസത്തിനുള്ളിൽ അവർക്ക് ജോലി ലഭിച്ചതിന് ശേഷം അവർക്ക് PR-നൊക്കെ അപേക്ഷിക്കാനും അങ്ങനെ PR സ്റ്റാറ്റസിലേക്ക് എത്തി നിൽക്കുന്ന 2 പേരും കൂടെ ഇന്ന് ലൈവായിട്ട് നമ്മുടെ കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. മിസ്റ്റർ അലൻ ആൻഡ് മിസ്റ്റർ ആഷിഖ്. അതോടൊപ്പം തന്നെ കുറച്ച് കുട്ടികളും ഇതിനകത്ത്, കുട്ടികളെല്ലാം പലരും പാർട്ട് ടൈമിലും അതുപോലെ തന്നെ അവരുടെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ പലരും അവധിയാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ എന്താ പറയാ വെറുതെ ഇരിക്കില്ല. ഇവിടെ എല്ലാവർക്കും പാർട്ട് ടൈം ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പൊ നമ്മൾ അവിടുന്ന് കുട്ടികളുമായിട്ട് വരുമ്പം തന്നെ, ഇപ്പൊ ഞാനിപ്പോ വന്നത് തന്നെ ഏകദേശം 18ഓളം കുട്ടികളുടെ ഒരു ബാച്ചുമായിട്ടാണ്. അപ്പൊ ഈ 18ഓളം കുട്ടികൾക്കും പാർട്ട് ടൈം ഇന്നിപ്പോ ഇവിടെ ഇവര് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമായിരുന്നു. അവരുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അവർക്ക് കഴിഞ്ഞ ദിവസം ICAയുടെ, അതായത് സിംഗപ്പൂർ ഗവൺമെന്റിന്റെ അവരുടെ അപ്രൂവൽ കിട്ടി, സ്റ്റുഡൻസ് പാസ് കിട്ടി. ഇപ്പം നാളെ മുതൽ അവർക്ക് പാർട്ട് ടൈം ചെയ്തു തുടങ്ങാം. നമ്മൾ തന്നെ ഈ പാർട്ട് ടൈം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളുടെ സിംഗപ്പൂർ കമ്പനി തന്നെ ഇവർക്ക് പാർട്ട് ടൈം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലോക്കൽ ഗാർഡിയൻ പോലെ, എൻ്റെ പാർട്ട്നേഴ്സ് ഇവിടെ ഉണ്ട്, എൻ്റെ കമ്പനി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോക്കൽ ഗാർഡിയൻ പോലെ ആ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് കയറി അവർക്ക് സ്കോളർഷിപ്പ് റെഡിയാക്കി കൊടുക്കുന്നത് മുതൽ അവർക്ക് സ്കോളർഷിപ്പ് എലിജിബിൾ ആക്കും എല്ലാവരെയും. സ്കോളർഷിപ്പ് ഇല്ലാത്തവരെ നമ്മൾ അഡ്മിഷൻ എടുക്കില്ല. എല്ലാവർക്കും സ്കോളർഷിപ്പ്, നമ്മുടെ കൂടെ വരുന്ന എല്ലാവർക്കും നമ്മൾ സ്കോളർഷിപ്പ് എലിജിബിൾ ആക്കി കൊടുക്കും. അങ്ങനെയുള്ള ഫയൽസ് മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ. എലിജിബിൾ ആയതിനു ശേഷം അവർക്ക് അവിടുന്ന് ഉള്ള എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് അവരെ എയർപോർട്ട് പിക്കപ്പ് ചെയ്ത് അതുപോലെ തന്നെ അവർക്കുള്ള അക്കോമഡേഷൻ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് അവർക്കുള്ള എല്ലാ ആക്ടിവിറ്റികളും, അവരുടെ സിം കാർഡ് തൊട്ട് അവരുടെ ലൈസൻസ് പാർട്ട് തൊട്ട് അവർക്ക് പാർട്ട് ടൈം തൊട്ട് എല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്ത് അവരെ ഒരു കംഫർട്ട് സോൺ ആക്കി 3 വർഷത്തേക്ക് അവർക്ക് എന്ത് സപ്പോർട്ട് നമ്മുടെ ഇവിടെ ആളുകളുണ്ട്. അതിനുശേഷമുള്ള മൈഗ്രേഷനിലേക്ക് ഇവർക്ക് മാറാനുള്ള സപ്പോർട്ട് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പലരുടെയും പേരൻസിന്റെ ധാരണയുണ്ട്, എൻ്റെ മോന് അഡ്മിഷൻ കിട്ടിയല്ലോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ +2 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ ഡിഗ്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ എല്ലാം വിട്ടിട്ട് വരുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ എടുത്തില്ലേ? ഇപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം നാട്ടിലെ നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകതകളും എന്തെല്ലാം നമുക്കെല്ലാം അറിയാം. അവിടെ പഠിച്ചിറങ്ങി എന്താണ് ഇത്. ഇവിടെ ഞാൻ കണ്ട 1-2 ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ക്ലൈമറ്റ് ഭയങ്കര നല്ല കാലാവസ്ഥയാണ്. നമ്മൾ UK, കാനഡ, ഓസ്ട്രേലിയ അവിടെയൊന്നും പോകുന്ന പോലെ എക്സ്ട്രീം തണുപ്പോ എക്സ്ട്രീം ചൂടോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലേക്കാളും നല്ല കാലാവസ്ഥയാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ പറഞ്ഞാൽ പീസ്ഫുൾ കൺട്രിയാണ്. പിന്നെ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം. IELTS ഇവർക്ക് ഒരു മാനദണ്ഡമല്ല. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. ഫസ്റ്റ് ലാംഗ്വേജ് ഇവരുടെ ഇംഗ്ലീഷാണ്. ഒരു സാധാരണ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ചെയ്യാം. രണ്ടാമത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക. പിന്നെ ഹിന്ദിയുണ്ട്. ഇഷ്ടം പോലെ ഇന്ത്യൻസിന് ഒരു റേസിസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. പാർട്ട് ടൈം അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഒരു കുട്ടി പോലും ഇവിടെ പാർട്ട് ടൈം ഇല്ലാതിരിക്കുന്നില്ല. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇവർക്ക് കയറി വരാനുള്ള ഒരു എമൗണ്ട് മാത്രമാണ് കുട്ടികളുടെ അല്ലെ പേരൻസിന്റെ ഭാഗത്തു നിന്ന് അവര് റെഡിയാക്കേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു എമൗണ്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അവരുടെ നെക്സ്റ്റ് ഫീസുകളെല്ലാം, ഇപ്പൊ ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്നവരെ കണ്ടു, തേർഡ് ഇയർ പഠിക്കുന്നവരെ കണ്ടു, അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ കണ്ട് ഫൈനൽ പാസ്സായിട്ട് ജോലി കിട്ടിയവരെ കണ്ടു. പലരുമായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. എല്ലാവരും ഒരു പൈസ പോലും, ആദ്യം കയറി വരാനുള്ള പൈസ ഒഴിച്ച് വേറെ പൈസകളൊന്നും അവർക്ക് നാട്ടിൽ നിന്ന് അവരുടെ ഫീസ് ഇനത്തിനോ അല്ലെങ്കിൽ അവരുടെ ചെലവിനോ ഒരിക്കൽ പോലും പേരൻസിനോട് ആവശ്യപ്പെടേണ്ട ഒരു ഗതികേട് ഇവർക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സിംഗപ്പൂരിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇതെല്ലാമാണ് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി. ഇതിനേക്കാളും കൂടുതൽ, ഞാൻ ഇപ്പോൾ പറയുന്നേക്കാളും കൂടുതൽ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറച്ചു തരുന്നെന്ന് പറഞ്ഞാൽ, നമ്മുടെ കമ്പനിയുടെ ത്രൂ വരുമ്പോൾ ഈ കുട്ടിയുടെ എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ആ കുട്ടിയുടെ സ്കോളർഷിപ്പ് എലിജിബിൾ ആക്കി കൊടുക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ അക്കോമഡേഷൻ പ്രൊവൈഡിങ്, അവരെ അവിടുന്ന് ഒരു ലോക്കൽ ഗാർഡിയൻ പോലെ ഒന്നിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത്, ഇവരുടെ എല്ലാവിധ ആക്ടിവിറ്റികളിലും ഒരു 2-3 വർഷം ഇവർ പഠിഞ്ഞിറങ്ങുന്നതിനും വരെയുള്ള എല്ലാ ബാക്കെൻഡുകൾക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ടൊരു നമ്മുടെ കമ്പനി ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ഗ്യാരണ്ടിയുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻഷുർ ചെയ്യുന്നത്.
അപ്പം എനിക്ക് തോന്നുന്നു അലൻ ബ്രോ, ആർ യു ഹിയർ? അലനെ വെൽക്കം ചെയ്യാണ്. അലൻ നമ്മുടെ ഇവിടെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഗവൺമെന്റ് കോളേജിൽ പഠിച്ചിട്ട് പിന്നെ ഇവിടുന്ന് തന്നെ എന്താണ് ജോലിയായി ഇന്ന് PR-ലേക്ക് മാറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അപ്പം അലന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ അലൻ കുറച്ച് കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് റൈറ്റ് ഡൗൺ ചെയ്തിടാം. എന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഞാനൊന്ന് റെഡി ആക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം. ഐ എം ഹാൻഡിങ് ഓവർ ടു അലൻ. Sure, thank you so much, sir. Thank you so much. ഹായ് ഗൈസ്. അപ്പോൾ വിനോദ് കുമാർ സാർ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ മെയിൻലി രണ്ട് ടൈപ്പ് കോളേജാണുള്ളത്. ഒന്ന് എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് കോളേജുകളും പിന്നെ ഒന്ന് ആർട്സിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് കോളേജുകൾ. അതില് ഗവൺമെന്റ് കോളേജിൽ തന്നെ ഇപ്പൊ എഞ്ചിനീയറിംഗ് വരുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ IT പഠിക്കാൻ, വിദേശത്ത് പോയി IT പഠിക്കാൻ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഫീൽഡ്, മെക്കാനിക്കൽ, ട്രിപ്പിൾ അങ്ങനെ ഏത് കോഴ്സ് ആണെങ്കിലും പഠിക്കാൻ വരുന്നവർക്ക് ഏറ്റവും നല്ല ചോയ്സ് എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി പറയാം. അപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ നമുക്ക് ക്രൈറ്റീരിയ വരുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 80% മാർക്ക്. അതായത് നാട്ടില് 10ാം ക്ലാസ്സിലോ +2ലോ കുറഞ്ഞത് B+ ഗ്രേഡോ അതിന്റെ മുകളിലുള്ളവർക്കാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുക. ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്കിപ്പോ ഒക്ടോബറിലായിരിക്കും അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആവുക. അപ്പൊ നമ്മൾ ഒക്ടോബറിൽ നമുക്ക് പാസ്പോർട്ട് സൈസ് പിക്ചർ, പാസ്പോർട്ടിന്റെ ഒരു കോപ്പി, 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2 ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിലാണോ അതിന്റെ ഒരു കോപ്പി, അത് വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഡിസംബറിൽ അവർക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. സിംഗപ്പൂർ ഗവൺമെന്റിന്റെ വക എൻട്രൻസ് എക്സാം ഉണ്ടാവും. ആ എൻട്രൻസ് എക്സാമിന് വേണ്ടി നിങ്ങൾ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും എൻട്രൻസ് എക്സാം, വിച്ച് മീൻസ് അത് ഓൺലൈൻ ആയിരിക്കും. അപ്പൊ ഓൺലൈനിൽ എക്സാം പാസ്സായവർക്ക് ഇവിടേക്ക് വരാൻ പറ്റും. അപ്പോൾ എഞ്ചിനീയറിംഗിനെ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഏപ്രിലായിരിക്കും വരെ ക്ലാസ് തുടങ്ങുക. അപ്പോൾ ഇവിടെ ഒരു മാർച്ചിൽ ഇവിടെ എത്തുന്ന രീതിയിലായിരിക്കും അവർക്ക് പ്ലാൻ ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ അവർക്ക് ഇവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പൈസ കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ മണിക്കൂറിന് 1000 രൂപ വെച്ച് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. ക്ലാസ് എന്ന് പറയുമ്പോൾ രാവിലെ 8 മണി മുതൽ ഒരു വൈകുന്നേരം 3:30 വരെ അവർ ക്ലാസ് ഉണ്ടാവുള്ളൂ. എഞ്ചിനീയറിംഗിനാണെങ്കിൽ 5 ദിവസം ക്ലാസ്, അതിൽ രാവിലെ 8 മണി മുതൽ 3:30 വരെ. അതിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിച്ച മാത്സിന്റെ കാര്യങ്ങളാണ്. ഇപ്പൊ ചാറ്റ് ബോക്സിൽ സിംഗപ്പൂർ പാർട്ട് ടൈം ലീഗൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിംഗപ്പൂർ പാർട്ട് ടൈം ലീഗലാണ്. ലീഗൽ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ സിംഗപ്പൂരിൽ പാർട്ട് ടൈം ലീഗൽ ആയിട്ടുള്ളൂ. കുറെ പേര് ഞാൻ എന്റെ എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ട്. കുറെ പേര് പ്രൈവറ്റ് കോളേജിൽ വന്നിട്ട് പ്രൈവറ്റ് കോളേജിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 1 വർഷമാണ്. പ്രൈവറ്റ് കോളേജുകാർക്കാണെന്ന് വെച്ചെങ്കിൽ 6 മാസം ക്ലാസ്സും 6 മാസം ഇന്റേൺഷിപ്പ് ആയിട്ട് 1 കൊല്ലത്തിന്റെ കോഴ്സാണ് അവർക്കുള്ളത്. അപ്പൊ ആ 1 വർഷത്തിന്റെ കോഴ്സിന് വരുന്നവർക്കൊക്കെ പാർട്ട് ടൈം ഇല്ലീഗലാണ്. അപ്പൊ അതിൽ കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. കാരണം ഗവൺമെന്റ് കോളേജിലത്തെ കോഴ്സുകളെല്ലാം 3 വർഷത്തിന്റെ കോഴ്സുകളെ 3 വർഷത്തിന്റെ കോഴ്സ് മാത്രമേ ഗവൺമെന്റ് കോഴ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. 3 വർഷത്തിന്റെ കോഴ്സ് വരുന്നവർക്കൊക്കെ പാർട്ട് ടൈം ഇവിടെ ലീഗലാണ്. അത് ഒരു ക്യാപ്പ് ഇല്ല അതിന്. അതായത് നിങ്ങൾക്ക് എത്ര മണിക്കൂർ എവിടെയെങ്കിലും വർക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാൻ 2016 ഇവിടെ വന്നത്. ഓൾമോസ്റ്റ് ഒരു 9 വർഷമായി കാണും. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പാർട്ട് ടൈം ചെയ്യും. പാർട്ട് ടൈം ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ക്ലാസ്സിന് അടുത്ത ദിവസം പോകും. അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് കോളേജിന്റെ അടുത്ത് ഭക്ഷണം കാര്യങ്ങളൊക്കെ, അപ്പൊ നമുക്ക് വലിയ ചെലവുകളില്ല. നമുക്കിപ്പോ ആദ്യം വരാനുള്ള കോസ്റ്റ് മാത്രം നമ്മൾ ഇന്ന് ചെലവായിട്ടുള്ളൂ. കാരണം നമുക്ക് പാർട്ട് ടൈം ജോബ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിന്ന് സേവിങ്സ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ പൈസയും താമസിക്കാനുള്ള വീടിന്റെ പൈസയും പിന്നെ നാട്ടിലേക്ക് കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് കുറച്ച് പൈസ അയക്കുക, ഇതൊക്കെ ഞാൻ ചെയ്തത് പാർട്ട് ടൈം ചെയ്തുകൊണ്ട് മാത്രമായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 രൂപ പോലും നമ്മുടെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ആ കോഴ്സ് ഇപ്പൊ നമുക്ക് നമ്മുടെ അഭിരുചി അനുസരിച്ച് നമുക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എഞ്ചിനീയറിംഗിനാണെങ്കിൽ നമുക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഗ്രീൻ ബിൽഡിംഗ്, സസ്റ്റൈനബിൾ റിന്യൂവബിൾ എനർജി, IT അങ്ങനെ കുറെ കോഴ്സസ് ഉണ്ട്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അത് 3 വർഷമായിരിക്കും കോഴ്സ്. 2.5 വർഷം പഠിത്തം, അവസാനത്തെ 6 മാസം ഇന്റേൺഷിപ്പ് വരും. ആ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഒരു ജോലിക്ക് കയറിയിട്ട്, കാരണം ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ നമുക്ക് ജോലി കിട്ടും. ആ ജോലിക്ക് കയറിയതിന്റെ ശേഷം 6 മാസത്തെ പേ സ്ലിപ്പ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ജോലിക്ക് കയറിയതിന്റെ ശേഷം 6 മാസത്തെ പേ സ്ലിപ്പ് ഉണ്ടെങ്കിൽ ആ പേ സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ PR-ന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മളിവിടെ വരുമ്പോൾ ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റുഡന്റ് പാസ് എന്ന് പറഞ്ഞ പാസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ സ്റ്റുഡന്റ് പാസിൽ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ അത് പാസ് എന്ന് പറഞ്ഞ പാസ്സായിട്ട് അത് മാറും. ആ പാസിൽ നമ്മൾ 6 മാസം വർക്ക് ചെയ്ത് 6 മാസത്തെ പേ സ്ലിപ്പ് വെച്ചിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ PR ആവാം. PR എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പെർമനന്റ് റെസിഡന്റ്, അതായത് ഇവിടുത്തെ ഒരു സിറ്റിസൺ, അതായത് ഇന്ത്യൻ പൗരൻ ഇന്ത്യയിൽ ചെയ്യണ പോലെ തന്നെ സിംഗപ്പൂരിയൻ പൗരന് കിട്ടുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ഇവിടുത്തെ ഒരു PR-നും കിട്ടും. അപ്പൊ പിന്നെ നമുക്ക് ഏത് ജോലിക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഒരു PR കൊടുക്കുന്ന രാജ്യം സിംഗപ്പൂർ ആയിരിക്കും. അത് PR-ന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ
ആദ്യം ജോലിക്ക് കയറുന്ന എസ്പാസ് ആണെച്ചെങ്കിൽ നമുക്ക് ഓരോ 2 വർഷം കൂടുമ്പോഴും നമുക്കത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. PR ആണെച്ചെങ്കിൽ അങ്ങനെ വേണ്ട. നമുക്കത് ലൈഫ് ലോങ് ആണ്. 5 വർഷം കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് പുതുക്കി തരും. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ വേറെ വിദേശ രാജ്യത്ത് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾ PR ആണ്. നമ്മുടെ വൈഫ് PR ആണെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വീട് വാങ്ങിക്കാം. നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവാൻ താമസിക്കാം. നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. അതൊക്കെയാണ് PRന്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ പിന്നെ കൂടുതൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഭയങ്കര സേഫ് ആയിട്ടുള്ള കൺട്രിയാണ്. ഇപ്പൊ പിന്നെ ഈവൻ നിങ്ങൾക്ക് ഇപ്പൊ അതല്ല, ഇപ്പൊ എനിക്കിപ്പോ കംപ്ലീറ്റ്ലി എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം ആഗ്രഹമില്ല, നമുക്ക് സിംഗപ്പൂരിൽ തന്നെ ജീവിക്കാം, അങ്ങനെ ആഗ്രഹമാണെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺഷിപ്പിനൊന്നും PR ഉള്ളവർക്ക് യോഗ്യത ഉണ്ട്. ഇവിടെ നമ്മൾ 2 വർഷം PR ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ട് ഇവിടുത്തെ സിറ്റിസൺ ആയിട്ട് മാറാനും പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് നാട്ടിൽ പോകേണ്ട, സിംഗപ്പൂർ സെറ്റിൽ ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള ഓപ്ഷൻ ഈ ഒരു കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതായത് 3 വർഷത്തെ പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് കയറി 6 മാസത്തെ പേ സ്ലിപ്പ് വെച്ച് PR ആയിട്ട് 2 വർഷം കഴിഞ്ഞ് സിറ്റിസൺ ആവാൻ പറ്റും. ഇനി സിറ്റിസൺ ഒക്കെ ആവാൻ ആഗ്രഹമുള്ളവർക്കാണെന്ന് വെച്ചെങ്കിൽ മെഡിക്കൽ ബെനിഫിറ്റ്സിന്റെ കാര്യം പറയാം. അപ്പോ സിറ്റിസന്റെ സ്റ്റുഡൻസിന്റെ അത് ഞാൻ പറയാം കേട്ടോ, ആ പോയിന്റിലേക്ക് പറയാം. അപ്പോ ഇവിടെ സിറ്റിസൺ ആയിട്ട് ജീവിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പാസ്പോർട്ട് ഉള്ള രാജ്യം സിംഗപ്പൂരാണ്. നിങ്ങൾക്ക് ഇപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലോകത്തെ തന്നെ ഏറ്റവും പവർഫുൾ പാസ്പോർട്ട് സിംഗപ്പൂരിന്റേതാണ്. പിന്നെ 196 അതിൽ പ്ലസ് കൺട്രീസിലേക്ക് ഫ്രീ വിസയാണ്. സ്റ്റേ ബാക്ക് വരുന്നത് 3 വർഷമാണ്. കോഴ്സിന് സ്റ്റേ ബാക്ക് വരുന്നത് 3 ഇയേഴ്സ് ആണ്. പിന്നെ ഇതുപോലെ മെഡിക്കൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ചൈൽഡിന്റെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. ഫ്രീ എഡ്യൂക്കേഷൻ ഇൻ ദ സെൻസ് ലൈക്ക് $20 വരുന്നുള്ളൂ. $20, അതായത് അവർ 10ാം ക്ലാസ്, നമ്മുടെ നാട്ടിൽ ഇവിടെ O ലെവൽ A ലെവൽ എന്നാണ് അറിയപ്പെടുക, പിന്നെ SEC 1 എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ നാട്ടിലത്തെ 1 മുതൽ 10 വരെ പഠിക്കുന്ന ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഓരോ ക്ലാസ്സിലും ചെലവാകുന്ന പൈസ പറയാം $20. $20 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 1200 രൂപയെ വരുന്നുള്ളൂ. അതായത് ഓരോ വർഷവും ഓരോ സെമസ്റ്ററിലും 1200 രൂപയാണ് അവർ 10ാം ക്ലാസ് വരെ തന്നെ അവർക്ക് ചെലവാകുന്നുള്ളൂ. അതായത് ഓരോ വർഷം 1200 വെച്ചിട്ട് അടച്ചാൽ മതി. അത്രയും ചീപ്പായിട്ടുള്ള എഡ്യൂക്കേഷൻ വേറൊരു കൺട്രിയിലും കിട്ടില്ല. അത് സിറ്റിസൺസിന്റെ കുട്ടികൾക്ക് മാത്രം കേട്ടോ. പിന്നെ മെഡിക്കല് ഇവിടെ പറയുന്ന പോലെ ഇപ്പൊ നമ്മളിപ്പോ ആസ് ലോങ് ആസ് ഇവിടെ നമ്മൾ ജോലിക്ക് കയറി, ഇപ്പൊ നമ്മൾ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് കയറി, ജോലി ചെയ്യുന്നതിന്റെ ഒപ്പം നമുക്ക് നാട്ടിൽ നമ്മൾ PF എന്ന് പറയുന്നില്ല, അതുപോലെ തന്നെ ഇവിടെ CPF എന്നാണ് അതിന്റെ പേര്. അപ്പൊ CPF എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനി നമ്മുടെ സാലറിന്ന് ഒരു വിഹിതം ആ CPF-ലേക്ക് ഗവൺമെന്റ് CPF-ലേക്ക് അടയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ അടയ്ക്കും, അതുപോലെ തന്നെ കമ്പനി നമ്മുടെ 7% എക്സ്ട്രാ അടയ്ക്കും. അപ്പൊ ഒരു 10 വർഷം കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CPF അക്കൗണ്ടിൽ തന്നെ ഒരു 1 crore അടുത്ത് എമൗണ്ട് വരും. അതല്ലാതെ നമുക്ക് നമ്മുടെ സ്വന്തം സേവിങ്സ് ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ബെനിഫിറ്റ്സാ പറഞ്ഞത് PR ആയി കഴിഞ്ഞ്. പിന്നെ ഭയങ്കര സേഫ് ആയിട്ടുള്ള കൺട്രിയാണ്. പുലർച്ചെ 2 മണിക്ക് ഏതൊരു പെൺകുട്ടിക്ക് വേണമെങ്കിലും പാതിരാത്രി പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും ശല്യം ചെയ്യുന്നില്ലെന്ന് 100% ഉറപ്പ് വരാൻ പറ്റുന്ന കൺട്രിയാണ്. ക്രൈം റേറ്റ്സ് ഒക്കെ ഇവിടെ തീരെ ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ ഇപ്പൊ നമുക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇപ്പൊ എന്തായാലും കാണും, നമുക്ക് അച്ഛനും അമ്മേനെയും മിസ്സാവുന്ന ഒരു ഫീലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ ഓരോ കോഴ്സിനും ഓരോ 6 മാസം കൂടുമ്പോഴാണ് ഒരു സെമസ്റ്റർ എന്ന് പറയാം. അപ്പൊ അതിൽ 4 മാസം കഴിഞ്ഞ് അവർക്ക് വെക്കേഷൻ വരും. ആ വെക്കേഷന്റെ സമയത്ത് ഒന്നെങ്കിൽ ഇവർക്ക് പാർട്ട് ടൈം ചെയ്ത് കുറച്ചുകൂടി പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഇപ്പൊ UK അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസിനെ പോലെ ട്രാവലിംഗ് ടൈം അത്രയും ദൂരമില്ല. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പൈസ അത്ര വലുതാവുന്നില്ല. ഇപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഇപ്പോൾ നമുക്ക് നോക്കി ബുക്ക് ചെയ്യണമെങ്കിൽ 15,000 രൂപയുടെ അടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ കിട്ടും. പിന്നെ ട്രാവലിംഗ് ടൈം വെറും 4.5 മണിക്കൂറേ വരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ ഉച്ചയ്ക്ക് പോയി ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലേക്ക് എത്താൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് കേരളത്തിന്റെ ക്ലൈമറ്റാ. ഇവിടെ അങ്ങനെ കൂടുതൽ ചൂടോ കൂടുതൽ തണുപ്പോ ഇല്ല. നമ്മുടെ കേരളത്തിന്റെ അതേ ക്ലൈമറ്റ് ഉള്ളു. അപ്പൊ നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ ഇത് മലേഷ്യനായിട്ടുള്ള കൺട്രി, ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞ കൺട്രി മലേഷ്യനായിട്ട് ബോർഡർ പങ്കിടുന്നതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് തമിഴ് ഇൻഫ്ലുവൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മലയാളി ഫുഡുകളും പിന്നെ തമിഴ് ഫുഡുകളും ഇന്ത്യൻ ഫുഡ് കൂടുതലും കിട്ടുന്ന രാജ്യമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഭക്ഷണത്തിന്റെ പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ ഒരു 55 ലക്ഷം ആൾക്കാർ താമസിക്കുന്ന ഒരു കൺട്രിയാണ് ഇത്. അതിൽ തന്നെ ഒരു 50,000 മലയാളികൾ ടോട്ടല് ജീവിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ 50,000 മലയാളികൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓണം ഫെസ്റ്റിവൽ നമ്മുടെ നാടിനെ അങ്ങനെ മിസ് ചെയ്യില്ല. ഓണത്തിന്റെ ഫെസ്റ്റിവലുകളോ അല്ലെങ്കിൽ നമുക്ക് കുറെ കൂട്ടായ്മകളൊക്കെ ഇവിടെ ഉണ്ടോ. സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ മെമ്പേഴ്സിനെ കാണാം. അത് ഇവിടുത്തെ അംഗീകൃത അസോസിയേഷൻ ആണ്. അപ്പൊ നമുക്ക് ഓരോ ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് നാട് മിസ് ചെയ്യണ പോലെ അങ്ങനെ തോന്നില്ല. അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന കാര്യം വരുന്നത്, നമ്മളിപ്പോ 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുക. ഈ 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു 3 വർഷം കൂടി ഇവിടെ ജീവിക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോ ഇൻ കേസ് ജോലി കിട്ടാൻ ലേറ്റ് ആവുകയാണെന്ന് വെച്ചെങ്കിൽ ആ 3 വർഷം കൂടി ഇവിടെ താമസിച്ചിട്ട് നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയൊന്നും വരില്ല. യൂഷ്വലി ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ നമുക്ക് വേറെ കമ്പനിയിൽ ജോലി കയറാൻ പറ്റും. ഇനിയിപ്പോ
ഞാനിത് വേസ്റ്റ് എക്സാമ്പിൾ പറയുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ജോലി ശരിയായിട്ടില്ല, അങ്ങനെ എന്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ ആർക്കും വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ 3 വർഷമാണ് അതിന്റെ സ്റ്റേ ബാക്ക് വരുന്നത്. ആ സമയത്ത് പഠിച്ച് പാസ് ഔട്ട് ആണെങ്കിൽ കൂടിയും നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ സിംഗപ്പൂർ ഗവൺമെന്റ് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ജോലി കിട്ടുന്ന വരെ നമ്മൾ പാർട്ട് ടൈം ചെയ്യാനായിട്ട് നമുക്ക് സിംഗപ്പൂർ ഗവൺമെന്റ് പേപ്പർ അവർ തരും. അപ്പൊ നമുക്ക് സ്റ്റുഡന്റ് പാസ് എക്സ്പയർ ആയ കൂടിയും നമുക്ക് സിംഗപ്പൂർ ഗവൺമെന്റ് ലെറ്റർ പ്രകാരം ഇവിടെ പാർട്ട് ടൈം ലീഗലായിട്ട് തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഗ്രീൻ വേൾഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ, ഗ്രീൻ വേൾഡിന്റെ ഭാഗത്തുനിന്ന് ഞാൻ കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് കേട്ടപ്പോൾ ഭയങ്കര നല്ല കാര്യങ്ങളാണ് ചെയ്യണേ. കാരണം ഞാൻ വന്നത് വേറൊരു ഏജൻസി വഴിയാ. ഞാൻ വന്നത് വേറൊരു ഏജൻസി എന്ന് പറഞ്ഞാൽ അവരിപ്പോ എക്സിസ്റ്റഡ് അല്ല. ആ സമയത്ത് 9 വർഷമായല്ലോ. അപ്പൊ ആ ഏജൻസി നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്തു തന്നിട്ടില്ല. നമ്മളിവിടെ വന്നിട്ട് നമ്മളായിട്ട് ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഗ്രീൻ വേൾഡിന്റെ കുറെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അവരിപ്പോ വന്നപ്പോ തന്നെ അവർക്ക് ഇവിടുത്തെ ലോക്കൽ ബാങ്കിന്റെ കാർഡ് ചെയ്യാൻ നിൽക്കുന്നു, പിന്നെ ട്രാവലിംഗ് കാർഡ് ചെയ്യുന്നു, പിന്നെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് അവരെ വീടുകളിൽ കൊണ്ടാക്കുന്നു. അവർക്കിപ്പോ ഒരു സ്പൂണോ ഫോർക്കോ എന്താവശ്യം വന്നാലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവരൊരു ഗാർഡിയനെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം നല്ലൊരു ഏജൻസിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗിന്റെ കാര്യം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതിന് കുറഞ്ഞത് B+ ഗ്രേഡ് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. 80% മാർക്ക്. ഇനിയിപ്പോ അതല്ല, ഇതിലിപ്പോ ജോയിൻ ചെയ്ത ആർക്കെങ്കിലും കുറച്ച് മാർക്ക് കുറവാണ്, 80% കുറവാണ്, പക്ഷെ പാസ്സായിട്ടുണ്ട്, 10th പ്ലസ് ടു പാസ്സായിട്ടുണ്ട്, പക്ഷെ 80% മാർക്കില്ലെങ്കിൽ അവർക്ക് വേറെ ഗവൺമെന്റ് കോളേജ് വേറെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചെങ്കിൽ അത് ആർട്സ് കോളേജുകളാണ്. അതും ഗവൺമെന്റ് സെമി ഗവൺമെന്റ് ആണ്, പക്ഷെ അത് ആർട്സ് കോളേജ് ആണ്. ആർട്സ് കോളേജ് ആണെന്ന് വെച്ചെങ്കിൽ 80% മാർക്ക് വേണ്ട, നമ്മുടെ നാട്ടിൽ പാസ്സായാൽ മതി. അവരും സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതിന്റെ പോർട്ട്ഫോളിയോ എനിക്ക് തോന്നുന്നു ഗ്രീൻ വേൾഡുകാർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അതിന്റെ പോർട്ട്ഫോളിയോ, അപ്പൊ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കോളർഷിപ്പിന് അതിനും അനുകൂലമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ 10th ക്ലാസ് പ്ലസ് ടു അറ്റ്ലീസ്റ്റ് ജയിച്ച ആൾക്കാർക്ക് ഇവിടെ സിംഗപ്പൂരിൽ ഒരു അവസരമുണ്ട് ആർട്സ് കോളേജിന്, അതും സെമി ഗവൺമെന്റ് ആയിട്ടുള്ള കോളേജ് അവസരമുണ്ട്. ഇതേ പറഞ്ഞ പോലെ 3 വർഷം സ്റ്റേ ബാക്ക് അവിടെയുണ്ട് അവർക്ക്. പക്ഷേ ക്ലാസ് തുടങ്ങുന്നത് മാർച്ച് ഏപ്രിൽ അല്ല, അവർ ക്ലാസ് തുടങ്ങുന്നത് ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിരിക്കും അവർ ക്ലാസ് തുടങ്ങുക. ബാക്കി എല്ലാ പ്രൊസീജിയറും സെയിം ആണ്. അവർക്കും ലീഗലായിട്ട് പാർട്ട് ടൈം ചെയ്യാം, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. അപ്പൊ അതും നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. ജസ്റ്റ് പാസ്സായവർക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ് അങ്ങനത്തെ കോളേജുകൾ. അപ്പൊ ഇതിന്റെ എല്ലാം ഓപ്പണിംഗ് ടൈം വരുന്നത് ഇത് തന്നെയാണ്. പിന്നെ ആരോ ഇയർ ഗ്യാപ്പിന്റെ ഇഷ്യൂ വെച്ചിട്ടുണ്ട്. ഇയർ ഗ്യാപ്പിന്റെ ഇഷ്യൂ ഇല്ല. നമുക്കൊരു 30-46 വയസ്സ് വരെ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. അപ്പൊ ഇയർ ഗ്യാപ്പിന്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ചിലവർ വിചാരിക്കും വിസ എങ്ങാനും റിജക്ട് ആയി പോകുന്നുള്ളതിൽ. പക്ഷെ ഇവിടെ 100% വിസ അപ്രൂവ് ആയി കിട്ടുന്ന രാജ്യമാണ്. ഇവിടെ വിസ റിജക്ഷൻ ഇല്ല. പിന്നെ ബാങ്ക് ബാലൻസ് കാണിക്കുന്ന സംഭവമൊന്നും ഇല്ല. പിന്നെ ചാറ്റിൽ ഞാൻ കണ്ടത് എൻട്രൻസ് ഹാർഡ് ആണെന്ന്. എൻട്രൻസ് ഇപ്പത്തെ എൻട്രൻസ് ആർ പിയും TP അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് അത്രയും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള സാധനമല്ല. അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10th ക്ലാസ്സിൽ പഠിച്ചതും അല്ലെങ്കിൽ പ്ലസ് ടുവിന്റെ ബേസ് ഒക്കെ ചോദിക്കുന്നുള്ളൂ. അത് നമുക്ക് പാസ്സാകാൻ പറ്റുന്നുള്ളൂ. പക്ഷെ എന്റെ ഒരു അറിവിൽ ഗ്രീൻ വേൾഡ് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബ്രീഫിങ്ങും അതിന്റെ കോഴ്സ് മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിനോദ് കുമാർ സാറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അവര് നിങ്ങളെ അതിനുവേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യുന്നതാണ് ഞാൻ കേട്ടത്. പക്ഷെ എനിക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അവർ ആ ട്രെയിനിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. ഫീസ് സ്ട്രക്ചറിന്റെ കാര്യം ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. ഫീസ് സ്ട്രക്ചറിന്റെ കാര്യം ബാക്കിയുള്ള ഡീറ്റെയിൽസും ഫിനാൻഷ്യൽ സെക്ടർ എല്ലാം ഗ്രീൻ വേൾഡിന്റെ റെപ്രസെന്റേറ്റീവ് നിങ്ങളുടെ അടുത്ത് പറയുമായിരിക്കും. അപ്പൊ എന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും കോളേജിന്റെ കാര്യം സംസാരിക്കാനായിരുന്നു അവരെ നിയോഗിച്ചത്. പിന്നെ ഇതില് ഡിപ്പെൻഡന്റ് പാസ് ഇപ്പൊ നമ്മുടെ അത് ഇപ്പൊ ബാക്കിയുള്ള കൺട്രീസിൽ നമുക്ക് ഡിപ്പെൻഡന്റ് അലൗഡ് ആണ്. ഇവിടെ ഡിപ്പെൻഡന്റ് അലൗഡ് ആവുന്നത് നമ്മൾ പഠിച്ച് പാസ് ഔട്ട് ആയിട്ട് PR ആയതിന്റെ ശേഷമാണ്. അതായത് 3 വർഷത്തെ കോഴ്സിന്റെ സമയത്ത് ഡിപ്പെൻഡന്റ് അലൗഡ് അല്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഇവിടെ PR ആയി ജോലിക്ക് ഒരു PR ആയപ്പോൾ ഡിപ്പെൻഡന്റ് അലൗഡ് ആണ്. പിന്നെ ഞാൻ പറയുന്ന എൻട്രൻസ് എക്സാം ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിന് മാത്രമേ ഉള്ളൂ. അതായത് 80% 10th ക്ലാസ്സിലും മുകളിലും മാർക്കുള്ളവർക്ക് മാത്രമേ എൻട്രൻസ് എക്സാം ഉള്ളൂ. ആ കോളേജിന് എഞ്ചിനീയറിംഗ് കോളേജിന് മാത്രമേ എൻട്രൻസ് എക്സാമിന്റെ ക്രൈറ്റീരിയ വരുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന ആർട്സ് കോളേജ് ആണെങ്കിൽ എൻട്രൻസ് ടെസ്റ്റ് ഇല്ല. അതായത് അവർക്ക് 10th ക്ലാസ്സിൽ 50% മാർക്ക് കൂടുതലുണ്ടെങ്കിൽ അവർ പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആർട്സ് കോളേജിലേക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അതും വിത്ത് സ്കോളർഷിപ്പോട് കൂടി. കാരണം അതിനുവേണ്ടി പോർട്ട്ഫോളിയോ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ പോർട്ട്ഫോളിയോ എനിക്ക് തോന്നുന്നു ഗ്രീൻ വേൾഡ് ആണ് സപ്പോർട്ട് ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ എഞ്ചിനീയറിംഗിന്റെ ബ്രാഞ്ചും പിന്നെ ഏതൊക്കെ കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നു ഗ്രീൻ വേൾഡ് നിങ്ങൾക്ക് ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ പേര് അത് ഈ ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം കുറെ നമ്പർ ഓഫ് കോഴ്സസ് ഉണ്ട്. അപ്പൊ ഏറ്റവും നല്ലത് ഒരു PDF അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രീൻ വേൾഡിന്റെ ഭാഗത്ത് നിന്ന് റെപ്രസെന്റേറ്റീവ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. അപ്പോൾ ഗ്രീൻ വേൾഡ് അത് ചെയ്യുമായിരിക്കും. അതെ, ലോജിസ്റ്റിക്സ് റിലേറ്റഡ് കോഴ്സസ് ഉണ്ട്. പക്ഷെ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഇവിടെ ജോലി സാധ്യത ഉള്ള കോഴ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ നമുക്കിപ്പോ സിംഗപ്പൂരിനെ പറ്റി പറയുകയാണെന്ന് ഇവിടെ കുറെ കോഴ്സസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോ പഠിച്ച് പാസ് ഔട്ട് ആയിട്ട് ജോലി കിട്ടണ്ടേ. ഇപ്പൊ ജോലി കിട്ടാൻ ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആർട്സ് കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളുമാണ്
കൂടുതൽ നല്ലത്. അപ്പൊ അവിടെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ജോലി കിട്ടാൻ പറ്റും. അപ്പൊ അതിൽ ലോജിസ്റ്റിക്സ് പറയണത് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഇവിടെ PR ആയതിനു ശേഷം നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ചെയ്യാം, ബാച്ചിലേഴ്സ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ PR ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 വർഷത്തെ ഡിഗ്രി കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഡിഗ്രിക്ക് നമുക്ക് അഭിരുചിക്ക് അനുസരിച്ച് ഏത് കോഴ്സ് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആർട്സ് പിന്നെ കോളേജിൽ വന്നാലും ഈ പാർട്ട് ടൈം അലൗഡ് ആണോ? സോറി, ഞാൻ എന്റെ എയർപോർട്ട് കണക്ട് ചെയ്താലാണ് എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുള്ളൂ. ഒരു 1 സെക്കൻഡ്. കേൾക്കുന്നുണ്ടോ? പറയും ഇപ്പൊ കേൾക്കാം. അതായത് പിന്നെ ആർട്സ് കോളേജിൽ ഇപ്പൊ സെമി ഗവൺമെന്റ് എന്ന് പറഞ്ഞല്ലോ, അവിടെ വന്നു കഴിഞ്ഞാലും പാർട്ട് ടൈം അലൗഡ് ആണോ? ഇത് ഗവൺമെന്റ് ലീഗൽ ആയിട്ടുള്ള പാർട്ട് ടൈം ലീഗലാണ്. പാർട്ട് ടൈം ലീഗലാണ്. ഗവൺമെന്റ് കോളേജ് തന്നെയാണ്, പാർട്ട് ടൈം ലീഗലാണ്. അത് 3 വർഷത്തെ കോഴ്സാണോ അതോ 2 വർഷത്തെ? 3 വർഷത്തെ. ഇവിടെ പാർട്ട് ടൈം ഇല്ലീഗൽ ആവുന്നത് 1 വർഷത്തിന്റെ പ്രൈവറ്റ് കോളേജിന്റെ കോഴ്സുകൾക്ക് മാത്രമേ ഉള്ളൂ പാർട്ട് ടൈം ഇല്ലീഗൽ. ഗവൺമെന്റ് കോഴ്സുകൾക്ക്, അതായത് 3 വർഷത്തിന്റെ കോഴ്സുകൾക്കൊക്കെ പാർട്ട് ടൈം ലീഗലാണ്. അതെ, ഈ ആർക്കിടെക്ചർ കോഴ്സസും ഇന്റീരിയർ ഡിസൈൻ ഒക്കെ വരുന്നത് ആർട്സ് കോളേജിലാണ്. അതിന്റെ സ്കോപ്പാണ് ഇപ്പൊ പറഞ്ഞത്. അവിടേക്ക് പാർട്ട് ടൈം ലീഗലാണ്, ബാക്കി എല്ലാം ഓക്കെയാണ്. PhD ഉണ്ട് ബ്രോ, PhD ഉണ്ട്. പക്ഷെ PhD എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് ഇവിടെ നമുക്ക് PhD പഠിക്കുമ്പോൾ നമുക്ക് ആസ് ഒരു ഫോറിനർ ആയിട്ടാണ് നമ്മളെ ഇവിടുത്തെ സിംഗപ്പൂർ ഗവൺമെന്റ് കൺസിഡർ ചെയ്യുക. PhDക്ക് ഒരു സ്കോളർഷിപ്പ് ഓരോ കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഫീസ് അടയ്ക്കണം. അത് ഭയങ്കര ലോ വോയിസ്. അപ്പൊ PhD കാര്യം പറയുകയാണെങ്കിൽ PhDക്ക് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ PhDക്ക് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉണ്ടാവില്ല. നമുക്ക് ഫുൾ ഫീസ് അടയ്ക്കേണ്ടി വരും. അത് ലക്ഷങ്ങൾ അടയ്ക്കേണ്ടി വരും. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ PR-ന്റെ ഓപ്ഷൻ ഇല്ല. സിംഗപ്പൂർ ഗവൺമെന്റ് PR കൊടുക്കുന്നത് ഡിപ്ലോമ പഠിക്കുന്നവർക്ക് മാത്രമാണ്. അതായത് എഞ്ചിനീയറിംഗിനും ആർട്സിനും വരുന്നവർക്ക് മാത്രമേ സിംഗപ്പൂരിൽ PR കൊടുക്കുള്ളൂ. അല്ലാത്തവർക്ക് PR കൊടുക്കില്ല. നഴ്സിംഗിന്റെ കോഴ്സ് ഉണ്ട്. നഴ്സിംഗിന്റെ കോഴ്സ് എഞ്ചിനീയറിംഗിൽ പെടുന്നതായിട്ടുണ്ട്. മെഡിക്കലിന്റെ കോഴ്സും ഉണ്ട്. അവിടെ അതെല്ലാം എഞ്ചിനീയറിംഗിൽ ഉൾപ്പെട്ടിട്ട് അതിന് സെപ്പറേറ്റ് ബയോമെഡിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ കോഴ്സസ് വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഇപ്പൊ ഞാൻ ഓരോന്നായിട്ട് പറയാനായിട്ട് നല്ലത് ഗ്രീൻ വേൾഡിന്റെ റെപ്രസെന്റേറ്റീവ് അയക്കുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് ഇല്ല ബ്രോ, ഏജ് ലിമിറ്റ് ഇല്ല. ഹലോ എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ ചാറ്റ് ചെയ്ത് ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാം. ഇനിയിപ്പോ അതല്ല, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എയർപോർട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കും. അവിടെ ഈ കോഴ്സ് കഴിഞ്ഞ് ജോലി കിട്ടാത്ത പ്രശ്നം വരുന്നുണ്ടോ? ഒറ്റ സെക്കൻഡ്. പറഞ്ഞോളൂ. ജോലി കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്ത പ്രശ്നം വരുന്നുണ്ടോ? ജോലി കിട്ടാത്ത പ്രശ്നം വരുന്നില്ല. പിന്നെ ജോലി കിട്ടാത്ത പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പോസ്റ്റ് കോവിഡിന് ശേഷം കുറച്ച് പിള്ളേർക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കണ്ടായിരുന്നു. ഇപ്പൊ പഠിച്ച് പാസ് ഔട്ട് ആവുന്ന പിള്ളേർക്ക് അവർക്ക് ഇന്റേൺഷിപ്പിന്റെ, അതായത് അത് ഡിപ്പെൻസ് ആണ്. കാരണം നമ്മൾ ഇന്റേൺഷിപ്പ് ഏത് കമ്പനികളും ചെയ്യണം, അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മളെന്താ, കുട്ടികളുടെ അടുത്ത് നമുക്ക് അറിയാവുന്ന നമ്മുടെ ജൂനിയേഴ്സിന് സജഷൻ നമ്മൾ കോളേജിന്റെ അടുത്ത് അവരെന്ത് കോഴ്സാണ് പഠിച്ചത്, അപ്പൊ അതില് ജോലി സാധ്യതയുള്ള കമ്പനിയിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നമ്മൾ പറയും. അപ്പൊ അങ്ങനെയാണെന്ന് ഞാൻ അറിയുന്ന കുറച്ച് പിള്ളേര്, അവര് 3 വർഷം IT പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പൊ ഒരു 4-5 മാസം കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ അവരിങ്ങനെ നിൽക്കുന്ന കുറച്ച് പിള്ളേരെ എനിക്കറിയാം. IT ഫീൽഡിലാണെന്ന് വെച്ചാൽ അവർ ഇന്റേൺഷിപ്പ് ചെയ്ത കമ്പനിയിൽ, അപ്പൊ എസ്പാത്തിന്റെ കോട്ടല്ലാത്ത കമ്പനിയിലായിരിക്കും അവര് അത് ചെയ്തിട്ടുണ്ടാവുക, ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവുക. കാരണം നമ്മളിപ്പോ ഇന്റേൺഷിപ്പ് കഴിയും. ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആയിട്ട് കോഴ്സിന്റെ പാർട്ടാണ്. അപ്പൊ ഇന്റേൺഷിപ്പ് തീരും. പക്ഷെ അവര് വർക്ക് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് ജോയിൻ ചെയ്യുന്ന കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റുഡന്റ് പാസിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോലി എന്ന് പറയുമ്പോൾ എസ്പാസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അപ്പൊ ഈ എസ്പാസിന്റെ കോട്ട ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഈ എസ്പാസിന്റെ കോട്ട ഇല്ലാത്ത കമ്പനികൾ IT-കാർക്ക് ജോലി കൊടുക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇന്റേൺഷിപ്പിൽ നമുക്ക് കമ്പനി ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സമയത്ത് നമ്മൾ എസ്പാസ് കോട്ടുള്ള കമ്പനിയിൽ ലോ വോയിസ് ഞാൻ എയർപോർട്ട് കണക്ട് ചെയ്തോണ്ട്. അപ്പോ ഇങ്ങനെ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പ് എന്ന കമ്പനിയിൽ എസ്പാസ് നമുക്ക് കോട്ടുള്ള കമ്പനിയിൽ നമ്മൾ കയറണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ കമ്പനിയിൽ ജോലിക്ക് പറ്റുള്ളൂ. അപ്പൊ അത് നമുക്ക് ഇവിടുത്തെ ടീച്ചർമാരെ ഫേസ് ചെയ്യുന്ന പറയാം. അവരുടെ അടുത്ത് നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ അവർ ഇന്റേൺഷിപ്പിന് കോട്ടുള്ള സമയത്ത് തന്നെ അവരത് ചെയ്യും. കോട്ടുള്ള കമ്പനികൾക്ക് നമുക്ക് ഇന്റേൺഷിപ്പ് അറേഞ്ച് ചെയ്ത് തരും. പിന്നെ അതിനെപ്പറ്റി അറിയാത്തവരായിരിക്കും ചിലപ്പോൾ കോട്ടയില്ലാത്ത കമ്പനിയിൽ കയറുന്നത്. പക്ഷെ അവർക്ക് ജോലി കിട്ടും. പക്ഷെ അതിപ്പോ അവർ പാസ് ഔട്ട് ആവുന്ന സമയത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും അവർക്ക് പാസ് ഔട്ട് ആവും. സെപ്റ്റംബറാണ് അവർ പാസ് ഔട്ട് ആവുന്നത് വെച്ചെങ്കിൽ ഈ ഒക്ടോബർ, നവംബർ, ഡിസംബറിലൊക്കെ ഓരോ കമ്പനിയുടെയും ബോണസ് വരുന്ന സമയമാണ്. അതായത് ഓരോ വർഷം അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബോണസ് വരുന്നത്, അതായത് AWS എന്ന് പറഞ്ഞ ബോണസും അലവൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഇയർ എൻഡ്, അതായത് ഡിസംബർ സമയത്തായിരിക്കും. അപ്പൊ ആ ഡിസംബർ സമയത്തൊന്നും ഒരു എംപ്ലോയീസും വേറെ കമ്പനിയിലേക്ക് മാറില്ല. അപ്പൊ അവർക്ക് കോട്ട ഉണ്ടാവില്ല. പക്ഷെ ജനുവരി, ഫെബ്രുവരി സമയത്തൊക്കെ ആണെന്ന് വെച്ചാൽ അവർ കമ്പനി മാറിക്കഴിഞ്ഞാൽ ആ വേക്കൻസി വരും, അങ്ങനെ ജോലി കിട്ടും.
കിട്ടും. പിന്നെ കൂടുതലും IT സെക്ടറിനാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ സെമി കണ്ടക്ടർ ഫീൽഡിൽ അങ്ങനെ യാതൊരു പ്രശ്നമില്ല. കാരണം ഇപ്പോൾ മൈക്രോൺ സെമി കണ്ടക്ടേഴ്സ് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് അറിയാം. ഈ പറയുന്ന കോളേജും അതും തമ്മിൽ ഭയങ്കര അടുത്താണ്. അപ്പൊ അവിടെയൊക്കെ എന്തായാലും ജോലി കിട്ടും. പിന്നെ ആ ജോലിയുടെ ഭാഗമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. കാരണം നമ്മൾ അതിനുള്ള ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇപ്പൊ കോട്ടുള്ള കോളേജുകളിലേക്ക്, കോട്ടുള്ള ഇന്റേൺഷിപ്പ് കമ്പനികളിലേക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ലിസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ചെയ്തു കൊടുക്കും. ഞാനിപ്പോ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മോന് അതെ, SSLCക്ക് വോയിസ് സംസാരിക്കുമ്പോഴേ ഞാൻ എയർപോർട്ട് കണക്ട് ചെയ്യണം. അപ്പൊ എയർപോർട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോ വോയിസ് ആയിട്ടാ വരുന്നത്. എന്നാലും ക്ലിയർ ആവുന്നുണ്ട്. പറയും. ഹലോ, പറഞ്ഞു കേൾക്കാം. ഞാൻ മോന് വേണ്ടിയിട്ടായിരുന്നേ. മോന് 10th ഫുൾ A+ ഉണ്ടായിരുന്നു. ഇപ്പം +2 വന്നപ്പം 78 ഉള്ളൂ. പിന്നെ അവനിപ്പോ IELTS ചെയ്തിട്ടുണ്ടായിരുന്നു. IELTS ഓവറോൾ 7 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്കിപ്പം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും. ഇപ്പൊ ആക്ച്വലി 2 ടൈപ്പ് വരുന്നത്. ഒന്ന് ഫുൾ A+ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ IELTS കൂടി ഉള്ളത് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ IELTS ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ ഒരു എൻട്രൻസ് എക്സാമിൽ അവർ മെൻഷൻ ചെയ്തില്ലേ, അപ്പൊ IELTS ഇല്ലായിരുന്നെങ്കിൽ അവര് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്ട് കൂടി എഴുതണമായിരുന്നു. പക്ഷെ ഇപ്പൊ IELTS ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് എഴുതണം, അല്ലാത്ത ഫിസിക്സ് കെമിസ്ട്രി മാത്രമേ എഴുതിയാൽ മതി. അപ്പൊ സെക്ഷൻ ഭയങ്കര ടഫാണ്. അത് ഒത്തിരി പിള്ളേർക്ക് കിട്ടുന്നില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിപ്പോ 2 വർഷമായിട്ട് മാത്രമാണ് ഈ എൻട്രൻസ് എക്സാം തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ വർഷം മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് അറിയാൻ പാടില്ല. പക്ഷെ നമ്മളിപ്പോ കോളേജിന്റെ ഇത് പഠിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസിനെ പറ്റി നല്ല ധാരണയുണ്ട്. അപ്പൊ അതിന്റെ നമ്മൾ ബ്രീഫിംഗ് മെറ്റീരിയൽ ഒക്കെ നമ്മൾ ഗ്രീൻവേൾഡിന് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. കാരണം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ വെച്ച് നമുക്ക് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ ഞാൻ വിനോദ് കുമാറിനോട് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഇതിനെ പറ്റിയുണ്ടോ? നമ്മളെ ടോട്ടൽ ഫീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരും? അതെനിക്ക് തോന്നുന്നു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഗ്രീൻവേൾഡ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു തോന്നുന്നു. അതായത് പിന്നെ ഫീസ് എന്ന് പറയുന്നത് ഓരോ കോഴ്സ് അനുസരിച്ചും ഓരോന്നിനും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ട്ണർ ബ്രാഞ്ച് ഉണ്ടാവുമല്ലോ, ആ ബ്രാഞ്ചുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റ് അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കുന്നത് നോക്കുന്നു, എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അപ്ലൈഡ് സയൻസ് ഉണ്ട്, സ്പോർട്സ് ആൻഡ് ഹെൽത്ത് സയൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, ടെക്നോളജി ഫോർ ആർട്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഇൻഫോ കമ്മ്യൂണിക്കേഷൻ, യെസ്, IT, ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടല്ലോ. അപ്പം ഈ കോഴ്സുകൾ അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുന്ന അനുസരിച്ചാണ് ഫീസ് വരുന്നത്. പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഞങ്ങൾ ആ ഫയൽ എടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് മിനിമം അല്ലേ അലൻ ബ്രോ, നമുക്കൊരു 50% സ്കോളർഷിപ്പ് മിനിമം വാങ്ങിക്കൊടുത്തൂടെ കുട്ടികൾക്ക്? ഉറപ്പായിട്ടും. നമുക്ക് ആർട്സ് കോളേജിനാണെങ്കിൽ 50% സ്കോളർഷിപ്പ് എന്തായാലും കിട്ടും. അവർ ജസ്റ്റ് പാസ്സാണെങ്കിൽ കൂടി പാസ്സായാലും മതി. അവർക്ക് ഫീസിന്റെ 50% സ്കോളർഷിപ്പ് നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കും. പിന്നെ അല്ലാതെ 1-2 സ്കോളർഷിപ്പ് കൂടെ ആഡ് ഓൺ ഉണ്ടല്ലേ, അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അവർക്ക് എന്തോ വന്നതിന് ശേഷം. അവരോട് വന്നതിന് ശേഷം നമുക്ക് അവരുടെ ഫീസ് ഇപ്പോ ഒരു എമൗണ്ട് ഒരു 75% അടുത്തൊരു സ്കോളർഷിപ്പ് കൂടി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ $15 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവർ ഫീസ് അടയ്ക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ ഞാനിപ്പോ അതുപോലെ ജീവിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഞാനിപ്പോ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടാണ് PR ആയത്. സ്റ്റുഡന്റ് പാർട്ടി വന്നാണ് PR ആയി. പിന്നെ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോ ഒരു SDB ഓൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മൾ ഇവിടെയൊക്കെ സിംഗപ്പൂരിൽ വരുന്ന ഡിസിഷൻ തെറ്റായി പോയി നമുക്ക് ലൈഫിൽ ഒരിക്കലും നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിന് ഞാൻ ചാറ്റ് സെക്ഷനിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജിന് +2 വേണമെന്ന്. പക്ഷെ എഞ്ചിനീയറിംഗ് കോളേജിന് +2 വേണ്ട. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചെങ്കിൽ 10th ക്ലാസ്സിലോ +2ലോ ഏതിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത്. ഇതിപ്പോ ചില കുട്ടികൾക്കാണെങ്കിൽ 10th ക്ലാസ്സിൽ B+ ഗ്രേഡ് അല്ലെങ്കിൽ താഴെയായിരിക്കും, ചിലപ്പോൾ +2ലായിരിക്കും അവർ കൂടുതൽ മാർക്ക്. അങ്ങനെയാണെങ്കിൽ +2 വെച്ച് അപ്ലൈ ചെയ്യാം. പക്ഷെ അതല്ല, നമുക്ക് 10ലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വെച്ചെങ്കിൽ നമുക്ക് 10th ക്ലാസ് മാത്രം മതി. +2ല് മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല. 10th ക്ലാസ്സിൽ 50 മാർക്ക് ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിനും 10th ക്ലാസ്സിൽ 50% അതിന് മുകളിൽ ഉണ്ടെങ്കിൽ ആർട്സിനും നമുക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പോട് കൂടിയിട്ടുള്ള പഠനം അറേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പൊ വിനോദ് കുമാർ സാറിക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ അവരൊരു ഓഡിറ്റോറിയമാണ്. ഇപ്പൊ വിനോദ് കുമാർ സാറിന്റെ റൈറ്റ് ഉള്ളത് ഒരു ഓഡിറ്റോറിയമാണ്. ഇപ്പൊ റിനോവേഷന് വേണ്ടി അത് കുറച്ച് മെയിൻ്റെനൻസ് പണികൾ ചെയ്യുക. അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും വരുന്നത് ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റിവൽ നടത്തുന്നതിന്റെ ഓഡിറ്റോറിയംസും. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ക്യാമ്പസുകളാണ്. ഓരോ ക്യാമ്പസിലും സ്വിമ്മിംഗ് പൂളുകളും. പിന്നെ ഇപ്പൊ ക്ലാസ്സിന്റെ വെക്കേഷൻ, അതുകൊണ്ടാണ് ആ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ് തുറക്കുമ്പോൾ ഇതൊക്കെ ഓരോ ഹോളുകളാണ്. ഹോളിൽ വെച്ച് ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസ് വരും. അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇപ്പോൾ സൂംബ അല്ലെങ്കിൽ ക്ലാസ്സുകൾ, വയലിൻ ക്ലാസ്, അവർക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ കോളേജ് സപ്പോർട്ടാണ്. ഫ്രീ ഓഫ് കോസ്റ്റിൽ കോളേജ് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും.
പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ആക്സസും പിന്നെ ജിമ്മും അതെല്ലാം ആക്സസും ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ടോട്ടലി ഫ്രീ ആണ്. ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിലെക്കാട്ടിയും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതെ, എഞ്ചിനീയറിംഗിന് 10 കമറുൾ എഞ്ചിനീയറിംഗിന് 10ാം ക്ലാസ്സിലത്തെ മാർക്ക് മാത്രം മതി. എനിക്ക് തോന്നുന്നത് അത് മെൻഷൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോ ചില കുട്ടികൾക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് ഇല്ല, പക്ഷെ പ്ലസ് ടുവിലാണ് കൂടുതൽ മാർക്ക് ഉണ്ട്, അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ പ്ലസ് ടുത്തെ മാർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ യൂഷ്വലി 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് നല്ല ഇവിടുത്തെ മാർക്ക് ഒരു ഉണ്ടെങ്കിൽ മ്യൂസിക്കിന്റെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ എൻട്രി ഇല്ല, എന്നാലും ഇതുപോലെ നമ്മുടെ അഭിരുചി എന്താണ് അതുപോലെ പല ആക്ടിവിറ്റീസ് അവിടെ നടക്കും. ഇപ്പൊ നമുക്കിപ്പോ കരാട്ടെ ആണോ അല്ലെങ്കിൽ തായ്ക്വാൻഡോ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പൊ പാട്ടാണോ അല്ലെങ്കിൽ ഡാൻസ് ആണോ വയലിൻ മ്യൂസിക് അങ്ങനത്തെ എന്ത് കോഴ്സ് ആണെങ്കിലും നമുക്ക് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് സൗണ്ട് നമ്മുടെ ക്ലാരിറ്റി അഭിരുചി കുറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് നമുക്ക് ഇവിടെ കോഴ്സിൽ നമുക്ക് അതിന്റെ ഒപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ കഴിവ് സമയം വേണ്ടി മാറ്റിക്കാൻ പറ്റും. ഫ്രീ ആണ്. എല്ലാവരും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ വോയിസ് ഓവർ വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇല്ല ബ്രോ, അക്ഷയ് ഇയർ ഗ്യാപ്പ് കുഴപ്പമില്ല. ഇയർ ഗ്യാപ്പ് ഇവിടെ പ്രശ്നമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏജ് ലിമിറ്റ് ഇല്ല, ഇയർ ഗ്യാപ്പും പ്രശ്നമില്ല. നമുക്കതാണ് ഇയർ ഗ്യാപ്പ് പ്രശ്നമല്ല. നമുക്ക് സ്കോളർഷിപ്പ് നമുക്ക് അച്ചീവ് ചെയ്യാം. ഇപ്പൊ സിംഗപ്പൂർ അമേരിക്കയുടെ ഒരു കൾച്ചറാണ് ഇവർ കൂടുതലും ഫോളോ ചെയ്യുന്നത്. അതായത് സ്റ്റഡിക്കാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഇന്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ പർപ്പസ് കറക്റ്റ് ആണെങ്കിൽ, ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു 33 വയസ്സുള്ളവർ വരെ കണ്ടിരുന്നു അല്ലേ അല്ലനെ? 33 അതെ 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 വയസ്സുള്ളവര്. അതെ അപ്പൊ എത്ര ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും വിചാരിക്കുക. 35 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉറപ്പായിട്ടും. പിന്നെ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാണല്ലോ നമ്മൾ ഫീസ് അടയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അപേക്ഷിക്കുന്നതിന് തെറ്റില്ലല്ലോ. ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഫീ മാത്രമേ നമുക്കൊരു എക്സ്പെൻസ് വരുള്ളൂ. നമുക്കത് അപേക്ഷിച്ചതിന് ശേഷം നമുക്ക് സ്കോളർഷിപ്പ് കിട്ടിയാൽ മാത്രമായിരിക്കും നമ്മൾ ഫീസും ബാക്കിയുള്ള അതർ എക്സ്പെൻസിലേക്കും പോവുക. അതുകൊണ്ട് നമുക്കൊന്ന് അപേക്ഷിക്കാൻ അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നതിന് തെറ്റില്ലല്ലോ. ലോട്ടറി എടുത്താലല്ലേ ലോട്ടറി അടിക്കുള്ളൂ. പിന്നെ ഈ MBA പ്രോഗ്രാം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോ ഈ ഒരു 2 കോഴ്സ് അല്ലാണ്ട് ഇവിടെ എന്ത് പഠിച്ചാലും ഇവിടെ നമുക്ക് PR കിട്ടില്ല. ബൈ റൈറ്റ് സിംഗപ്പൂർ ഗവൺമെന്റ് ലോ വെച്ച് ഇവിടെ കിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ PhD അല്ലെങ്കിൽ ഇവിടെ വേറെ ബാക്കിയുള്ള പ്രോഗ്രാംസ് MBA എല്ലാം ഉണ്ട്. പക്ഷെ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. 50 ലക്ഷം 60 ലക്ഷം രൂപയായിരിക്കും അതിന്റെ ഫീസ് വരും. അപ്പൊ അത്രയും ഫീസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാലോ. ഇവിടെ MBA 60 ലക്ഷം കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവിടെ അത് അത്രയും നിങ്ങൾ എക്സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് PR എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ PR കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഓക്കെ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഇവരുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറെ MNCകൾ ഉണ്ട്, കുറെ മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട്. ആ മൾട്ടിനാഷണൽ കമ്പനീസിൽ ഇന്ത്യൻസിനെ, നല്ല ബ്രേവ് ആയിട്ടുള്ള ഇന്ത്യൻസിനെ അവർക്ക് ഹയർ ചെയ്യണം. അപ്പൊ അതിന് അവര് ഇവിടുത്തെ ഒരു കൾച്ചറിനെ പരിചയപ്പെടാൻ വേണ്ടി ഇവിടെ അവർ തന്നെ ഗവൺമെന്റിന് സ്കോളർഷിപ്പ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ഇവിടുത്തെ കമ്പനികളിൽ ഹയർ ചെയ്തിട്ട് നമ്മളവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു മാൻ പവർ, ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു മാൻ പവർ എക്സ്ട്രാ വരില്ലേ. അപ്പൊ അതിനുവേണ്ടി നമ്മളെ ബിൽഡ് ചെയ്യണം അവർ. ഇപ്പൊ മോസ്റ്റ്ലി 10ാം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന കുട്ടിയാണെങ്കിൽ അവനൊരു 18 വയസ്സ് 17 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ അവന്റെ ചെറുപ്പത്തിൽ അവനെ ബിൽഡ് ചെയ്തിട്ട് ഇവിടുത്തെ ട്രെയിനിങ് കൊടുത്തിട്ട് അവൻ അതിനുവേണ്ടി സജ്ജമാക്കുന്ന രീതിയാണ് ഇവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ നമുക്ക് നല്ല സാലറി വരുന്നുണ്ട് ഇവിടെ. നമുക്ക് ആദ്യം ജോലിക്ക് കയറുമ്പോൾ സാലറി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തില്ലല്ലോ. ഇപ്പോഴത്തെ എസ്പാസിന്റെ ബേസിക് സാലറി എന്ന് പറയുമ്പോൾ $3500. $3500 അവന് ഓട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4500 വരും. 4500 വരുമ്പോൾ 2,50,000 മുകളിൽ ഇന്ത്യൻ രൂപയിൽ വരും. അതൊരു ഫ്രഷർക്ക്. വേറൊരു കൺട്രിക്കും എനിക്ക് തോന്നുന്നു ഫ്രഷർക്ക് ഇത്രയും മാത്രം റേറ്റിൽ ഒരു ജോലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ തോന്നുന്നില്ല. അപ്പൊ പ്രൈവറ്റ് കോളേജിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ PR എടുക്കാനോ ഒന്നും കഴിയില്ല. ഒരു വർഷം കഴിഞ്ഞാൽ തിരിച്ചു പോരണം. ഇല്ല, പ്രൈവറ്റ് കോളേജിന് ഗ്രീൻ വേൾഡിന്റെ എനിക്ക് അറിയാൻ പാടില്ല. പ്രൈവറ്റ് കോളേജിൽ ഞാൻ അറിഞ്ഞിടത്തോളം പ്രൈവറ്റ് കോളേജിൽ ഗവൺമെന്റ് അത് അപ്രൂവ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല, ഇല്ലീഗൽ ആണ്. പിന്നെ അവരെ 1 വർഷത്തെ കോഴ്സാണ്. 1 വർഷത്തെ കോഴ്സിൽ PR കൊടുക്കാനാണെന്നുവെച്ചെങ്കിൽ എല്ലാവർക്കും എന്തിനാണ് ഗവൺമെന്റ് കോളേജിൽ പഠിക്കേണ്ട ആവശ്യം? എല്ലാവരും PR പഠിച്ചാൽ മതിയല്ലോ. പ്രൈവറ്റ് പഠിച്ചാൽ മതിയല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് 3 വർഷം പഠിച്ചിട്ട് PR ആവേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ 1 വർഷത്തിന്റെ കോഴ്സിൽ നിങ്ങൾ തന്നെ അടുത്ത് അഡ്വർടൈസ് ചെയ്യുന്നവർ അങ്ങനെ പലതും പറഞ്ഞാലും, ടു ബി വെരി ഫ്രാങ്ക്, പ്രൈവറ്റിൽ 1 വർഷത്തെ കോഴ്സ് പഠിക്കുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് PR കിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് പാർട്ട് ടൈം ഇല്ലീഗലാണ്.
പാർട്ട് ടൈം ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും പാർട്ട് ടൈം ചെയ്യുന്ന കുട്ടികളെയും കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ഇവിടെ ജീവിക്കണം വെച്ചെങ്കിൽ ചെലവ് വരും. കാരണം അവർക്ക് വീടിന്റെ വാടകയും ഭക്ഷണം കഴിക്കാനൊക്കെ പൈസ വേണ്ടി വരും. അപ്പൊ അവര് പാർട്ട് ടൈം ചെയ്യും. പക്ഷെ അത് വൺസ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിപ്പോർട്ട് ചെയ്യാൻ വരെ ചാൻസ് ഉണ്ട്. അതായത് ഇത്രയും രൂപ ചെലവാക്കിയതൊന്നും അവർക്ക് ഗവൺമെന്റ് നോക്കില്ല, നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കും. അതുകൊണ്ട് തന്നെ എന്റെ ഒരു ഹെൽത്തി അഡ്വൈസ് എന്താണെന്ന് വെച്ചെങ്കിൽ ഗവൺമെന്റ് കോളേജിൽ മാത്രം പഠിക്കാനാണ് നല്ലത്. അത് നിങ്ങൾക്ക് PR കിട്ടും, നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങൾ ഒരിക്കലും ഇവിടെ വന്നിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലൈഫ് സ്റ്റേബിൾ ആയിരിക്കും. ഞാൻ 18 വയസ്സിലൂടെ വന്നവനാണ്. ഇപ്പൊ എനിക്ക് 9 വർഷം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഹാപ്പിയാണ്, ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ചേട്ടാ ഹലോ. പറയും. ചേട്ടൻ നേരത്തെ ഒരു $3,500 ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ ഒരു അതെ ഫ്രഷറിന്റെ അതെ സ്റ്റാർട്ടിംഗ് സാലറി. അതെ അത് നമുക്ക് അത് എക്സ്ക്ലൂഡിംഗ് ടാക്സ് ആണോ അതോ ഇൻക്ലൂഡിംഗ് ടാക്സ് ആണോ? നമ്മൾ ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതാണോ? അത് അറിയോ എങ്ങനെയാണോ? ഓരോ മാസം നമുക്ക്, അല്ലെ, ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അവിടെ നെറ്റ്വർക്ക് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നത്. അപ്പോ ഞാൻ ഇതുപോലെ തന്നെ അതുകൊണ്ടാ ആദ്യം ചോദിച്ചത്. പഠിച്ചിറങ്ങിയിട്ട് എക്സ്പാസ് ആയിട്ടാണ് കയറിയത്. എക്സ്പാസ് ആവും കയറുമ്പോൾ ഞാൻ കയറുന്ന സമയം എന്ന് പറയുമ്പോൾ 5-6 വർഷം മുമ്പ്. അപ്പൊ ആ സമയത്ത് 2,500 ആയിരുന്നു ബേസിക് സാലറി വന്നിരുന്നത്. ഇപ്പൊ അത് 3,500 ആണ്. 3,500 ഫുൾ എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ഈ 3,500 നമ്മുടെ കയ്യിൽ കിട്ടും, സിംഗപ്പൂർ ഡോളേഴ്സ് കയ്യിൽ കിട്ടും. ഓക്കെ പിന്നെ നമ്മൾ ഓക്കെ PR ആയ മാത്രമാണ് ഇവിടെ ടാക്സ് വരുന്നത്. ടാക്സ് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഇപ്പോ ഒരു വർഷത്തെ ടാക്സ് ഒരു വട്ടാണ് വരുള്ളൂ. ഒരു വർഷത്തെ ടാക്സ് വൺസ് ഇൻ എ ഇയർ. അതെന്ന് പറയുമ്പോൾ അറൌണ്ട് ഒരു 25,000 രൂപ ഇന്ത്യൻ റുപ്പീസ് ആണ് ടാക്സ് ആയിട്ട് വരുള്ളൂ ഒരു വർഷം. അത് അത് PR അത് ആയതിനു ശേഷം. നമുക്കിപ്പോ PR എടുത്തതിന് ശേഷം നമ്മളൊരു ജോലിക്ക് കയറി PR എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ജോലി വൺ ടൈം ആയിട്ട് പിടിക്കുമോ അതോ മന്ത്ലി ആയിരിക്കുമോ? ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം. ഓക്കെ ഓക്കെ. അതെ. അതുപോലെ തന്നെ നമുക്ക് ലോകത്തിലെ ഈ ഇപ്പം എന്റെ സണ്ണ് ഓസ്ട്രേലിയയിലാണ്. അവനിപ്പം 45% സ്ലാബിലാണ് അവൻ വന്നിരിക്കുന്നത്. ഹൈലി ടാക്സ് ആണ് മറ്റുള്ള കൺട്രീസ്. അതുപോലെ തന്നെ US, കാനഡ, ഓസ്ട്രേലിയ ഒക്കെ ഹൈലി ടാക്സ് പേഴ്സൺ. പക്ഷെ സിംഗപ്പൂരിന്റെ ഏറ്റവും വൺ ഓഫ് ദി ഒരു ബെനിഫിറ്റ് ടാക്സ് വളരെ ലെസ് ആണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് തോന്നുന്നു ഇവിടെ 20% ആണോ ടാക്സ് ഉണ്ടേ പോലും, അങ്ങനെയാ മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലേ, ഹയർ സ്ലാബ് 20% വരുന്നത് നമ്മൾ മറ്റേ കമ്പനി ആണെങ്കിൽ നമ്മുടെ ശരി CPF എമൗണ്ടിലേക്ക് 20% കമ്പനിയുടെ ഒരു കോൺട്രിബ്യൂഷൻ വരും. പിന്നെ നമ്മൾ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും. അങ്ങനെ വരുന്നത്. പക്ഷെ ഈ ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാലറിക്ക് അനുസരിച്ച് മാറി വരും. പക്ഷെ ഒരു യൂഷ്വലി 25,000 to 30,000 ആണ് ഒരു വർഷത്തിൽ വരുന്നത്. ഒരു അത് ആവറേജ് ഈ affordable സാലറി ആണ്. വാങ്ങുന്ന ഒരാൾക്ക് അത്രേ വരുള്ളൂ എന്നർത്ഥം. ഒരു നാട്ടിലൊരു 2.25 ലക്ഷം അല്ലെങ്കിൽ ഒരു 3 ലക്ഷത്തിന്റെ അടുത്ത് സാലറി വാങ്ങുന്ന ഒരാളാണെന്നുവെച്ചെങ്കിൽ ഒരു വർഷത്തിൽ 25,000 രൂപ അടുത്ത ടാക്സ് വരുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ എങ്ങനെയായിരിക്കും ഇവിടെ? ഓട്ടോമൊബൈൽ കോഴ്സസ് നമുക്കിപ്പോ പറയുന്ന പോലെ ഇപ്പൊ ഓട്ടോമൊബൈലിന്റെ ഇൻഡസ്ട്രി വരുന്നത് നമുക്ക് കൂടുതലും ബാച്ചിലേഴ്സ് പഠിക്കുന്ന സമയത്ത്, അതായത് അങ്ങനെ ഓട്ടോമൊബൈൽ ആണ് നിന്റെ പാഷൻ വെച്ചെങ്കിൽ നീ ആദ്യമേ ഒരു കോമൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സിന് ജോയിൻ ചെയ്യുക. കോമൺ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നിനക്ക് ഏത് വിഭാഗത്തേക്ക് വേണമെങ്കിലും നിന്റെ അഭിരുചിക്ക് അനുസരിച്ച് മാറും. അപ്പോ കോമൺ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തിട്ട് നീ ബാച്ചിലേഴ്സിന്റെ സമയത്ത് ഓട്ടോമൊബൈലിൽ നീ സ്പെഷ്യലൈസ് ചെയ്താൽ മതി. അല്ല, ഓൾറെഡി ഞാൻ ബാച്ചിലേഴ്സ് ആണ്. പക്ഷെ നാട്ടിലത്തെ എന്ത് സർട്ടിഫിക്കറ്റോ നാട്ടിൽ എന്ത് പഠിച്ചാലും ഇവിടെ അതിന് വാല്യൂ ഇല്ല ബ്രോ. ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ വേറെ രാജ്യത്ത് പോകുമ്പോൾ അവിടെ എന്ത് പഠിച്ചോ അതിനാണ് ഇവിടെ വില കൽപ്പിക്കുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ കോഴ്സ് പഠിച്ചാൽ മാത്രമേ ഇവിടെ ജോലി കിട്ടുള്ളൂ. അപ്പൊ ചേട്ടൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേർന്നിട്ട് പിന്നെ ഓട്ടോമൊബൈലിലോട്ട് സ്പെഷ്യലൈസ് ചെയ്യണം. ഇനിയിപ്പോ ആ സമയത്ത് നിനക്ക് ഇപ്പൊ ഓട്ടോമൊബൈൽ അല്ല, നിനക്ക് വേറെ ഏതെങ്കിലും ആ സമയത്ത് ഇൻട്രസ്റ്റ് അതിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. കാരണം നമുക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് കോഴ്സിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രയോറിറ്റി. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വൺസ് PR ആയി കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഒരു സമയത്ത് തോന്നുകയാണ് നമുക്കിപ്പോ എനിക്ക് ഒരു ജോലിയും ചെയ്യണ്ട, എനിക്കിപ്പോ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ മതി. നമുക്ക് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു PR-ന് ഇവിടെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഷോപ്പ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കിപ്പോ നമ്മുടെ ഒരു നാട്ടിലെ പോലെ ഒരു ബുട്ടീക്കിന്റെ ഷോപ്പോ അല്ലെങ്കിൽ നമുക്കൊരു ക്ലോത്തിങ് സ്റ്റോറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു കമ്പനി ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും PR ആയി കഴിഞ്ഞാൽ. അതൊക്കെ PR-ന് നല്ല അഡ്വാൻറ്റേജസ് ആണ്. അപ്പൊ നമുക്കൊരു സമയത്ത് തോന്നുകയാണ് ഓക്കെ ഞാനിപ്പോ എനിക്ക് സ്വന്തം ഒരു ബിസിനസ് എന്റർപ്രണർ ആണ് എന്റെ പാഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ ആണ് ഒരു പാഷൻ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് PR ആയി കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് വേണ്ടത് PR ആയിട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. എയറോനോട്ടിക്കൽ ഉണ്ട് ബ്രോ, എയറോനോട്ടിക്കലും എയറോസ്പേസും എല്ലാം ഉണ്ട്. ആ എഞ്ചിനീയറിംഗിന്റെ എല്ലാം അങ്ങനെ എഞ്ചിനീയറിംഗിന്റെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ എഞ്ചിനീയറിംഗിന്റെ കോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം ഗ്രീൻ വേൾഡ് നിങ്ങൾക്ക് ഒരു ബ്രോഷർ പോലെ തരുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ കൾച്ചർ മനസ്സിലായിട്ട് ഇവിടെ വേറെ ഏതെങ്കിലും ടൈപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം, അതെല്ലാം ഇവിടെ നമുക്ക്
PR ആയി കഴിഞ്ഞാൽ നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും സ്വിച്ച് ചെയ്യാൻ പറ്റും. ഈ PR ആവാൻ ഇത് വേണ്ടിയിട്ട് 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനൊരു ജോലിക്ക് വരാം. കാര്യം സജക്ട് ചെയ്യുന്നത്, ഞാനൊരു കാര്യം സജക്ട് ചെയ്യാണ്. ഇപ്പൊ Sure. നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിൽ തന്നെ ഒരു ചേഞ്ചസ് വരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടില് ഇപ്പൊ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ PG പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നുണ്ടോ? ഇല്ല. അത് ആ ഡിഗ്രി അല്ലെങ്കിൽ PG എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ഹയർ എഡ്യൂക്കേഷന് മാത്രമാണ് അത് പ്രയോജനപ്പെടുന്നുള്ളൂ. ഒരു എന്റർപ്രണറിന്റെ ആംഗിളിൽ അല്ലെങ്കിൽ ഒരു ജോബ് പ്രൊവൈഡറിന്റെ ആംഗിളിൽ അവർ നോക്കുന്നത് ആ ഒരു കുട്ടി അവരുടെ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് എടുക്കുമ്പോൾ ആ ജോലി ചെയ്യാൻ, അതായത് ഒരു സ്കില്ലുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജുകളെല്ലാം കൊടുക്കുന്ന ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഒരു സ്കില്ലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 3 വർഷം കൊണ്ട് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ അല്ല ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കില്ലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ സ്കില്ല് ഉള്ളത് കൊണ്ട് തന്നെയാണ്, ആ സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഇങ്ങോട്ട് തരുന്നത്. ഇപ്പോൾ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കോൺട്രാക്ട് ഉണ്ട്. ആ ഒരു ജോബ് കോൺട്രാക്ടിനകത്ത് 3 വർഷമായാലും മിനിമം ഇവിടെ ജോലി ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ആ ജോലി അതുകൊണ്ടാണ് ഗവൺമെന്റ് നമുക്ക് വേണ്ടി പൈസ അടയ്ക്കുന്നത്. അല്ലെ നമുക്കൊരു ഇന്ത്യൻ അല്ല ഒരു മലയാളിക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയാണ് ഒരു സിംഗപ്പൂരിയൻ ഗവൺമെന്റ് നമുക്ക് വേണ്ടി പൈസ അടയ്ക്കുന്നത്? അപ്പം നമുക്ക് വേണ്ടി പൈസ അടയ്ക്കുന്നതിന്റെ അർത്ഥം ഈ സ്കില്ല് പഠിച്ചതിന് ശേഷം ഈ രാജ്യത്ത് ആ ഒരു തൊഴിൽ നമ്മൾ ചെയ്യണം. അപ്പൊ 3 വർഷം നമ്മൾ അതുകൊണ്ടാണ് 3 വർഷം സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 വർഷം സ്റ്റേ ബാക്ക് സമയത്ത് നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? PR ലഭിക്കുന്നു. PR ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും പഠിക്കാമല്ലോ. ഇപ്പം നമ്മുടെ പാഷൻ അനുസരിച്ച് PG വേണം, PGക്ക് പോകാം. വെറുതെ നമ്മൾ ഇപ്പം നാട്ടിലെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PG പഠിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ UK പോയി, കാനഡയിൽ പോയി. ഇപ്പം UK പോയി കഴിഞ്ഞാൽ അവിടെ PG ചെയ്തു, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്തു, അല്ലെ വേറെ എന്തെങ്കിലും ചെയ്തു. പക്ഷെ അത് പോയി വേറെ കാര്യങ്ങളിലാണ് അവർക്ക് ജോലി കിട്ടുന്നില്ല സെയിം ഫീൽഡിൽ. പക്ഷെ നമ്മളിവിടെ ഈ സ്കില്ലാണ് പഠിക്കുന്നത്. അപ്പൊ സ്കില്ല് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമുള്ള വേക്കൻസിക്ക് അനുസരിച്ചുള്ള സീറ്റ് മാത്രമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവിടെ എത്രമാത്രം ജോബ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമായിട്ടുള്ള ആ സെയിം അഡ്മിഷൻസോ ഉള്ളൂ ആരെടുക്കുന്നുള്ളൂ, ഈ ഒരു സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജിലേക്ക് എടുക്കുന്നുള്ളൂ. പക്ഷെ നേരെ തിരിച്ചാണ് പ്രൈവറ്റ് കോഴ്സുകൾ. ഇപ്പം അലൻ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് കോഴ്സ് ഒരിക്കലും ഇവർക്ക് ഇവിടെ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ പഠനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തിരിച്ചു പോക്കണം. പിന്നെ അതുപോലെ തന്നെ പാർട്ട് ടൈം ചെയ്യാൻ ഇവിടെ ഇല്ലീഗലാണ്. 1 വർഷത്തെ കോഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രൈവറ്റിലെല്ലാം. ഗവൺമെന്റ് കോളേജിന്റെ ലോജിക്ക് ഇതാണ്, നമുക്കൊരു PR മാറാൻ അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് മാറാൻ ഉള്ള ഒരു തോട്ട് പ്രോസസ്സോട് കൂടി നമ്മൾ കയറി വരികയും ഒരു സ്കിൽ പഠിക്കുകയും ആ സ്കില്ലിന്റെ ഹയർ എഡ്യൂക്കേഷൻ പോകണമെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഡിഗ്രിയിലേക്കോ, എനിക്ക് തോന്നുന്നു അലൻ ബ്രോ ഈ 3 വർഷം ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം ഡിഗ്രി പഠിക്കാൻ എത്ര നാൾ? ഒരു വർഷം കൊണ്ട് മതി തോന്നുന്നല്ലേ? അതോ 1 വർഷം. നമ്മളിപ്പോ നാട്ടിലെ പോലെ തന്നെ, നമ്മുടെ നാട്ടിൽ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളതുപോലെ തന്നെ നമ്മൾ വൺസ് ഒരു ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ 1 വർഷം മതി. 1 വർഷം. ഞാനിപ്പോ പഠിച്ചത് റിന്യൂവബിൾ എനർജി പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ആയിരുന്നു. അതായത് എഞ്ചിനീയറിംഗിൽ തന്നെ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോ ഈ കൂടുതൽ പച്ചപ്പിനെ കുറെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കുറച്ചുകൂടി ഓപ്ഷൻ IT-ക്കാണ് കൂടുതൽ ഓപ്ഷൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ബാച്ചിലേഴ്സ് സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്കിംഗ് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്കിംഗിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാം NUS എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളേജിനെ പറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഒരു ടോപ്പ് 10 വരുന്ന ഒരു കോളേജാണ്. അവിടെ ഞാൻ നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോ നമുക്ക് പാഷൻ നമ്മുടെ എന്താണോ അതിനനുസരിച്ച് നമുക്ക് ബാച്ചിലേഴ്സിനും സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ അതല്ല, നിങ്ങൾക്ക് വേറെ സെമി കണ്ടക്ടർ ഫീൽഡ് ഏത് ഫീൽഡിലേക്കാണ് മാറാം. PR ആകുമ്പോൾ അങ്ങനെ ബെനിഫിറ്റ് ഉണ്ട്. ചേട്ടാ പിന്നെ വേറൊരു കാര്യം ചേട്ടൻ പറഞ്ഞല്ലോ, ഇപ്പം കോഴ്സ് കഴിഞ്ഞ് നമുക്ക് എസ്പാസ് കിട്ടി PR കിട്ടുമ്പോൾ മാത്രമേ സ്പൗസിനെ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന്. അപ്പോ നിലവില് ഡിപ്പെൻഡന്റ് അവിടെ വരുമ്പോൾ ഡിപ്പെൻഡന്റ് ഫ്രഷർ ആയിരിക്കുമല്ലോ. ഡിപ്പെൻഡന്റിന്റെ കയ്യിൽ ഒന്നുമില്ല, ആകെപ്പാടെ നാട്ടിലുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നാട്ടിലുള്ള എക്സ്പീരിയൻസ് ഒരിക്കലും അവിടെ വാലിഡ് ആവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ഡിപ്പെൻഡന്റിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കും അവിടെ എന്ന് പറയുമ്പോൾ വ്യത്യാസം വരുന്നത്, നമ്മൾ ഇപ്പൊ നമ്മുടെ വൈഫ് വരികയാണെച്ചെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് വരികയാണെച്ചെങ്കിൽ അവർ വരുമ്പോൾ അവര് ആദ്യമേ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ അവർ ഡിപ്പെൻഡന്റ് PR എന്ന് പറഞ്ഞ ഒരു വിസ പാസിലായിരിക്കും അവർ വരിക. അവരുടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ 6 മാസം താമസിക്കുകയാണെച്ചെങ്കിൽ നമുക്ക് അവിടെ PR-ന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ അവർ വൺസ് അത് അപ്രൂവ് ആയിട്ട് PR ആയി കഴിഞ്ഞാൽ PR-ന് ഈ ക്വാളിഫിക്കേഷന്റെ വിത്തിൻ ക്വാളിഫിക്കേഷന്റെ ആവശ്യം അങ്ങനെ വലുതായിട്ട് വരുന്നില്ല. PR-ന് ഇവിടുത്തെ സിംഗപ്പൂർ PR-ന് അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്തുവേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോ അതിന്റെ ഒപ്പം PR ആയി കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അതല്ല, നിങ്ങൾക്ക് ഇപ്പോ ഒരു കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യണം എന്ന് വെച്ചെങ്കിൽ നമുക്ക് PR ആയതിന്റെ ശേഷം ഇവിടെ നമുക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും ചെയ്യാം. ആ കോഴ്സിന് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോൾ ഒരു $5000 ചെലവെച്ചെങ്കിൽ ഇവിടെ PR ആയിട്ട് ഒരു കോഴ്സ് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതിന് 80% കുറവ്, അതായത് ഒരു $1000 വരുന്നുള്ളൂ. PR ആകുമ്പോൾ അങ്ങനെ ബെനിഫിറ്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലിക്കിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഇപ്പൊ യൂഷ്വലി ഇപ്പൊ ഒരു ഹൗസ് കീപ്പർ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ
അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ സ്കില്ല് ഡിമാൻഡ് ചെയ്യാത്ത ജോലികൾ ചെയ്യണമെന്ന് വെച്ചാൽ പി ആറിന് ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്പൗസിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിന്. അതാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. നിലവിൽ ഇപ്പൊ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ എന്താ പറയുക, അപ്പം വന്നു സപ്പോസ് ഞാനിപ്പോ എന്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ ഇവിടെ വന്നു, ആഹ് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് എടുത്തു, പഠിച്ചു, ഒരു സ്ഥലത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുവാണെന്നിരിക്കട്ടെ. ആ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനി തന്നെ നമുക്ക് എസ് പാസ് തരത്തില്ലേ? അതോ വേറെ സ്റ്റേ ബാക്ക് സമയത്ത് നമ്മൾ വേറെ ജോലി അന്വേഷിക്കണോ? രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനിയിൽ നമുക്ക് കോട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ ആ കമ്പനിക്കാർ തന്നെ നമുക്ക് എസ് പാസ്പോർട്ട് വന്നിട്ട് നമ്മളതിനെ അവർ ഹയർ ചെയ്യും. ഇനി അതല്ല, നമ്മൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയിൽ കോട്ട ഇല്ലെങ്കിൽ, എസ് പാസ് കോട്ട ഇല്ലെങ്കിൽ നമ്മൾ വേറെ കമ്പനിയിൽ ആപ്ലിക്കേഷൻ വെക്കണം. പക്ഷെ ഈ ഞാൻ പറഞ്ഞ പോലെ 50,000 മലയാളികളുള്ള ഒരു രാജ്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, ഇപ്പൊ IT ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ സെമി കണ്ടക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിക്കോട്ടെ, എയറോസ്പേസ് ആയിക്കോട്ടെ, എയറോനോട്ടിക്കൽ ആയിട്ട് എല്ലാ ഫീൽഡിലും നമ്മുടെ മലയാളികൾ ഉണ്ടാവും. അപ്പൊ യൂഷ്വലി നമ്മളിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഞാനിപ്പോ എന്റെ ജൂനിയേഴ്സിനൊക്കെ ചെയ്ത എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ അവരുടെ റെസ്യൂമി വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മുടെ മാനേജറിന്റെ അടുത്ത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പ്രൊഫൈൽ കൊടുക്കുക ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സാധാരണ കമ്പനിയിൽ ഇങ്ങനെ അന്വേഷിച്ചിട്ട് വേറൊരു പ്രൊഫൈല് അവരുടെ വെബ് പോർട്ടൽ വഴി അങ്ങനെയുള്ള പരിപാടി അല്ലല്ലോ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ ജോലി ശരിയാക്കി കൊടുക്കണം. പക്ഷെ ഇതൊന്നും മറ്റുള്ള ഏജൻസികാർ ചെയ്യാൻ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഗ്രീൻ വേൾഡിന്റെ വഴി വരികയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ അവരുടെ നിലവിൽ റെസ്യൂമൊക്കെ ഒക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കമ്പനിയിൽ കൊടുക്കും. ചേട്ടാ ഞാന് മാർക്കറ്റിംഗ് ആണ്, ഞാൻ ഫാർമയിലാണ്. ഞാനിപ്പോ ഇവിടെ ഫാർമയിലാണ് ഞാനിപ്പോ ഇവിടെ ഡിവൈസസിലാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോ ആഹാ. ഞാനിപ്പോ എഞ്ചിനീയറിംഗ് കോഴ്സ് എടുത്ത് വന്നു. ഞാൻ ഓൾറെഡി തന്നെ ഞാൻ ചേട്ടനെ മെൻഷൻ ചെയ്തു, ഞാനൊരു ഫോർക്ലിഫ്റ്റ് ലൈസൻസ് ഹോൾഡറാണ്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാനൊരു കോഴ്സ് എടുത്തു, പഠിച്ചു, ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. അപ്പം എനിക്ക് ഇതേപോലെ PR ഓപ്ഷൻ കിട്ടിയാൽ എനിക്ക് ആ ജോബ് സെലക്ട് ചെയ്യാമോ? ഉറപ്പായിട്ടും. അതോ പക്ഷെ ബ്രോന് ഈ ഇപ്പൊ അങ്ങനെ സ്വിച്ച് ചെയ്യണ വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ സ്വിച്ച് ചെയ്യണ വെച്ചെങ്കിൽ ഇപ്പൊ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ്, 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ വൺസ് PR അതിന്റെ ശേഷം ഇപ്പൊ അതിലേക്ക് ഇപ്പൊ അത് അഡീഷണൽ സ്കില്ല് ഡിമാൻഡ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ പഠിക്കണ്ട, കോഴ്സ് എടുക്കണ്ട, ഒരു സർട്ടിഫിക്കേഷൻ ചെയ്താൽ മതി. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ആ ജോബിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ അസിസ്റ്റൻസും അപ്പം ഇവിടെ നിന്ന് തന്നെ കിട്ടുമായിരിക്കും അല്ലേ? അപ്പം പിന്നെ സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. പക്ഷെ ആ സമയത്ത് ഇതുപോലെ 1 വർഷം കളയേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ നമുക്ക് ഒപ്പിച്ചാൽ മതി. ഇപ്പൊ ഈ ഏത് ഫീൽഡിലേക്കാണ് നിങ്ങൾക്ക് മാറുന്നത്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മതിയാവുമോ? പേരുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവില്ല ബ്രോ. കാരണം നമ്മൾ ഇവിടെ ചെയ്തല്ലോ. അപ്പൊ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇപ്പൊ ആ ഒരു അതെ. കോഴ്സ് ഇപ്പൊ അല്ലെങ്കിൽ ആ ഒരു ജോലി ഏതാണ് ഡിമാൻഡ് ചെയ്യണം, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ. അതിന് സെപ്പറേറ്റ് ബാച്ചിലേഴ്സ് ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ, താങ്ക് യു. നോ വറീസ് ബ്രോ. ഇവിടുത്തെ കോളേജ് ഏതൊക്കെയാന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് കോളേജുകളെല്ലാം തന്നെ നമുക്ക് ചെയ്യുന്നതാണ്. അതെ. അപ്പൊ അത് പറയുകയാണെന്നുവെച്ചെങ്കിൽ റിപ്പബ്ലിക് പോളി, ടെമാസക് പോളി, NP, NYP, FP എന്ന് പറഞ്ഞ കുറെ അഞ്ച് എഞ്ചിനീയറിംഗ് 5 ഗവൺമെന്റ് പോളികളും, ആർട്സിനാണെന്നുവെച്ചെങ്കിൽ ലെസൽ, നഫ് എന്ന് പറഞ്ഞ 2 ഗവൺമെന്റ് പോളികളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലീഗലായിട്ട് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്ന PR കൊടുക്കുന്ന 7 കോളേജാണ് സിംഗപ്പൂരിൽ നമ്മുടെ കോഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ളത്. ചേട്ടാ, ഒരു ഡൗട്ടും കൂടെ. ഈ എസ് പാസ് കിട്ടിയാൽ മാത്രമേ PR കിട്ടത്തുള്ളൂ എന്നുണ്ടോ? 3 വർഷം നമ്മൾക്ക് ഇപ്പം സപ്പോസ് ഇപ്പം നമ്മള് ഇത് ജോലി നമുക്ക് ഫുൾ ടൈം കിട്ടിയില്ല, നമുക്ക് പാർട്ട് ടൈം ആണ്, ഒരു പക്ഷേ നമുക്കൊരു ഉം. 1 വർഷം കൂടെ പാർട്ട് ടൈം ചെയ്യേണ്ടി വന്നു. 1 വർഷം കൂടെ നമുക്ക് പാർട്ട് ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുവാണ്. അപ്പം ആ കമ്പനി അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി PR കിട്ടുമോ, അതോ എസ് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ PR കിട്ടത്തുള്ളൂ? ഓട്ടോമാറ്റിക്കലി PR കിട്ടില്ല. ഇപ്പൊ പറഞ്ഞ പോലെ 1 വർഷം നമുക്ക് ഇവിടെ പാർട്ട് ടൈം ചെയ്യേണ്ടി വന്നാലും അതിനുശേഷം എസ് പാസിൽ കയറിയിട്ട് നമ്മൾ 6 മാസം പേ സ്ലിപ്പ് കാണിക്കണം. ഇത് എന്ത് പേ സ്ലിപ്പ് കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ എസ് പാസിലാണെങ്കിൽ നമുക്ക് ഒപ്പം തന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കുക. നമ്മളിപ്പോ ജോലി കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്പനി 20% നമ്മുടെ സാലറിത്തെ ഒരു കോൺട്രിബ്യൂഷൻ ഇവരുടെ CPF ആയിട്ട് അടയ്ക്കും. അതുപോലെ നമ്മുടെ സാലറിയിൽ നിന്നും നമ്മളൊരു 4% കൊടുക്കുകയാണെങ്കിൽ കമ്പനി 20% കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് അവരത് CPF ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് PR കിട്ടുക. അപ്പൊ PRന് അറ്റ്ലീസ്റ്റ് 6 പേ സ്ലിപ്പ് കാണിക്കണം. അപ്പോൾ നമ്മളിവിടെ പാർട്ട് ടൈം ചെയ്ത് കഴിഞ്ഞാൽ PR കിട്ടില്ല. ഇവിടെ 6 മാസം എസ് പാസിൽ വർക്ക് ചെയ്താൽ മാത്രമേ PRനുള്ള റിക്വയർമെന്റ് മീറ്റ് ആവുള്ളൂ.
ഞാൻ കമ്പനി തന്നെ അതിനകത്ത് ചെയ്യുമോ അതോ നമ്മൾ ചെയ്യണോ? ഞാനൊരു ആഡ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ഞാനൊരു കുട്ടിയെ പരിചയപ്പെട്ടു. അദ്ദേഹം ശരിക്കും 3 വർഷം ഇവിടെ ഗവൺമെന്റ് കോളേജിൽ പഠിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഇന്റേൺഷിപ്പിൽ ആ ഒരു എസ്പാസ് ലെവലിലുള്ള ഒരു ജോലി കിട്ടിയില്ല. പക്ഷേ ഇദ്ദേഹം പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരുന്നത് KFC-യിലാണ്. പക്ഷെ KFC-യുടെ മാനേജറായിട്ട് ഓൾറെഡി 3 വർഷമായിട്ട് അദ്ദേഹം KFC-യുടെ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പം KFC തന്നെ ഇദ്ദേഹത്തിന് ഒരു ജോബ് ഓഫർ കൊടുത്തു വിത്ത് എസ്പാസ്. അത് വെച്ചിട്ട് പോലും ഇദ്ദേഹത്തിന് PR-ലേക്ക് അപേക്ഷിക്കാം. അതായത് ഇപ്പം അലൻ ബ്രോ പറഞ്ഞത് പ്രകാരം എസ്പാസ് ഉള്ള ഏത് ജോബ് ഓഫർ ഇവർക്ക് കിട്ടിയാലും PR-ലേക്ക് ഇവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ശരിയല്ലേ അലൻ ബ്രോ? ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു, ഈ വലിയ അത് എക്സ്പെൻസ് സാർ ഇല്ലെങ്കിലും ഏതെങ്കിലും നമുക്ക് ജോലിക്ക് എക്സ്പാസിലുള്ള ജോലി കിട്ടിയാൽ മതി. അതിൽ നമുക്ക് വേണ്ട 6 മാസത്തെ പേ സ്ലിപ്പ് അത്രയും നിർബന്ധമുള്ളൂ. അത് സാർ നമ്മൾ തന്നെ അപേക്ഷിക്കണോ അതോ ത്രൂ കമ്പനി ആയിരിക്കുമോ അത് ചെയ്യുന്നത്? ബെസ്റ്റ് പാസ് അപ്ലൈ ചെയ്യണത് നമ്മൾ യൂഷ്വലി ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസ് ആണ് ചെയ്യുക. കാരണം ഇത് അത്രയും നമ്മുടെ നാട്ടിലത്തെ പോലെ ഓരോ ഓഫീസിൽ പോയിട്ട് കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓൺലൈനിൽ ഒരു 5 മിനിറ്റിന്റെ കാര്യമുള്ളൂ. നമ്മൾ ഓക്കെ. സ്റ്റുഡന്റ് ഫാൻസിന്റെ കാലാവധി കഴിഞ്ഞിട്ട് നമുക്ക് ജോബ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നീട് പാർട്ട് ടൈം ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോ സ്റ്റുഡന്റ് പാസിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പൊ ജോലി കിട്ടാത്ത സാഹചര്യം വന്നാൽ ഇവിടുത്തെ സിംഗപ്പൂർ ഗവൺമെന്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാൻ ഇപ്പോഴും ജോബിന് വേണ്ടി കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇവിടെ പാർട്ട് ടൈം ചെയ്യാനുള്ള റൈറ്റ്സ് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് കഴിഞ്ഞാൽ അവര് വേറൊരു സെപ്പറേറ്റ് ലെറ്റർ നമുക്ക് തരും. സിംഗപ്പൂർ ഗവൺമെന്റ് തരും. അങ്ങനെ സിംഗപ്പൂർ ഗവൺമെന്റ് വന്നിട്ട് നിങ്ങൾ ജോലി ആവണ വരെ ആ ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പണി വർക്ക് ചെയ്യാം. ചേട്ടാ നമ്മളിപ്പോ ഒരു പുറത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഈ ഒരു എസ്പാസ് അതുപോലെ തന്നെ നമ്മുടെ PR-ലേക്ക് വരിക, ഇത്തരം ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒത്തിരി കുറെ ഡൗട്ട്സുകളുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പോ ചോദിക്കാൻ പറ്റുന്നത്, എനിക്ക് നമ്മുടെ ഈ ഏജൻസി ഈ കാര്യങ്ങൾ A to Z കാര്യങ്ങൾക്ക് നമ്മുടെ കൂടെ ഉണ്ടാകുമോ അതോ എങ്ങനെയാണ് എസ്പാസും കാര്യങ്ങളും ഒക്കെ? കമ്പനി നമ്മൾ തന്നെ PR നമ്മൾ തന്നെ അപ്ലൈ ചെയ്യണോ? എങ്ങനെ ആയിരിക്കും ഇത്? ബ്രോ, നിങ്ങളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് വരുന്ന കോഴ്സിന്റെ ഡ്യൂറേഷൻ 3 വർഷമാണ്. ഈ 3 വർഷം എല്ലാ കാര്യത്തിനും ഗ്രീൻ വേൾഡ് സപ്പോർട്ടായിട്ട് ഉണ്ടാവും. ആ 3 വർഷം കഴിഞ്ഞിട്ട് ജോലിക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് ഡയറക്റ്റ് മാനേജറിന്റെ രീതിയിലേക്ക് നമുക്ക് റെസ്യൂമെ കൊടുത്തിട്ട് നിങ്ങൾ ജോലിക്ക് കയറിയതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ജീവിച്ചു തുടങ്ങും. കാരണം ഇതിപ്പോ നമ്മൾ നാട്ടിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംശയം വരാൻ കാരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല ബ്രോ. എല്ലാവർക്കും ഇപ്പൊ ഞാൻ ഇവിടെ വന്നത് 18 വയസ്സിലാണ്. എന്നെ ആരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ ഇത് കാരണം ഭയങ്കര ഈസി അസസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ജോലിക്ക് കയറി, കാരണം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ സീനിയർ ആയിട്ട് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ ആയിട്ടല്ല വരുന്നത് ഇവിടെ പഠിക്കാൻ വരുന്നവര്. ഇപ്പൊ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നമുക്ക് മലയാളികളായിട്ടുള്ള സീനിയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പാസ് ഔട്ട് ആയിട്ടുള്ള സീനിയേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സാധനമാണെന്ന് വെച്ചാൽ കൂടുതലും സീനിയേഴ്സിന്റെ അടുത്ത് ചോദിക്കും. സെക്കൻഡ് ഇയർ ഇപ്പൊ അവര് ഫസ്റ്റ് ഇയർ ജസ്റ്റ് പാസ് ഔട്ട് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവര് എങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചത്, നിങ്ങൾ എവിടെ പാർട്ട് ടൈം ചെയ്തത്, അങ്ങനെ ചോദിക്കും. അപ്പൊ അവരത് പറഞ്ഞു തരും. ഇത് വലിയ കൺട്രി അല്ല. ഇതിപ്പോ ഞാൻ തൃശ്ശൂർ നിന്നാണ് നാട്ടിൽ. അപ്പൊ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയുടെ അത്ര പോലും വലിപ്പമില്ലാത്ത രാജ്യമാണ് ഇത്. അപ്പൊ നമുക്ക് കുറെ ദൂരങ്ങളൊന്നും ഇല്ല ഇവിടെ യാത്ര ചെയ്യാൻ. അപ്പൊ എല്ലാ കമ്പനികളും നമുക്ക് അറിയാവുന്നതും പാർട്ട് ടൈം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ സീനിയേഴ്സിന്റെ പാത്ത് ഫോളോ ചെയ്തിട്ട് പോവുക. അവര് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെവിടെ പാർട്ട് ടൈം ചെയ്ത് പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പാർട്ട് ടൈം ചെയ്യും. അപ്പൊ അങ്ങനെ എല്ലാം ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ജോലിയും അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ എല്ലാം ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോണ രാജ്യമാണ്. പിന്നെ ഈ എസ്പാസിന്റെ സമയത്ത് അവർക്ക് ഡൗട്ട് വന്നാലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മളങ്ങനെ എസ്പാസിൽ വന്ന് നമ്മൾ PR ആയതല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാം. ഒരു 5 മിനിറ്റിന്റെ ഒരു ഓൺലൈൻ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ അതർ കൺട്രി മൈഗ്രേഷൻസ് ഒക്കെ അപ്പൊ എങ്ങനെയായിരിക്കും? അവിടെ നിന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ജോലി ചെയ്തുള്ള ഇപ്പോ സപ്പോസ് ഇപ്പോ റെപ്യൂട്ടഡ് ആയിട്ടുള്ള എനിക്ക് രാജ്യങ്ങളിലൊക്കെ വർക്ക് തോന്നുന്നു സിംഗപ്പൂരിന്റെ സർട്ടിഫിക്കേഷൻസ് ഒത്തിരി കൺട്രീസ് റെസ്പെക്ട് ചെയ്യുന്ന, നിങ്ങളുടെ ഒരു സർട്ടിഫിക്കേഷൻ ഒത്തിരി കൺട്രീസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ അമേരിക്ക. നിങ്ങൾക്ക് എല്ലാവരും അത് മാത്രമല്ല, കോഴ്സിന്റെ കാര്യം മാത്രമല്ല, നമുക്കിവിടെ PR ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ PR വെച്ചിട്ട് നമുക്ക് ഏത് കൺട്രിക്കാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ലോകത്തിലെ നമ്പർ 1 പാസ്പോർട്ടാണ്. നെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലോകത്തിലെ നമ്പർ 1, അമേരിക്കയെക്കാളും എന്താ പറയാ വാലിഡ് ഇപ്പൊ നമ്പർ 1 ആണ്. ഇപ്പൊ പണ്ട് 5 കൺട്രീസിന് ഷെയർ ചെയ്യായിരുന്നു. ഇപ്പൊ ആരും ഷെയർ ചെയ്യാണ്ട് ടോപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കൺട്രിയാണ്. അത് സാർ അറിയാം. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. എന്റെ വൈഫിന്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എത്തിഹാദ് എയർവേസിന്റെ ടെക്നീഷ്യൻ ആയിട്ടോ അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. പുള്ളി ഇതേപോലെ പറഞ്ഞായിരുന്നു. ഇപ്പം പുള്ളി ആദ്യം ഇവിടെ ആയിരുന്നു, ഖത്തറിലായിരുന്നു. ഖത്തറിലെ എക്സ്പീരിയൻസ് വെച്ച് അപ്ലൈ ചെയ്ത് കയറിയതാണ്. അതർ കൺട്രി മൈഗ്രേഷൻസ് നമുക്ക് ഇവിടെ നിന്ന് ഭയങ്കര എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അതാ ചോദിച്ചത്. അതെ, ഇവിടെ അങ്ങനെ എളുപ്പമാണ് ബ്രോ. നമ്മളിപ്പോ സിംഗപ്പൂര്
എളുപ്പമാണ്. സിംഗപ്പൂര് ലോകത്തിലെ ഏത് കൺട്രീസിലേക്കും നിങ്ങൾക്ക് സിംഗപ്പൂർ എക്സ്പീരിയൻസ്, സിംഗപ്പൂർ സ്റ്റഡി ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഒരു നമ്പർ 1-ലായിരിക്കും നിങ്ങളുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, യാതൊരു സംശയം ഉണ്ടാവില്ല. ഞാനിതൊക്കെ വളരെ റിസർച്ച് ചെയ്തിട്ടാണ് എൻ്റെ സണ്ണിനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സണ്ണ് ഇവിടെ ഗവൺമെന്റ് കോളേജിൽ ഈ ഒരു സീസണിൽ എൻ്റെ സണ്ണിനെ ഞാനിവിടെ കൊണ്ടുവന്നു, അവന്റെ കൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ ഒരു ഗ്യാരണ്ടി അവൻ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവനെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതെ അതെ. പിന്നെ അലംബ്രോ, നമ്മുടെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ട്. അവർക്ക് കുട്ടികൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിയോട് ഡൗട്ട് ആയിട്ടൊക്കെ ചോദിക്കാൻ, ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും സ്റ്റുഡൻസ് പഠിക്കുന്നവരുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഇപ്പൊ ആരും ഇവിടെ പ്രസന്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി ഗ്രാജുവലി എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാന്ന് വെച്ചെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഈ കോഴ്സിലൊക്കെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും പഠിക്കുന്ന കുട്ടികളായിട്ട് നമുക്ക് വേണമെങ്കിൽ സെക്ഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാം. അല്ല, റോബിൻ വന്നിട്ടുണ്ട്. റോബിൻ ഉണ്ട്. നമ്മുടെ ഇവിടെ ഉള്ള പോലെ 9 to 4 തന്നെയാണോ അവിടുത്തെ കാര്യങ്ങൾ? ഇല്ല, അതാണ് ഏറ്റവും രസം. അത് പറഞ്ഞു കൊടുത്തേ ഒന്ന്. നമ്മുടെ റോബിൻ വന്നിട്ടുണ്ട്. ഇല്ല, ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വളരെ കുറച്ച് 3 അല്ല 4 മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ ഈ പുസ്തകം കാണാപ്പാഠം പഠിക്കുകയൊന്നുമല്ല, റിസർച്ച് സ്റ്റഡിയാണ്. വളരെ എന്താ പറയാ ഈ പ്രബന്ധങ്ങൾ നമ്മളതിന് പറയില്ലേ, അതുപോലെ റിസർച്ച് സ്റ്റഡിയും പ്രൊജക്ടുകളാണ് ഇവിടെ കൂടുതലും. വളരെ ഫ്രണ്ട്ലിയാണ് അധ്യാപകര്. അതിനെക്കുറിച്ചൊന്ന്, അക്കാഡമിക്കിനെ കുറിച്ചൊന്ന് പറയാമോ അലൻ ബ്രോ? പിന്നെ ഉറപ്പായിട്ടും ഇവിടെയാണെങ്കിൽ നമ്മൾ പേപ്പർലെസ് ക്യാമ്പസ് എന്നാണ് ഇവരെ സിംഗപ്പൂർ ഗവൺമെന്റ് സ്റ്റഡീസിനെ വിളിക്കുക. അതായത് നമുക്ക് പേന അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് എഴുതുന്ന പരിപാടിയെക്കാളും കൂടുതൽ ലാപ്ടോപ്പ് ബേസ്ഡ് സ്റ്റഡീസ് ആണ്. അപ്പൊ ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇവർക്ക് എക്സാമുകൾ വരിക. എക്സാമുകളാണ് ഓരോ സെമസ്റ്ററും കഴിഞ്ഞാൽ വരിക. എക്സാമുകൾ ഓപ്പൺ ബുക്ക് ആണ്. ഓപ്പൺ ബുക്ക് ഇൻ ദ സെൻസ് നമുക്ക് ക്ലാസ്സിൽ 25 സ്റ്റുഡൻസ് ആയിരിക്കും ഒരു ക്ലാസ്സിൽ വരിക. അതിൽ 5 പേരടങ്ങുന്ന 5 ഗ്രൂപ്പ്, അതും മലയാളികളുടെ 5 ഗ്രൂപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ല ഇപ്പൊ ഇവിടെ വേറെ ഫോറിനേഴ്സ് ഉണ്ടാവും, മലേഷ്യനുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, ഫിലിപ്പീൻ സ്റ്റുഡൻസ് ഉണ്ടാവും, വിയറ്റ്നാം സ്റ്റുഡൻസ് ഉണ്ടാവും, അങ്ങനെ ഏഷ്യൻ കൺട്രീസത്തെയും യൂറോപ്യൻസത്തെയും പല സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ 5 പേരടങ്ങുന്ന 5 ഗ്രൂപ്പ് ആയിരിക്കും ക്ലാസ്സിൽ വരിക. അങ്ങനെ 25 പേര് ഒരു ഗ്രൂപ്പിൽ. ഇവർക്ക് ഓരോ ദിവസവും തന്നെ ഓരോ ഗ്രേഡിംഗ് സിസ്റ്റം ആണ്. അപ്പൊ അവര് ക്ലാസ്സിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് വർക്ക് തീർക്കുന്നത്, അതിനനുസരിച്ച് ഗ്രേഡ് വരും. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു എക്സാം ഉണ്ടാവും 6 മാസം കഴിയുമ്പോൾ. എക്സാം ഓപ്പൺ ബുക്ക് ആണ്. ഓപ്പൺ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ലാപ്ടോപ്പിൽ തന്നെ നമുക്ക് അതിന്റെ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ പരീക്ഷ ലാപ്ടോപ്പിൽ എഴുതുമ്പോൾ അതിന്റെ സ്ക്രീൻ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് ഈ റെഫറിംഗ് മെറ്റീരിയൽ നോക്കിയിട്ട് നമുക്ക് അതിന് ആൻസർ ഫിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ജയിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കാരണം ഇവർക്ക് വേണ്ടത് നമ്മൾ അറിവ് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ കാണപ്പാടം പഠിച്ചിട്ട് 100-ൽ 100 മാർക്ക് വാങ്ങിച്ച് അങ്ങനത്തെ കാര്യമല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ജോലി സ്ഥലത്ത് ആവശ്യം, അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഓപ്പൺ ബുക്ക് ആയിട്ടുള്ള എക്സാമിനേഷനോടെ വരുന്നത്. പിന്നെ ആർട്സ് കോളേജിനാണെന്ന് വെച്ചെങ്കിൽ ഈ എക്സാം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല. ആർട്സ് കോളേജാണ് അസൈൻമെന്റ്സ് ആണ്. അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇവർ ക്ലാസ്സിൽ ഇവർ ഒരു ഗ്രൂപ്പായിട്ട് തെരഞ്ഞെടുത്ത് തീരുമാനിച്ചിട്ട് ഇവർക്ക് അസൈൻമെന്റ്സിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ആണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഈ ഒരു ചിത്രം വരയ്ക്കണം. അതിപ്പോ ഒരു ഡേറ്റ് വരും. ആ ഡേറ്റിനുള്ളിൽ അവര് റിക്വയർ ചെയ്യണ പോലെ, അവരുടെ റിക്വയർമെന്റ് പറഞ്ഞ പോലെ നിങ്ങൾ ചിത്രം ഡിസൈൻ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ അസൈൻമെന്റ്സ് ആണ് ഈ കോളേജിൽ വരുന്നത്. എക്സാം ആർട്സ് കോളേജുകളിൽ ഇല്ല. എക്സാം ഉള്ളത് എഞ്ചിനീയറിംഗ് കോളേജാണ്. അതും നോക്കി എഴുതാൻ പറ്റുന്ന ഓപ്പൺ ബുക്ക് സിസ്റ്റം ആണ്. പിന്നെ ഇവര് ഫീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ഫീസ് പറയാം. എനിക്ക് തോന്നുന്നു $22,000. എത്രയാണ് സ്കോളർഷിപ്പ് ഇല്ലെങ്കിൽ വരുന്നത് അലൻ ബ്രോ ഏകദേശം? സാർ പറഞ്ഞ കറക്റ്റാണ്. 23,000 അടുത്താണ് സ്കോളർഷിപ്പ്. 23,000 സ്കോളർഷിപ്പ് ഇല്ലെങ്കിൽ ഏകദേശം 23,000 ആണ് ഇയർലി ഫീസ് ഗവൺമെന്റ് കോളേജുകളിൽ വരുന്നത്. 23, 24 ഒക്കെ ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ 12-13 ലക്ഷം രൂപയാണ് ഒരു ഇയർലി ഒരു ആവറേജ് വരുന്നത്. നമുക്കറിയാം UK പോകണം, ഏകദേശം. പക്ഷെ നമ്മൾ സ്കോളർഷിപ്പ് മേടിച്ചു കൊടുക്കുമല്ലോ, അതിന്റെ പകുതിയല്ലേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ പകുതിയേ വരുന്നുള്ളൂ. അതും പാർട്ട് ടൈം ചെയ്ത് കുട്ടികൾ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ അധ്യാപകർ ഒരു വർഷത്തേക്ക്. ഒരു വർഷത്തേക്ക്. അത് ഓരോ സെമസ്റ്റർ നോക്കുമ്പോൾ 2-3 ലക്ഷം രൂപ അടുത്ത ഒരു സെമസ്റ്ററിൽ ഫീസ് വരുള്ളൂ. അപ്പം ഇത് കുട്ടികൾക്ക് പാർട്ട് ടൈം ചെയ്ത് തന്നെ ഇവർ അടയ്ക്കുന്നുണ്ടെന്നുള്ളതാണ്. അതെ. ആദ്യം നമ്മൾ അവിടുന്ന് കയറി പോരുമ്പോൾ മാത്രമുള്ള പണം മാത്രം പേരൻസ് മുടക്കിയാൽ മതി. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പോലും എൻ്റെ സണ്ണിനെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പം അത് വളരെ റിസർച്ചിലാണ്. കുട്ടികൾ പണിയെടുത്തില്ലെങ്കിൽ പേരൻസ് വീട്ടിൽ നിന്ന് അവിടുന്ന് അയച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ എല്ലാവരും ഇപ്പൊ, അതായത് ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇവർക്ക് ഇവിടെ ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ക്യാപ്പ് ഇല്ല, ഇവിടെ ലിമിറ്റഡ് അങ്ങനെ ടൈം അവേഴ്സ് ഇല്ല. ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യും. അതെ. പിന്നെ ഒരു റേസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു റേസ്, ഒരു പാർട്ട് ടൈം ആയിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം ലോകത്തിൽ ഒരു റേസ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ അവർക്ക് പെർമനന്റ് ജോബ് നല്ല സാലറിയിൽ. നമ്മുടെ കാർ റേസിംഗ് വരില്ല, F1 എന്ന് പറയും.
അപ്പൊ F1 നമുക്ക് പാട്ട് അത് നമുക്ക് ഇന്റർനാഷണൽ ഡ്രൈവേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ വണ്ടികൾ കടത്തുന്നത് കാണാൻ പറ്റും. ഫെറാറി, മെക്ലറിനും പോലത്തെ വലിയ വണ്ടികളൊക്കെ, ലൂയിസ് ഹാമിൽട്ടൺ ഒക്കെ എല്ലാ വർഷവും വരുന്നതാണ്. അപ്പോ അതാണ് അങ്ങനത്തെ ചേട്ടാ, ഇവന്റ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത്. ഒബ്വിയസ്ലി നമ്മുടെ ഈ യമഹ ഉണ്ടല്ലോ, യമഹ, ആ അതെ ഞാന് അതെ. പാർട്ട് ടൈം ആയിട്ട് യമഹയുടെ അഡ്വർടൈസിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ ആ ആ ആ. സമയത്ത് ഞാന് അവരുടെ ഒരു ഹൈദരാബാദ് വെച്ച് നടന്ന ഒരു റേസിംഗ് ഇവന്റിൽ ഞാൻ ഓക്കെ. പങ്കെടുത്തിട്ട് എനിക്ക് എന്റെ ഏജ് പ്രശ്നമായത് കൊണ്ട് മാത്രം എനിക്ക് അതിന് സെലക്ഷൻ കിട്ടിയിട്ടില്ല. ആ ആ ആ. അപ്പം അതിന്റെയൊക്കെ ഒരു സ്കോപ്പ് എങ്ങനെയായിരിക്കും? ഇത് അവിടെ ആയിരിക്കുമല്ലോ ഫോർമുല 1 അതുപോലെ തന്നെ ഉറപ്പായിട്ടും. നമ്മുടെ മോട്ടോ GP ഒക്കെ ട്രാക്സ് വരുന്നത്. അതെ അതെ, എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യണം ബ്രോ. അത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഈ പാർട്ട് ഓബിയസ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം ഒരു ഏൺ ചെയ്യുന്ന ഒരു ആളാണ് ഇവിടെ. അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോ നമ്മളിത് കഴിഞ്ഞിട്ട് അവിടെ പഠിക്കാൻ വരുമ്പോൾ നമ്മുടെ ഈ വീട്ടിലത്തെ ഇതും അതുപോലെ നമ്മുടെ ലോണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ പാർട്ട് ടൈം കൊണ്ട് അറേഞ്ച് ചെയ്ത് പോവോ എങ്ങനെയാണ് അങ്ങനെയുള്ള ആരെങ്കിലും ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇത് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ ഞങ്ങളുടെ ജൂനിയേഴ്സ് ഒക്കെ ചെയ്യണം, ഇപ്പോഴത്തെ ജൂനിയേഴ്സ് ചെയ്യണം തന്നെ, നമ്മളാണ് അവർക്ക് വർക്ക് കണ്ടുപിടിച്ച് കൊടുക്കുന്നത്, പാർട്ട് ടൈം ചെയ്യണത്. കാരണം നമുക്ക് അവിടുത്തെ ആൾക്കാരെ അറിയാം, ഞങ്ങൾ അവിടെ പണിയെടുത്തല്ലേ. അപ്പൊ $15 സിംഗപ്പൂർ $15 അവരുടെ മണിക്കൂറിന് എമൗണ്ട് വരുന്നത്. അപ്പൊ $15 സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 1000 രൂപയുടെ അടുത്ത് ആയിരിക്കും അവർക്ക് ഹവേർലി പേയ്മെന്റ് വരിക. അപ്പൊ അത് നമുക്കിപ്പോ ക്ലാസ് ഇല്ലാത്ത സമയം ശനി ഞായറൊക്കെ ആണെങ്കിൽ 12 മണിക്കൂർ വർക്ക് ചെയ്യാം. അപ്പൊ ഒരു ദിവസം തന്നെ 12,000 രൂപ നമുക്ക് കിട്ടും. പിന്നെ അതല്ല, ഇനി ക്ലാസ് ഉള്ള ദിവസമാണെന്ന് വെച്ചെങ്കിൽ വൈകുന്നേരം വരെ ക്ലാസ് ഒക്കെ ഉണ്ടാവുള്ളൂ, ഹാഫ് ഡേ ക്ലാസ് ഒക്കെ കൂടുതലുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാക്കിയുള്ള സമയം പാർട്ട് ടൈം ചെയ്യാം. പാർട്ട് ടൈം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ എമൗണ്ട് കൊണ്ട് തന്നെ, ഇപ്പൊ എല്ലാവരും കുറെ റിച്ച് ഫാമിലിയിൽ നിന്ന് വരുന്നവരായിരിക്കും, ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ കുറച്ച് പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ നാട്ടിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ നമുക്ക് നമ്മുടെ നീഡ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമുക്ക് സ്കൂൾ ഫീസ് മാത്രം അടയ്ക്കുന്ന നീഡ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് പണിയെടുത്താൽ മതി. അതല്ല നാട്ടിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അപ്പൊ നമ്മൾ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. പണി ചെയ്താൽ പൈസ ഉണ്ട് ബ്രോ. നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. പിന്നെ ഇത് ഇത്ര വലിയ ഇപ്പൊ പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരം പാർട്ട് ടൈം എന്ന് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഒന്നെങ്കിൽ ഇപ്പോ ഒരു ഷോപ്പ്, അതായത് ഒരു പച്ചക്കറി കട, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ്, ഒരു സൂപ്പർ മാർക്കറ്റ്. ആ സൂപ്പർ മാർക്കറ്റിൽ കാഷ്യർ ആയിട്ട് നിന്നാൽ മതി. അപ്പൊ അതിനൊരു ഈ പറയുന്ന പോലെ 900 രൂപ കിട്ടുന്നത്, ഒരു 1000 രൂപ കിട്ടുന്നതിൽ അതിനൊരു 600-700 രൂപയായിരിക്കും. ഈ 1000 രൂപ കിട്ടുന്ന ജോലികൾ എന്ന് പറയുമ്പോൾ കൂടുതലും ബാങ്ക്വറ്റ്സ് എന്ന് പറയും, ചൈനീസ് ബാങ്ക്വറ്റ്സ്. അതായത് ഹോട്ടലുകളിൽ തന്നെ ഇവിടുത്തെ ചൈനീസുകാരുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഓഡിറ്റോറിയം ഒക്കെ പോലെ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു കാറ്ററിംഗ് സർവീസ് ഒരു ബോയ്സ് ഉണ്ടാവില്ല. അപ്പൊ അവര് മറ്റേ ബിരിയാണി അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് കാറ്ററിംഗ് ബോയ്സ് നിൽക്കില്ല. അപ്പൊ ഇത് അതുപോലത്തെ ഒരു പരിപാടി തന്നെ. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു വെഡിങ് എന്ന് പറയുമ്പോൾ ഒരു 10 ടേബിൾ ഉണ്ടാവും. അപ്പൊ 10 ടേബിളിൽ ഓരോ ടേബിളിലും 10 പേര് വെച്ചിരിക്കും. അപ്പൊ നമുക്ക് അവരെ ഫുഡ് നമ്മൾ ആ മേശയുടെ സെന്ററിൽ കൊണ്ട് വെക്കുക. അവര് കഴിച്ചു കഴിയുമ്പോൾ പാത്രം തിരിച്ചു കൊണ്ട് വെക്കുക. അങ്ങനെ ക്ലീനിങ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ പാത്രം അവരെ പ്ലേറ്റ്സ് ക്ലിയറിങ്ങും, അങ്ങനെ ഒരു സെർവർ ബോയ് എന്താണ് ചെയ്യണം, അങ്ങനത്തെ ജോലിക്കടക്കം 15 കിട്ടുന്നു. ഇനിയിപ്പോ അതല്ല, വേറെയും കുറെ ജോലികളുണ്ട്. ഈ പറയുന്ന പോലെ അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഷോപ്പ് കീപ്പർ ആയിട്ട് നിൽക്കാം. ഇപ്പൊ നാട്ടിൽ 7-Eleven സ്റ്റോർ ഒക്കെ ഇല്ല, അതുപോലെ ഷോപ്പ് കീപ്പർ ആയിട്ട്, അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കാം. ഇനിയിപ്പോ അതല്ല, റെസ്റ്റോറന്റുകളിൽ വെയിറ്റർ ആയിട്ട് നിൽക്കാം. പിന്നെ ഇപ്പൊ സെക്യൂരിറ്റി ജോബ്സിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാം. അല്ലെങ്കിൽ ഇപ്പോ ബ്രൗഷർ, ഇപ്പൊ ഓരോ നോട്ടീസ് വിതരണം, അങ്ങനെ പല പല ജോലികളുണ്ട്. അപ്പൊ പേയ്മെന്റ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ KFC, മക്ഡൊണാൾഡ്സ്, അല്ലെങ്കിൽ ബർഗർ കിങ്, അങ്ങനത്തെ ഫുഡ് കോർട്ട്സ്, അങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സിലും നമുക്ക് ഒന്നെങ്കിൽ ഷെഫായിട്ട് കയറാം, പാർട്ട് ടൈം ആയിട്ട് ഷെഫായിട്ട് കയറാം. ഇനി അതല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ട് അവിടെ നിൽക്കാം. അങ്ങനെ നമുക്ക് കൂടെ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര അധികമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മുടെ നാട്ടില് കുറെ സ്റ്റുഡൻസ് പാസ് ഔട്ട് ആവുന്നുണ്ട്. അതായത് കുറെ കോളേജുകളുണ്ട്, പക്ഷെ ഇവരൊക്കെ ഹയർ ചെയ്യാൻ പറ്റുന്ന കമ്പനികളുടെ എണ്ണം കുറവാണ്. നമ്മുടെ നാട്ടിൽ നമ്പർ ഓഫ് കോളേജസിന് എണ്ണം കൂടുതലും നമ്പർ ഓഫ് കമ്പനികളുടെ എണ്ണം കുറവാണ്. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാ. ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 7 കോളേജ് ഉള്ളതെന്ന് ഗവൺമെന്റിന്റെ. അപ്പൊ നമ്പർ ഓഫ് കോളേജുകളുടെ എണ്ണം കുറവും, പക്ഷെ നമ്പർ ഓഫ് MNC, നമ്പർ ഓഫ് കമ്പനികളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അപ്പൊ അവർക്ക് ഹയർ ചെയ്യാനായിട്ടുള്ള വേക്കൻസി നിറയെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കാര്യമൊക്കെ സേഫ് ആണ് ബ്രോ. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഇവിടെ വന്ന ഡിസിഷൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ കാരണം കൊണ്ടും ഈ അന്ന് എടുത്ത തീരുമാനം, അന്ന് ഇപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നില്ല, ഇത്രയും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ 2014 വരുന്ന സമയത്ത് ഇങ്ങനെ വിദേശത്ത് പോകുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ഭയങ്കര പുതുമയായിരുന്നു. അതായത് ഞാൻ എൻട്രൻസ് കിട്ടിയിട്ട് വന്നതാണ്, സ്കോളർഷിപ്പോട് കൂടി വന്നത്. ആ സമയത്ത് ഇത് കുറവായിരുന്നു, നോർമൽ ആയിരുന്നില്ല. പക്ഷെ എന്റെ അച്ഛനും അമ്മയും വിശ്വസിച്ചിട്ട് പറഞ്ഞയച്ചാണ്. പക്ഷെ എന്തോ ഭയം കൊണ്ട് എടുത്ത തീരുമാനം ശരിയായി വന്നു. അപ്പൊ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കാനാണ്. ലിവിങ് കോസ്റ്റ് പറയുന്നത് ഇപ്പൊ നമുക്ക്
ഡിപ്പെൻസ്, അതും ഡിപ്പെൻസ് ആണ്. ഇപ്പോഴത്തെ വീടിന്റെ വാടക എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഇവിടെ സിംഗപ്പൂരിന്റെ എമൗണ്ടിലും പറയാം, സിംഗപ്പൂർ എമൗണ്ട് ഒരു $500 ആയിരിക്കും റെന്റല് വരുന്നത്. പിന്നെ നമുക്ക് ഫുഡ് ഒക്കെ കൂടിപ്പോയി ഒരു $100 വരുള്ളൂ. പിന്നെ ട്രാവലിങ്ങിന് ഇപ്പൊ പഠിക്കുന്ന സമയത്തൊക്കെയാണെന്ന് വെച്ചാൽ കോളേജിന്റെ സബ്സിഡൈസ് ആയതുകൊണ്ട് $30 വരുള്ളൂ. അപ്പൊ കൂടിപ്പോയി എങ്ങനെ പോയാലും ഒരു $600-700 ആണ് അവർക്ക് മാക്സിമം അവർക്ക് ഒരു മന്ത്ലി ചെലവ് വരും. അവർക്ക് ഇപ്പൊ ഒരു $15 വെച്ച് നോക്കുമ്പോൾ ഒരു 3000 അവർക്ക് ഒരു മന്ത്ലി അവർക്ക് പാർട്ട് ടൈം ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അതിൽ $700 എക്സ്പെൻസീവ് ആയിട്ട് വരും. അപ്പൊ ബാക്കി 2000 പ്ലസ് സേവിങ്സ് ആണ്. ഇനിയിപ്പോ അത്രയും വർക്ക് ചെയ്യണ്ട, ഒരു $1000 സേവിങ്സ് ആണെങ്കിൽ കൂടി നമുക്ക് 6 മാസം കഴിയുമ്പോൾ $6000 സേവിങ്സ് ആയിട്ട് വരും. ഫീസ് അത്രേ വരുന്നുള്ളൂ. അപ്പൊ ഈസി ആയിട്ട് ഫീസ് അടയ്ക്കാം. പിന്നെ കുറച്ചുകൂടി എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കൂൾ നാട്ടിലേക്ക് പൈസ അയക്കാനും പറ്റും. എന്തായാലും താങ്ക് യു കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ഡിസിഷൻ ഉറപ്പായിട്ടും എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എടുക്കാം. കാര്യം ലിവിംഗ് കോസ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം ഞാൻ എത്ര എക്സ്പെൻസ്? അതെ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് $700 ഒക്കെ ആയിരിക്കും നമുക്ക് ഒരു എക്സ്പെൻസീവ് ആയിട്ട് വരിക. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഒരു 3000-2500 പ്ലസ് നമുക്ക് പാർട്ട് ടൈം ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിൽ 700 പോയി കഴിഞ്ഞാൽ ഒരു $1500 കുറഞ്ഞത് നമുക്ക് സേവിങ്സ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് അടുത്ത ഫീസ് വരുന്ന 6 മാസം കഴിയുമ്പോഴാണ്. അപ്പൊ 6 മാസത്തിനുള്ള 1500 വെച്ചിട്ട് 6 മാസം എന്ന് പറയുമ്പോൾ തന്നെ ഒരു $9000 സേവിങ്സ് ആയിട്ട് വന്നു. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാൻ, നാട്ടിൽ പോവാം, നമ്മുടെ നാട്ടിൽ സപ്പോർട്ട് പിന്നെ ചെയ്യാം. അലംബ്രോ, ഇവിടുത്തെ ഞാൻ കുട്ടികൾ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇപ്പൊ UK, കാനഡ, ഓസ്ട്രേലിയ ഒക്കെ പോകുമ്പോൾ അവർ ഒന്നിച്ച് ഫീസ് അടയ്ക്കണം, ഒന്നിച്ചടച്ചില്ല അവരെ കോളേജിൽ നിന്ന് പുറത്താക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഇപ്പം അടുത്ത ഒരു സെമസ്റ്ററിന്റെ വരുന്ന സമയത്ത് ഒന്നിച്ചടയ്ക്കണ്ട, അത് കുറേശ്ശെ ഒക്കെ അടച്ചാൽ മതി എന്നൊരു അതെ, കുട്ടികൾ കുറേ പറയുന്നത് അടച്ചാൽ കേട്ടു. മതി. അതെ, അതെ, നമുക്ക് സീറ്റ് ഒന്ന് ഫ്ലെക്സിബിൾ ആണ്. അതെ, അതെ, ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ആക്ച്വലി അവര് നോക്കുന്നതാണ് ഇത് ഇവിടുത്തെ ഓരോ സീറ്റും ഭയങ്കര വാല്യുബിൾ ആണ്. കാരണം ഇവിടുത്തെ സീറ്റിന് വേണ്ടിയിട്ട് കുറെ പേര്, നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല കുറെ രാജ്യക്കാർ ട്രൈ ചെയ്യുന്നതാണ്. അപ്പൊ ഇവർ ആദ്യം കുറച്ച് ഫീസ് അടക്കണം എന്താണെങ്കിൽ ആ സീറ്റ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഫീസ് അടക്കുകയാണെങ്കിൽ ഓക്കെ, ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ ആ കുട്ടി ഇവിടെ കയറി വരും എന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണ് ആ കുറച്ച് ഫീസ് അടച്ചിട്ട് ആ സീറ്റ് സെക്യൂർ ആക്കാൻ പറയുന്നത്. കാരണം അപ്പൊ അവർ ഒരു സീറ്റ് കൊടുത്തിട്ട് ലാസ്റ്റ് മിനിറ്റിലെ കുട്ടി ഇവിടെ വരുന്നില്ല വെച്ചെങ്കിൽ അവർക്ക് വിലപ്പെട്ട ഒരു സീറ്റ് എല്ലാം മിസ് ആവുന്നത്. അപ്പൊ അത് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ. ഇപ്പൊ എല്ലാവരും അവർക്ക് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അറിയാം. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ വരുന്ന സമയത്താണെങ്കിൽ എൻട്രൻസ് എക്സാം ആയിരുന്നില്ല, അവര് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ആ സമയത്ത് എനിക്ക് വന്ന ഇന്റർവ്യൂ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തെ പറ്റിയിട്ടും അവിടുത്തെ കൾച്ചറിനെ പറ്റിയൊക്കെ അറിയാവുന്ന ആളാണ് ഇവിടുത്തെ മാനേജേഴ്സും ഇവിടുത്തെ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അവർ അവെയർ ആണ്. അപ്പൊ എല്ലാവരും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മാൻ ആണെന്ന് അറിയാം. അപ്പൊ ചില സമയത്ത് നമ്മൾ പാർട്ട് ടൈം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറെ പൈസ കിട്ടണം എന്നുള്ള ആക്രാന്തത്തില് പുലർച്ചെ 2 മണി വരെ നമ്മൾ പണിയെടുത്തിട്ട് ചിലപ്പോൾ ക്ലാസ്സിലേക്ക് ലേറ്റ് ആയിട്ട് പോകും. അപ്പൊ ചില സാറുമാരൊക്കെ നമ്മുടെ അടുത്ത് പറയും, നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ അറിയാം, എന്നാലും നീ ഓവർ ടൈം എടുക്കണ്ട, നീ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടാണ് നിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസ മാത്രം കണ്ടുപിടിച്ചാൽ നീ പഠനത്തിൽ ഫോക്കസ് ചെയ്യും. അങ്ങനെ പറയുന്ന ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിൽ രീതിയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരാണ് ഇവിടെ ഉള്ളത്. പിന്നെ അവിടെ ഈ പറയുന്ന പോലെ ബാക്കി എല്ലാ കൺട്രീസിലുള്ള പോലെ റേസിസോ അല്ലെങ്കിൽ ബുള്ളിങ്ങോ അങ്ങനെ ഒരു സംഭവം ഈ രാജ്യത്തില്ല. പിന്നെ അതൊക്കെ സ്ട്രിക്ട്ലി ഒഫൻസീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു നിയമവും അത് നടപ്പിലാക്കാനായിട്ടുള്ള നല്ലൊരു ഭരണ സംവിധാനമുള്ള രാജ്യമാണ് ഇത്. അപ്പൊ എന്ത് നോക്കിയാലും സേഫ് ആയിട്ടുള്ള കൺട്രിയാണ്, നല്ല പാസ്പോർട്ടിന് നല്ല വാല്യൂ ഉള്ള കൺട്രിയാണ്, നാട്ടിലേക്ക് വരാൻ 4 മണിക്കൂർ മാത്രം എടുക്കുന്ന കൺട്രിയാണ്, നാട്ടിലേക്ക് ഉള്ള സെയിം ക്ലൈമറ്റ് ഉള്ള കൺട്രിയാണ്. എന്തുകൊണ്ട് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. എല്ലാവരുടെ അതുകൂടെ ഡൗട്ടും ഈ നമ്മുടെ ഈ പറഞ്ഞോളൂ. സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. സ്കോളർഷിപ്പ് അതെ, അതെ. സ്കോളർഷിപ്പ് എങ്ങനെ ഇയർ ടു ഇയർ ആണോ അതോ വൺ ടൈം ആണോ അത്? പഠിച്ച് തീരുന്നവരെ ബ്രോ, അതായത് 3 വർഷം തീരുന്നവരെ സ്കോളർഷിപ്പ് ഉണ്ട്. ശരി, താങ്ക് യു. ഈ ചില രാജ്യങ്ങളിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്ന അവര് ഫസ്റ്റ് ഇയറിന്റെ മാർക്ക് നോക്കും, അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ വീണ്ടും അതേ മാർക്ക് സ്കോർ ചെയ്താലേ ചില രാജ്യങ്ങൾ കൊടുക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ ഇത് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ സ്കോളർഷിപ്പ് നിലനിൽക്കും. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ ബ്യൂട്ടി. താങ്ക് യു. അപ്പൊ എല്ലാവരുടെയും സംശയം തീർന്നെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്ന് വെച്ചെങ്കിൽ, ഇനിയിപ്പോ അത് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ആപ്ലിക്കേഷൻ ടൈം വരുന്നത് നമുക്ക് ഒക്ടോബറിൽ നമ്മൾ അതിന്റെ വിൻഡോ ഓപ്പൺ ആവും. ഒക്ടോബറിൽ തന്നെ പരമാവധി എല്ലാ ആപ്ലിക്കേഷനും സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം ഇവിടുത്തെ ഗവൺമെന്റ് മുമ്പിൽ. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇനി ആർക്കെങ്കിലും, എനിക്ക് 100% ഉറപ്പാണ് നിങ്ങൾക്ക് പലർക്കും പല ഡൗട്ട് ഇനി ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും ഗ്രീൻ വേൾഡിന്റെ അടുത്ത് ഇനി നിങ്ങൾക്ക് സംശയം നമുക്ക് ചോദിക്കാം. അപ്പൊ ഗ്രീൻ വേൾഡിന്റെ വിനോദ് കുമാർ സാർ വഴി നമുക്കൊരു മീറ്റിംഗ് ഇനി കണ്ടക്ട് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ വർഷം വന്ന നിങ്ങളുടെ ഇപ്പൊ ഫസ്റ്റ് ഇയർ ആയിട്ട് വരുന്ന കുട്ടികളുടെ സീനിയേഴ്സ് ബാച്ചിനെ നമ്മൾ വേണമെങ്കിൽ ആ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാം. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഹാപ്പി ആണെന്ന് കരുതുന്നു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഉറപ്പായിട്ടും. അതായത് ഒരു ഏജ് ലിമിറ്റ് ഇല്ല എന്നല്ലേ പറയുന്നത്? അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു 30 ഏജ് ഒക്കെ ഉള്ള ഒരാൾക്ക് ഇപ്പൊ നമുക്ക് ബാച്ചിലേഴ്സ് ചെയ്യണമെന്നാണ് തോന്നുന്നതെങ്കിൽ ഇവരുടെ ഒരു വിസയുടെ ആദ്യമേ തന്നെ നമ്മൾ ഡിപ്ലോമ ചെയ്താൽ മാത്രമാണ് ബാച്ചിലേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. +2 കഴിഞ്ഞിട്ടോ?
പ്ലസ് ടു കഴിഞ്ഞിട്ടോ നാട്ടിൽ എന്ത് പഠിച്ചാലും, അതായത് ഇപ്പൊ ഏജ് ലിമിറ്റ് നോക്കാതെയും അവരെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാതെയും ഇവിടെ PR കിട്ടണമെങ്കിൽ ഇവിടെ ഡിപ്ലോമ മാത്രം ചെയ്യും. ഇപ്പൊ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ആർട്സ് എടുത്തിട്ട് ആ 3 വർഷ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ സിംഗപ്പൂർ ഗവൺമെന്റ് PR തരുള്ളൂ. എന്നിട്ടാണ് ബാച്ചിലേഴ്സിന്റെ കാര്യമൊക്കെ അവിടെ വരുന്നുള്ളൂ. ഓക്കെ. അപ്പം ഈ ഓരോ വർഷം അവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ ഈ ഒരു ഡിപ്ലോമ കഴിയുന്ന 3 വർഷത്തെ ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ സർട്ടിഫിക്കേഷന്റെ കാര്യം പറഞ്ഞത് മറ്റൊരു ബ്രോന് വേണ്ടി മാത്രമായിരുന്നു. കാരണം പുള്ളിക്കാരൻ ഈ പറയുന്ന റേസിംഗിന്റെ കാര്യത്തിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കേഷന്റെ കാര്യം പറഞ്ഞതാണ്. അല്ലാത്ത നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ നാട്ടിലത്തെ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ബാച്ചിലേഴ്സ് 1 വർഷത്തിന്റെ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ. അപ്പൊ ഇവരുടെ ഒരു വിസ സക്സസ് റേറ്റ് ആ ബാച്ചിലേഴ്സിന്റെ കാര്യം കൂടെ ഒന്നുകൂടി പറയാം. ആ ബാച്ചിലേഴ്സിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മള് വീണ്ടും പഠിക്കുന്നത് പറയുമ്പോൾ നമുക്കിപ്പോ ഓൾറെഡി നമ്മളിപ്പോ ഒരു എസ്പാസിൽ ജോലി ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ആ 1 വർഷത്തിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതായത് അത് പഠിക്കുമ്പോൾ നമുക്ക് മറ്റൊരു സൈഡിൽ കൂടെ നമുക്ക് ഒരു ഫുൾ വരുമാനമുള്ള ഒരു ജോബും കൂടി ഉണ്ട്. ഇപ്പൊ ജോബ് ഒരു 8 to 5 ആണ് വെച്ചെങ്കിൽ ഈ കോഴ്സ് നമുക്ക് വേണമെങ്കിൽ ഒരു 7 to 10 ആയിട്ട് നമുക്ക് അത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നുള്ള ഈ 1 വർഷത്തെ ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വിസയ്ക്ക് അത് യാതൊരു പ്രശ്നം വരുന്നില്ലല്ലോ. വിസ റിജക്ഷൻസ് അങ്ങനെയൊന്നും വരുന്നില്ല ഒരു ഏജ് ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും. ഇല്ല, സ്കോളർഷിപ്പ് ഈ കൺട്രീസിൽ 100% വിസ സക്സസ്ഫുൾ റേറ്റ് ആയിട്ടുള്ള കൺട്രിയാണ് ഇത്. സ്കോളർഷിപ്പ് ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ല ബ്രോ, സ്കോളർഷിപ്പ് ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വിസ 100% കിട്ടും. അതെ, അല്ല ഗവൺമെന്റ് സ്കോളർഷിപ്പ് കൊടുത്തെങ്കിൽ പിന്നെ എന്തിനാണ് ഗവൺമെന്റ് ആയിട്ട് തന്നെ അത് കളയുന്നത്, വിസ കളയുന്നത്? അപ്പൊ അങ്ങനെ ഗവൺമെന്റ് സ്കോളർഷിപ്പ് കൊടുത്തിട്ടും അവർക്ക് അത് വിസ കൊടുക്കേണ്ട കളയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എത്ര ശതമാനം വരെ സ്കോളർഷിപ്പ് കിട്ടും നമുക്ക്? എത്ര പെർസെന്റേജ് വരെ സ്കോളർഷിപ്പ്? 50 ഗ്യാരണ്ടി. 50 ഗ്യാരണ്ടി. അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടോ? കൂടുതൽ. പിന്നെ നമ്മുടെ പഠനത്തിൽ നമ്മൾ എക്സലൻസ് കാണിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ കോളേജുകാർ വേറെ അഡീഷണൽ ഒരു 80% തരുന്നുണ്ട്. അതൊരു സെമസ്റ്ററിന് വേണ്ടി മാത്രം. പക്ഷെ അത് ഇവിടെ വന്നതിന്റെ ശേഷം നമ്മുടെ അക്കാഡമിക് ബിൽഡിങ്സ് അവർ മനസ്സിലാക്കിയതിന് ശേഷം തരുന്നതാണ്. പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വരികയാണെന്ന് വെച്ചെങ്കിൽ 50% സ്കോളർഷിപ്പ് കംപ്ലീറ്റ് പക്കയായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ സാർ, ഒരു ചോദ്യം കൂടി. അതായത് ഇപ്പൊ നമ്മളൊരു പേരൻസിനോട് പറയുമ്പോൾ പേരൻസ് മിനിമം ഒരു 6-7 ലക്ഷം ഇതിനു വേണ്ടിയിട്ട് എക്സ്പെൻസ് ചെലവാക്കാനുള്ള രൂപത്തിൽ ആയിരിക്കണം ആ കുട്ടീനെ അവർ പോവാൻ ചെയ്യേണ്ടി വരിക, അല്ലെ? ഫിനാൻഷ്യൽ ഭാഗം എനിക്ക് തോന്നുന്നു ഗ്രീൻ വേൾഡ് അല്ല, അങ്ങനെയല്ല. ഇവരെടുക്കുന്ന കോഴ്സിനനുസരിച്ച് അത് ഡിഫറെന്റ് ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ മാത്രം സാധാ ഫീസ് അല്ലാതെ കുറച്ച് അതർ എക്സ്പെൻസുകൾ വരുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാലോ, അതർ എക്സ്പെൻസ് പറഞ്ഞാൽ അതർ സർവീസുകൾക്കുള്ള എക്സ്പെൻസ് വരുന്നുണ്ട്. സെക്കൻഡ് ഇയർ തൊട്ട് അവരുടെ സെമസ്റ്റർ അവർ തന്നെ കുട്ടികൾ തന്നെ അടച്ചു പോകുന്ന രീതിയിലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പാർട്ട് ടൈം ചെയ്ത് തന്നെ അവർക്ക് അടയ്ക്കുന്നുണ്ട്. പേരൻസിന് പാർട്ട് ടൈം ചെയ്തില്ലെങ്കിൽ പേരൻസ് നാട്ടിൽ നിന്ന് അവർ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഫണ്ട് പാർട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ തന്നെ ഒത്തിരി കോഴ്സുകളുണ്ട്. ഈ കോഴ്സ് അനുസരിച്ച് ആ കുട്ടിക്ക് കിട്ടുന്ന ഇതനുസരിച്ച് നമ്മൾ അവർക്ക് 1 by 1 ആയിട്ട് നമ്മൾ പറയേണ്ടി വരും. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ UK പോകേണ്ട നമ്മൾ ഷോമണി വേണം, കാനഡ പോകണ ബ്ലോക്ക് ഫണ്ട് വേണം, GC വേണം, അതുപോലെ തന്നെ IELTS വേണം. ഗ്യാപ്പ് പ്രശ്നമില്ല. ഇവിടെ ഒന്നും പ്രശ്നമില്ല. ഇവിടെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫീസ് അടയ്ക്കുക, നേരെ കയറി വരിക, അത്രേ ഉള്ളൂ. ആദ്യത്തെ ഒരു വർഷത്തിന്റെ ഫീസ് മാത്രം, ആദ്യത്തെ ഒരു സെമസ്റ്ററിന്റെ മാത്രം അടയ്ക്കുക. രണ്ടാമത്തെ സെമസ്റ്റർ 6 മാസം കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവർ അടയ്ക്കുക, പാർട്ട് ടൈം ചെയ്തിട്ടോ അല്ലാതെ അടയ്ക്കുക. ഇത്രേ ഉള്ളൂ ഇതിനകത്തുള്ള ഒരു ഇത് വരുന്നത്. ബ്ലോക്ക് ഫണ്ട് ആവശ്യമില്ല. IELTS മാൻഡേറ്ററി അല്ല. IELTS ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. IELTS ഉണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു എൻട്രൻസ്, അതായത് എഞ്ചിനീയറിംഗുകാർക്കാണെങ്കിൽ, ആർട്സ് ആണെങ്കിൽ അവർക്ക് അതും ഇല്ല. എഞ്ചിനീയറിംഗുകാർക്കാണെങ്കിൽ അവർക്ക് ഒരു ഇംഗ്ലീഷിന്റെ ഒരു ടെസ്റ്റും കൂടെ ഒഴിവായി കിട്ടും. ഇതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിന്റെ ഫിനാൻസ് പാർട്ട് ഞാൻ പറഞ്ഞല്ലോ, 1 by 1 നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ കോമൺ ഫീസ് ഏകദേശം പറഞ്ഞു. ഏകദേശം 23,500 തൊട്ട് $24,000 ആണ് ഇയർലി ഫീസ് വിത്തൗട്ട് സ്കോളർഷിപ്പ് വരുന്നത് ഗവൺമെന്റ് കോളേജിൽ, വിത്തൗട്ട് സ്കോളർഷിപ്പ്. പക്ഷേ സ്കോളർഷിപ്പ് കിട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ പകുതി ഇവർക്ക് നേരെ സ്കോളർഷിപ്പ് കിട്ടുകയാണ്. ഇതാണ് ഇവരുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അത് സെമസ്റ്റർ വൈസ് വരുമ്പോൾ വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് ഉള്ളൂ. ആദ്യത്തെ ഒരു കയറി വരാൻ ഒരു UK കാനഡയിൽ പോകുന്ന അതേ എമൗണ്ട് തന്നെ, ഏകദേശം അത്രയും വേണ്ട, അതിലും കുറവ് എമൗണ്ട് മതി ഇവർക്ക് ഒരു ഇവിടെ കയറി വരാൻ വേണ്ടിയിട്ട്. ചോദിച്ചോളൂ, ക്ലിയർ അല്ലേ? സിംഗപ്പൂരിന്റെ PhD ചോദിച്ചിട്ടുണ്ട്. PhD വി ആർ നോട്ട് പ്രൊമോട്ടിങ്. കാരണം PhD ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈലി കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വി ആർ പ്രൊമോട്ടിങ്. ഞങ്ങൾ ബേസിക് തൊട്ട്, ഞാൻ അലൻബ്രോ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങളുടെ നാട്ടിലെ ഡിഗ്രിയോ PG ഒന്നും ഇവിടെ വിലയില്ല. അതെല്ലാം 0 ആയിട്ടാണ് നിങ്ങൾ അവർ നോക്കുന്നത്. ഇവിടുത്തെ SSLCയുടെ, നിങ്ങളുടെ നാട്ടിലെ SSLC അല്ലെ +2ന്റെ മാർക്ക് മാത്രം ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പും ബാക്കി കാര്യങ്ങളും നൽകുന്നത്. അതുകൊണ്ട് നാട്ടിലെ ഡിഗ്രിയോ PhDയോ അല്ല ഒന്നും ഈ ഒരു ഇതിനകത്ത് നമ്മൾ ഇന്ന് പറയുന്നതിനകത്തില്ല. പിന്നെ നേരിട്ട് PhD ഉണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അത് മാത്രമല്ല PhD പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് PR കിട്ടത്തുമില്ല.
ഇപ്പൊ പി ആറുടെ ആംഗിളിലും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ആംഗിളിലാണ് നമ്മൾ ഗവൺമെന്റ് കോളേജ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നവർക്ക് മാത്രമേ പി ആറിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് ഇതിനകത്തുള്ള ബേസിക് കോൺസെപ്റ്റ്. വേറെ എന്ത് ചെയ്താലും ഇവർക്ക് പി ആറിലേക്ക് പോകാൻ പറ്റില്ല. ഒരു PhD എടുത്തെന്ന് വിചാരിച്ച് ഇവർ പി ആർ കൊടുക്കില്ല. പക്ഷെ ആ സ്ഥാനത്ത് ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിച്ചതാണെങ്കിൽ വിത്ത് സ്റ്റൈഫൻഡ് അല്ലെങ്കിൽ വിത്ത് ഗ്രാൻഡ്, നിങ്ങൾക്ക് അറിയാലോ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ആണ്, ഗവൺമെന്റ് പേ ചെയ്യുകയാണ് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ആ ഗ്രാൻഡ് കിട്ടിയവർക്ക് മാത്രമേ പി ആറിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അർത്ഥം, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. വാട്ട് ഈസ് ദ മാക്സിമം ഏജ് ഫോർ ഡിപ്ലോമ കോഴ്സ് അലൗഡ്? 35 വയസ്സ് വരെ നമുക്ക് അപേക്ഷിച്ച് നോക്കാം, പ്രശ്നമൊന്നുമില്ല. അല്ലേ അലംബ്രോ? അതെ അതെ. അല്ല സാർ, ഇത് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ, കമ്പനിയുടെ സർവീസ് ചാർജ് എത്രയാണ്? അത് നിങ്ങൾ ഏതൊക്കെ സേവനങ്ങളാണ് നിങ്ങൾ നമ്മുടെ നിന്ന് ഓപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് സർവീസ് ചാർജ്. ഇപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ സ്കോളർഷിപ്പ് എടുത്തു തരണമെങ്കിൽ അതിന് ഉള്ള സർവീസ് ചാർജ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ, അങ്ങനെ ഞങ്ങളൊരു ഫുൾ പാക്കാണ് തരുന്നത്. അവിടുന്ന് വരുമ്പോൾ തന്നെ ഞങ്ങൾ ഫുള്ള് ഒരു ബാച്ച് ഓഫ് കുട്ടികളെ ഒന്നിച്ച് നമ്മൾ കൊണ്ടുവരുന്നു. അവർക്ക് എല്ലാവർക്കും സ്കോളർഷിപ്പ് എടുത്തു കൊടുക്കുന്നു. അവർക്ക് എല്ലാവർക്കും നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്ത് കൊടുക്കുന്നു, എയർപോർട്ട് പിക്കപ്പ് ചെയ്യുന്നു, അവർക്കുള്ള സിം കൊടുക്കുന്നു, അവരുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നു. ഇവർക്ക് അവിടുന്ന് വരുമ്പോൾ തന്നെ പാർട്ട് ടൈം, ഇപ്പൊ എന്റെ കുട്ടികൾക്ക് അവിടുന്ന് വരുമ്പോൾ തന്നെ അവരെ ഇവിടെ പാർട്ട് ടൈം ചെയ്യാനുള്ള ഡ്രസ്സ് പോലും തയ്പ്പിച്ചിട്ടാണ് വന്നത്. എന്ന് പറഞ്ഞാൽ അവിടുന്ന് തന്നെ പാർട്ട് ടൈം റെഡി ആക്കിയിട്ടാണ് വന്നത്. അപ്പം അതുപോലെ 100% പാർട്ട് ടൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ആ ഒരു ഇപ്പം കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്, അവർക്ക് യാതൊരു ടെൻഷനും ഇല്ല, അവർ ഒന്നിനും അലയേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തിനും എല്ലാ കാര്യങ്ങളും നമ്മുടെ സിംഗപ്പൂർ കമ്പനി തന്നെ നമുക്കിവിടെ സിംഗപ്പൂർ ഇവിടുത്തെ കമ്പനി തന്നെയാണ് നമുക്ക് എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്തു തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഇവർ പഠിച്ചിറങ്ങുന്ന എല്ലാ സപ്പോർട്ടിനും ഒരു ലോക്കൽ ഗാർഡിയൻ പോലെ നിങ്ങൾ പേരൻസ് ആ ഒരു സപ്പോർട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു ഗ്യാരണ്ടി നമ്മൾ ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഇപ്പം ഇതിനകത്ത് തന്നെ നമ്മുടെ പാർട്ണർ ബ്രാഞ്ചുകൾ ഒത്തിരി ഉണ്ട്, 190-ലധികം പാർട്ണർ ബ്രാഞ്ചുകളുണ്ട് നമുക്ക് കേരളത്തില്. അപ്പൊ ഈ പാർട്ണർ ബ്രാഞ്ച് ത്രൂ നിങ്ങൾ അപേക്ഷിക്കുക, അവരെല്ലാ കാര്യങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ആരാണോ ക്ഷണിച്ചിട്ടുള്ളത് അവരുടെ അടുത്ത് നിങ്ങൾ പോവുക, എല്ലാ ഡീറ്റെയിൽസും അവിടെ വരും. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ 100% ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാരണ്ടി തരുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യാതെ അറ്റൻഡൻസ് ഇല്ലാതെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു കമന്റ് ഇട്ടു, ഞാൻ 5 വർഷം ഇവിടെ വന്നിട്ട് എനിക്ക് ഇതുവരെ ആയിട്ടില്ല. ലാസ്റ്റ് അറിഞ്ഞപ്പോഴാണ് അറിഞ്ഞ കുട്ടിയുടെ പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നോക്കുന്ന മെയിൻ ആയിട്ട് അറ്റൻഡൻസ് ആണ്. അറ്റൻഡൻസ് മസ്റ്റ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അറ്റൻഡൻസ് മസ്റ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പഠനം അങ്ങ് സിമ്പിൾ ആയിട്ട് പൊക്കോളും. അറ്റൻഡൻസ് പക്കായിട്ടും, പിന്നെ ചിലർ ഇവിടെ വരുന്നുണ്ട് പഠിക്കത്തില്ല, അതിന് പകരം പാർട്ട് ടൈം മാത്രം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പം അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഇതൊഴിച്ച് വളരെ വ്യക്തമായിട്ട്, വളരെ സത്യസന്ധമായിട്ട്, വളരെ ഒരു ഭയഭക്തിയോടുകൂടി അല്ലെങ്കിൽ ഒരു ദൈവഭക്തിയോടുകൂടി പോകുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ് സിംഗപ്പൂരിന് ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നു. 50% മാർക്കേ ഉള്ളൂ ആർട്സ് കോളേജ് അഡ്മിഷൻ. SLCക്ക് +2നും അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ സിക്ക് കുറവുള്ള ഉണ്ടാവണം ആർട്സ് കിട്ടണമെങ്കിൽ, അല്ലേ അലൻ ബ്രോ? അതെ അതെ. പക്ഷെ അല്ല, നമുക്ക് 50% നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു ഗവൺമെന്റ് കോളേജിൽ അപേക്ഷ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് സ്കോളർഷിപ്പ് കിട്ടിയാൽ ഓക്കെയാണ്. കാരണം ഇവിടെ ഒത്തിരി കുട്ടികൾ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്തല്ലേ അവരുടെ മാർക്ക് കുറവായിരുന്നു, പക്ഷെ ഇവിടെ വന്ന് അവർ ഭയങ്കരമായിട്ട് പിക്കപ്പായി, അവരുടെ ജീവിതം തന്നെ മാറിയിട്ടുണ്ട്. അതെ, SLCക്കും +2നും വളരെ കുറഞ്ഞ അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അവർക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവാം പല സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 10 സബ്ജക്റ്റും 12 സബ്ജക്റ്റ് പഠിപ്പിക്കുക. അപ്പൊ അവർക്ക് ചിലപ്പോൾ അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സ് ആയിരിക്കില്ല, അതിനൊക്കെ കൂടുതൽ പഠിക്കണം. പക്ഷെ ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് സാധനം പഠിക്കണം അത് മാത്രമേ പഠിപ്പിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ജയിക്കാനും നമുക്ക് സ്കിൽസ് അച്ചീവ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. അതെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ചിലർ പറയും ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തല്ലോ, ഞാൻ എന്ത് ചെയ്യും, ഇനി എന്റെ മോൻ ഇനി പഠനം കഴിയട്ടെ. നിങ്ങളോട് ഞാൻ പറയുന്നു, അത് നോക്കിയിരിക്കരുത് ദയവ് ചെയ്ത്. നിങ്ങൾ സ്കോളർഷിപ്പ് അപേക്ഷിക്കുക, സ്കോളർഷിപ്പ് കിട്ടിയാൽ കയറി പോവുക. നിങ്ങളുടെ ഇപ്പൊ 6 മാസം പോയി, 1 വർഷം പോയി, ഒരു പ്രശ്നമില്ല. പിന്നെ +2 കഴിഞ്ഞ് വന്നിട്ടുള്ള ഇപ്പൊ +2 ഇപ്പൊ എന്റെ സൺഡേ ഞാൻ പറയുകയാണ്, അവന് +1 സമയത്ത് ഞാൻ അപേക്ഷിച്ചു. +2 കഴിഞ്ഞ ഉടനെ തന്നെ അവന്റെ +2 മാർക്ക്, അതായത് +2 പരീക്ഷ എഴുതുന്നതിന് മുമ്പേ അവന് എന്ത് കിട്ടി, അവന് സ്കോളർഷിപ്പ് കിട്ടി. അവന്റെ കുട്ടികളെല്ലാം +2ന്റെ മാർക്ക് നോക്കിയിരുന്നപ്പോ ഇവന് അഡ്മിഷനെ കിട്ടി. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കിത് ഇനിയിപ്പം അലൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ 2 പ്രാവശ്യമേ, ഇത് വളരെ കുറച്ച് ദിവസമേ, നമ്മുടെ നാട്ടിലെ പോലെ എഞ്ചിനീയറിംഗ് കോളേജ് കൊടുക്കുന്ന ഒരു ഏകജാലകമാണ് ഇത് ഓപ്പണിങ്. വളരെ കുറച്ച് ദിവസമേ ഈ ഓപ്പണിംഗ് ഉള്ളൂ. അപ്പൊ അതിന്റെ മുമ്പേ നമുക്കിപ്പം അലൻപുര ആഗസ്റ്റ് എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ അതിന്റെ മുമ്പേ ഈ സ്കോളർഷിപ്പിനുള്ള ഡോക്യുമെന്റേഷൻ ഒക്ടോബർ അത് തന്നെ ഒക്ടോബർ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അതിന്റെ മുമ്പേ നമുക്ക് ഈ ആപ്ലിക്കേഷൻസ്, അതുകൊണ്ട് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡോക്യുമെന്റ് നമ്മളുടെ പാർട്ണർ ബ്രാഞ്ചുകളെ ഏൽപ്പിക്കുക. അവര് ആ പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് എലിജിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. എലിജിബിൾ ആക്കണം.
അപ്പൊ എലിജിബിൾ ആക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ഡോക്യുമെന്റേഷൻ വർക്ക് ഉണ്ട്. നേരെ പോയി ഒരു കുട്ടി ഒരു ചെയ്ത് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടത്തില്ല. അത് അത് ഇഷ്ടംപോലെ ചരിത്രമുണ്ട്. അത് അതിന്റെ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ അഡ്മിഷൻ നിങ്ങളുടെ ഞങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ പൈസ കൊടുത്ത് അടച്ചു വരാൻ, അല്ലെങ്കിൽ ഫുൾ പൈസ അടച്ച് ഇവിടെ പഠിക്കാൻ ഞങ്ങൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നമ്മൾ എടുത്തു തന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ഗ്യാരണ്ടി ഇതാണ്, നിങ്ങൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് എടുത്തു തരും. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളത് മുമ്പോട്ട് പോകണ്ട. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു തരാം. സ്കോളർഷിപ്പ് കിട്ടിയില്ല, പിന്നെ അലംബ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, ആർട്സിന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എടുത്തു തരും, സ്കോളർഷിപ്പ് എടുത്തു തരും. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇപ്പൊ എഞ്ചിനീയറിംഗ് സബ്ജക്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ അവിടെ എൻട്രൻസിന് നിങ്ങൾക്ക് മെച്ചമായില്ല, പക്ഷെ ആർട്സിന് നമുക്ക് സെയിം ഇൻടേക്കിൽ തന്നെ ഉറപ്പായിട്ടും നമുക്ക് ആർട്സിൽ എടുക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഇൻടേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ക്ലാസ് ഇനി അടുത്ത ക്ലാസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർച്ചിലല്ലേ അലൻ? നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മാർച്ചിൽ ക്ലാസ് തുടങ്ങും. ടെസ്റ്റ് അതിന്റെ എൻട്രൻസ് ടെസ്റ്റ് വരുന്നത് ഡിസംബർ ടു ഫെബ്രുവരിയുടെ ഉള്ളിലായിരിക്കും. എൻട്രൻസ് വരുന്നത്. പക്ഷെ നമുക്ക് ആപ്ലിക്കേഷൻ ഈ മാസം അടുത്ത മാസം തൊട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു. നമ്മൾ ആപ്ലിക്കേഷൻ ഇപ്പൊ തന്നെ നമുക്ക് വാങ്ങിച്ചു തുടങ്ങാം. നമുക്ക് ഒക്ടോബർ വരെ സമയമുള്ളൂ എന്ന് മാത്രം. ഒക്ടോബറിന്റെ ഉള്ളിൽ നമ്മൾ ആപ്ലിക്കേഷൻ വാങ്ങിച്ച് കംപ്ലീറ്റ് ചെയ്യണം. കാരണം നമുക്കിപ്പോ ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മളെ ആൾക്കാർ തന്നെ ആദ്യം ആപ്ലിക്കേഷൻ കയറണം. ഇതിനകത്ത് ഇവര് കണ്ട ഒരു കാര്യം, നമ്മുടെ ലക്ഷ്യം, അതെ, ഞാൻ കണ്ട ഒരു കാര്യം, ആദ്യം ആപ്ലിക്കേഷൻ ചെയ്യുന്നവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. ഇച്ചിരി മാർക്ക് കുറവാണ്, എളുപ്പത്തിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. ഇച്ചിരി മാർക്ക് കുറവാണെങ്കിലും അതെ. ഹലോ, എക്സ്ക്യൂസ് മീ സർ. ചോദിച്ചോളൂ. അതായത് ഈ സ്കോളർഷിപ്പ് ഒക്കെ നമുക്ക് കിട്ടും പറഞ്ഞില്ലേ, നിങ്ങൾ ശരിയാക്കി തരുമെന്ന് പറഞ്ഞില്ലേ, ബട്ട് എൻട്രൻസ് പാസ്സായാലല്ലേ നമുക്കത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എൻട്രൻസ് പാസ് ആവണം. ആദ്യം നമുക്ക് ഓഫർ കിട്ടും. ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എൻട്രൻസ് പാസ് ആവണം. എൻട്രൻസ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ, എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ. ആർട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ. അതായത് മോൻ 2 വട്ടം എൻട്രൻസ് എഴുതിയതാണ്, സിംഗപ്പൂർ എൻട്രൻസ്. അതെ, ഇപ്പൊ 2 വർഷമായിട്ട് എൻട്രൻസ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് തുടങ്ങിയ ആദ്യത്തെ വർഷം തൊട്ടിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മോൻ. ഈ പ്രാവശ്യം നമ്മുടെ കൂടെ ചെയ്യൂ, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും മോന്. അല്ല, എൻട്രൻസ് ചെയ്യേണ്ടത് അവിടെ നിന്നാണല്ലോ, എക്സാം നടത്തുന്നത് അവിടെയാണല്ലോ. അല്ല, ഓൺലൈനാണ്. നമുക്കെന്ന് പറഞ്ഞാൽ അത് അതെ, എങ്ങനെയാണ് അത് ചെയ്യേണ്ട രീതികളുണ്ട്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, ജയിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു തരാം. എൻട്രൻസ് ഈ വർഷം കിട്ടിയാ പോരെ? അതെ, പാസ്സായി. സെപ്റ്റംബറിൽ അവന്റെ ഡേറ്റ് കഴിയും. നമുക്ക് IELTSന്റെ സാധനം വരുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, IELTS അപ്ലൈ, അതായത് ഇപ്പൊ സെപ്റ്റംബറിൽ തീർന്നാലും കുഴപ്പമില്ല. കാരണം നമുക്കിപ്പോ ഓഗസ്റ്റിലാണ് സെപ്റ്റംബറിൽ തീരില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ IELTS ഇല്ലെങ്കിൽ നമുക്ക് ഈ എൻട്രൻസിന് ഇംഗ്ലീഷും കൂടി എഴുതണം എന്നുള്ളൂ. IELTS ഇല്ലെങ്കിൽ ഇംഗ്ലീഷും കൂടി എഴുതണം. IELTS ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് വേണ്ട. ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. ഞങ്ങൾ ഇപ്പൊ ജസ്റ്റ് കേറിയുള്ളൂ ലിങ്കില്, ഞങ്ങളിപ്പോ കണ്ടിട്ട് ഇപ്പൊ ജസ്റ്റ് കേറിയുള്ളൂ. ഇതിൽ മുഴുവൻ റെക്കോർഡ് ലിങ്ക് തുടക്കം തൊട്ടുള്ള അയച്ചു തരാം കേട്ടോ, ഉറപ്പായിട്ടും റെക്കോർഡ് ലിങ്ക് അയച്ചു തരാം. അപ്പൊ ഇപ്രാവശ്യത്തെ എൻട്രൻസിന്റെ കാര്യം ആലോചിച്ച് പേടിക്കേണ്ട. എൻട്രൻസ് ജയിപ്പിക്കാൻ നമ്മൾ ചെയ്തുതരാം. എൻട്രൻസ് ജയിച്ച് സ്കോളർഷിപ്പ് കിട്ടിയാ പോരെ, അത് നമ്മൾ ചെയ്തുതരാം 100%. 2 പ്രാവശ്യം ട്രൈ ചെയ്തല്ല, അപ്പൊ ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ആയിരിക്കും. കാരണം 2 പ്രാവശ്യം ട്രൈ ചെയ്ത കുട്ടിക്ക് നമ്മൾ 3ാമത് എടുത്തു കൊടുക്കുന്നു 100%. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. എനി മോർ ഡൗട്ട്സ് ആരെങ്കിലും? ഇല്ല ബ്രോ, ആർട്സിന് IELTS വേണ്ട ബ്രോ. IELTS വേണ്ട. ആർട്സിന് IELTS വേണ്ട. നിങ്ങൾക്ക് മറ്റേ എൻട്രൻസ് എക്സാമും ഇല്ല. ആർട്സ് നിങ്ങൾ ആപ്ലിക്കേഷൻ വെച്ച ഉടനെ നിങ്ങൾക്ക് നേരെ സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ അവർക്ക് വേണ്ടത്, അവർക്ക് ഇമ്പോർട്ടന്റ് ഫാക്ടർ സ്കോളർഷിപ്പ് ആണെന്ന്, അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പോർട്ട്ഫോളിയോ സബ്മിറ്റ് ചെയ്യണ്ടേ. ആ പോർട്ട്ഫോളിയോ നമ്മൾ ചെയ്തു തരും. അപ്പൊ നിങ്ങൾ അതിനെ പറ്റി ഒന്നും ടെൻഷൻ അടിക്കണ്ട. ആർട്സിന്റെ കാര്യമാണെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ പാസ് ചെയ്താൽ മാത്രം മതി. ഹലോ, ചോദിച്ചോളൂ. ഓക്കെ. എന്റെ പേര് ശിവറാം, ഞാൻ ആർക്കിടെക്ട് ആണ്. ഞാൻ കുറച്ച് മെസ്സേജ് അയച്ചിരുന്നു, ഇടയ്ക്ക് ഞാനൊന്ന് കട്ടായി പോയി, അതുകൊണ്ടാണ് ജസ്റ്റ് ചോദിക്കുന്നത്. ഇതിപ്പോ ഓഗസ്റ്റ് ഇൻടേക്ക് ആണ് ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് കഴിഞ്ഞാൽ അടുത്തത് ഇൻടേക്ക് എപ്പോഴേക്കും? നെക്സ്റ്റ് ഓഗസ്റ്റ് ആണോ? അങ്ങനെയാണ്? നെക്സ്റ്റ് ഓഗസ്റ്റ് ആണ് ബ്രോ. ഒരു വർഷത്തില് ആർട്സിനാണെങ്കിൽ ഓഗസ്റ്റിലും എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മാർച്ചിലും മാത്രമേ, ഒരു വർഷം ഒരു ഇൻടേക്ക് ഉള്ളൂ. ഒരു വർഷം ഒരു ഇൻടേക്ക് ആണ്. അപ്പൊ ഞാൻ ഇപ്പൊ സാറിന്റെ മകന്റെ കാര്യം പറയണതിൽ ഏറ്റവും പ്രസക്തമായ പോയിന്റ് എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ ചില കുട്ടികൾ +2 കഴിയാൻ വേണ്ടി കാത്തിരിക്കും. അത് +2ന്റെ മാർക്ക് നോക്കിയിട്ട് നാട്ടിൽ അഡ്മിഷൻ കിട്ടാണ്ടിരിക്കുമ്പോൾ വേറെ വിദേശ രാജ്യത്ത് നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷം വേസ്റ്റ് ആവുകയാണ്.
ഇപ്പൊ എഞ്ചിനീയറിംഗ് നോക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ മാർച്ചിലാണ് ക്ലാസ് തുടങ്ങുക. അപ്പൊ ഇതിന്റെ റിസൾട്ട് ജൂൺ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പൊ അവർക്ക് ആ എഞ്ചിനീയറിംഗ് നോക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ 1 വർഷം വേസ്റ്റ് ആവും. അപ്പോ +1 പഠിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് +2 കഴിയുമ്പോൾ അപ്പൊ തന്നെ പരീക്ഷ എഴുതിയിട്ട് അപ്പൊ തന്നെ അവർക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പൊ അവർക്ക് അങ്ങനെ നാട്ടിൽ 1 വർഷം വേസ്റ്റ് ആയി പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. ഈ ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് അവിടെ? എന്തൊക്കെ സെയിം ആണ്. എഞ്ചിനീയറിംഗിനെ പോലെ തന്നെ തന്നെയാണ് ആർട്സിന്റെയും. അതും ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. 3 വർഷം സ്റ്റേ ബാക്കും ബാക്കി എല്ലാം സെയിം പ്രൊസീജിയേഴ്സ് ആണ്. PR-ഉം എല്ലാം സെയിം ആണ്. അപ്പൊ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെല്ലാം അല്ലെങ്കിൽ അവർ ഇന്റേൺഷിപ്പ് കമ്പനിയൊക്കെ ഈ ആർട്സ് റിലേറ്റഡ് ആണ്. അപ്പൊ അവർക്ക് ഭയങ്കര ഈസിയാണ് ജോലി കിട്ടാനായിട്ട്. അവരെ ഫെസിലിറ്റേറ്റർ അടക്കം അവർ പാർട്ട് ടൈം ആയിട്ട് പഠിപ്പിക്കുന്ന ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. അവർ സ്വന്തമായിട്ട് കമ്പനി റൺ ചെയ്യുന്നതാണ് അവരുടെ മെയിൻ ബിസിനസ്. അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യാനാണ് അവർ പാർട്ട് ടൈം ആയിട്ട് ഇവിടെ പഠിപ്പിക്കാൻ വരുന്നത്. ഓക്കെ. അപ്പൊ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരോട് ചോദിച്ചാൽ, ഗ്രീൻ വേൾഡിനോട് ചോദിച്ചാൽ കോഴ്സാണ് ചോദിച്ചാൽ നമ്പർ ഓഫ് കോഴ്സ് നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അത് ലിസ്റ്റ് ഗ്രീൻ വേൾഡ് തരുന്നതായിരിക്കും. ഓക്കെ. ശരി ശരി. ഓക്കെ, താങ്ക് യു. ആർട്സ് കോളേജില് എന്താണ് സബ്ജക്ട് എന്നൊന്ന് പറഞ്ഞു തരുമായിരുന്നു? അതെ, സബ്ജക്ട് ലിസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഒരു സബ്ജക്ട്, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ അത് പഠിപ്പിക്കുന്ന കോഴ്സ്. അങ്ങനെ ആർട്സ് എന്ന് പറയുമ്പോൾ ഈ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ ഓക്കെ. ഞങ്ങള് എന്റെ മോഹൻ കയറി വന്നത് ഇന്റീരിയർ ഡിസൈൻ അല്ല, ഇന്റീരിയർ അല്ല, ആർക്കിടെക്ചർ അത് തന്നെ, ബിസിനസ് മാനേജ്മെന്റ്. ഫാഷൻ ബിസിനസ് മാനേജ്മെന്റ്. സോറി, ഞാൻ അവന് മറന്നുപോയി പെട്ടെന്ന്. ഫാഷൻ ബിസിനസ് മാനേജ്മെന്റ് ആണ് അവന് കിട്ടിയത്. അതുപോലെ നമുക്ക് പല ഇതുണ്ട്. കാരണം സിംഗപ്പൂരൊക്കെ അറിയാലോ, ഒരു ഫാഷൻ. ഇപ്പൊ ഞാൻ അവനെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫാഷൻ ബിസിനസിന്റെ ഒരു ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കുക. അതിന് 3 വർഷം കഴിഞ്ഞ് അവനെ ഡിഗ്രി എടുത്ത് MBA എടുത്തിട്ട് ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഞാനൊരു ബിസിനസ്മാൻ ആയതുകൊണ്ട് എന്റെ ആംഗിൾ ഇതാണ്, ജോലിയേക്കാളും കൂടുതൽ അവനെ ഒരു ബിസിനസ് ലെവലിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അറിയാലോ, ഇപ്പം മീഷോ അല്ലെങ്കിൽ ട്രെൻഡ്സ്, ഇതെല്ലാം ബിസിനസ് മാനേജ്മെന്റ് ആണ്. അപ്പൊ അതുപോലെ ഇഷ്ടം പോലെ ഇവിടെ ഞാൻ കണ്ടു കുറെ കുട്ടികൾ അവരുടെ ഓൺ കമ്പനി, ഇവിടെ PR കിട്ടിയിട്ട് അവരുടെ ഓൺ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുക. എന്നിട്ട് ഈ കോളേജിൽ തന്നെ അവിടെ പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് അവർ ഇന്റേൺഷിപ്പ് കൊടുക്കുക. ഇവർ പഠിച്ച ആളുകൾ ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുപോലെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതെല്ലാം പോസിറ്റീവ് സൈഡാണ്. നെഗറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉഴപ്പരുത് വന്നിട്ട് ഈ പാർട്ട് ടൈം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പരീക്ഷയുടെ ഒന്നും അറ്റൻഡൻസ് ഇല്ലാതെയും ഇതില്ലാതെയും പോകരുത്. നല്ല ലൈഫ് സ്റ്റൈലാണ്. വൈകിട്ട് ഇറങ്ങി കഴിഞ്ഞാല് ഞാൻ പറയുന്നു, ഇവിടുത്തെ ഈ ഫോട്ടോ ഇത് കണ്ടിട്ട് തന്നെ 5 സ്റ്റാർ, നമ്മുടെ നാട്ടില് ഇവിടുത്തെ കോളേജ് കണ്ടാൽ നമ്മുടെ ഒരു 5 സ്റ്റാറിന്റെ ലെവലിലുള്ള ഇതാണ്. ഇവരുടെ സ്വിമ്മിംഗ് പൂളുകൾ, ഇവരുടെ റെസ്റ്റോറന്റുകളുടെ, ഇവരുടെ ഫുഡ് എല്ലാം ഒരു വേറൊരു റേഞ്ചാണ്. നമ്മളിപ്പോ ഒരു ബാംഗ്ലൂരോ അല്ലെങ്കിൽ നാട്ടിലോ ഒക്കെ ലക്ഷങ്ങൾ കൊടുത്താൽ എൻട്രൻസ് കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലെങ്കിൽ JEE എഴുതി നീറ്റ് എഴുതി ഒക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു എൻട്രൻലി ഡിഫറെന്റ് ആണ്. ഇവരെ നമ്മൾ ജീവിതം പഠിപ്പിക്കുകയാണ്. ലോകത്തില് എന്തൊക്കെ എന്താ പറയാ, ജീവിതം ഫേസ് ചെയ്യാനുള്ള അതും കൂടെ ആണല്ലോ യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് ഞാൻ വിശ്വസിക്കുന്ന അതാണ്. എന്ത് അക്കാഡമിക് പഠിക്കുന്നേക്കാളും മെയിൻ ആയിട്ടുള്ള അവരുടെ ഒരു ജീവിതം പഠിപ്പിക്കുക, സിറ്റുവേഷൻസ് പഠിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള പല ഓപ്പർച്യൂണിറ്റീസ് ആണ്. എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് എനിക്ക് വളരെ നല്ലൊരു സേഫസ്റ്റ് കൺട്രി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ചോദിച്ചോളൂ. നമുക്ക് എന്തായാലും ഞങ്ങളിത് ദീർഘിപ്പിക്കുന്നേ, എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യാം, നിങ്ങൾക്ക് നേരിട്ട് ക്ലിയർ ചെയ്യാം. അതുകൊണ്ടാണ് ഞങ്ങൾ ലൈവായിട്ട് തന്നെ വന്ന് എന്ത് ഡൗട്ടും നിങ്ങൾ ചോദിച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാർട്ണർ ബ്രാഞ്ചുകളുമായിട്ട് ചോദിച്ച് 1 by 1 വേണം ഇരിക്കാം. ഇന്നിപ്പം പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഒരു ദിവസം അവസാനിക്കുന്നില്ല. ഞങ്ങൾ ഇനിയും പക്ഷെ ആപ്ലിക്കേഷൻ നിങ്ങൾ പെട്ടെന്ന് തരണം. നിങ്ങളുടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ പറഞ്ഞല്ലോ ഈ ഗവൺമെന്റ് ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്നവർക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അവസാനം നമ്മുടെ കഴിഞ്ഞ വർഷം 70 കുട്ടികൾക്ക് നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചു. പക്ഷെ അവസാനം തന്നവർക്കൊന്ന് മാർക്ക് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ആദ്യം മാർക്ക് കുറഞ്ഞവർക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ പറയുന്നുണ്ട് പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ഡോക്യുമെന്റ് തന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചോദിച്ചോളൂ പ്ലീസ്. കോഴ്സ് ഉണ്ടോ സാറേ? ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ഉണ്ടല്ലോ. ഹലോ സാർ. ഹലോ, ചോദിച്ചോളൂ. തൃശ്ശൂർ എവിടെ നിങ്ങളെ ഏജൻസി വരുന്നേ? തൃശ്ശൂരിൽ ഒത്തിരി ഏജൻസി ഉണ്ട്. ഞങ്ങള് എനിക്ക് തോന്നുന്നു മാഡം ഏത് ബ്രാഞ്ചിന്റെ കെയർ ഓഫിലാ വന്നത്? അന്ന് ജോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഞങ്ങൾ കസിൻ ആയിരുന്നു, ആളായിട്ടായിരുന്നു ഞങ്ങള് ജോസുമായിട്ട് തന്നെ ആപ്ലിക്കേഷൻ വെച്ചാൽ മതി. അതെ അല്ലേ? ഓക്കെ. സോറി, ജോസ് എന്ന് പറഞ്ഞത് മറ്റേ RP-യിലേക്ക് എൻട്രൻസ് എക്സാം തന്നെ ജോസ് റാഫേൽ എന്നാണ് പേര്. അതെ. അത് സെപ്പറേറ്റ് ആണോ? അത് സെപ്പറേറ്റ് ആണ്. അതെ അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ വഴി വന്നത്.
ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വേറെ ഇതായിരിക്കാം, പക്ഷെ നമ്മളിത് അത് വേറെയാണ് 9 കേട്ടോ. വർഷം. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അവർക്ക് ഒരു കുട്ടിക്ക് ഒരു അഡ്മിഷൻ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അഡ്മിഷൻ കിട്ടിയില്ല. അതാണ് ഞങ്ങൾക്ക് പെങ്ങളുടെ കിട്ടിയിട്ടില്ല. പെങ്ങളുടെ മോള് ഞങ്ങൾ അടുത്തുള്ള ഒരു ആള് കൂടിയാണ് കുറച്ച് വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ 2 വർഷം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളാണ് അവർക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ അതെയല്ല നിങ്ങളിപ്പോ അലൻ ബ്രോ തന്നെ തൃശ്ശൂർക്കാരനാണ്. നിങ്ങൾ അതെ, ഒന്നുകൂടി ഞാൻ തൃശ്ശൂരാണ്. എവിടെയാ വീട്? ഞാൻ കുന്നംകുളം. കുന്നംകുളത്ത് അല്ല, എന്റെ വീട് കുന്നംകുളം എവിടെയാ? എന്റെ വീട് അഞ്ഞൂരാ. ഞങ്ങള് തൃശ്ശൂരാണ്. എന്റെ വീടാണ് അഞ്ഞൂര്, കുന്നംകുളം അഞ്ഞൂര്. പക്ഷെ ഞാൻ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഒരു ഫയൽ ഉറപ്പായി അലൻ ബ്രോ. ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് ഞങ്ങൾക്ക് അയച്ചു തരുന്നു. അത് ഫോൺ നമ്പർ അയച്ചു. ഇപ്പം ഇതില് ഫോൺ നമ്പർ ഇടും, അതിലൊന്ന് അയച്ചു തന്നാ മതി. നമ്പറിൽ കൊടുത്താലും മതി. ഓക്കെ ശരി സർ. വിനോദ് സാർ, അപ്പൊ നിങ്ങളുടെ കമ്പനി ഗ്രീൻ വേൾഡിന്റെ ഒരു നമ്പർ ചാറ്റിൽ ഒന്ന് പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡൗട്ടുകളൊക്കെ നമ്പർ വഴി നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ. തീർച്ചയായിട്ടും. ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ചാറ്റ് വിത്ത് മീ. എക്സ്ക്യൂസ് മീ സാർ, നമ്മുടെ ആർട്ട് കാറ്റഗറി ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് ആർട്ടിന്റെ ഇതില്? അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരാം മാഡം. എനിക്ക് ഇപ്പൊ ഞാൻ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട്. അതിൽ എനിക്കൊരു ഹായ് തരുവാണെങ്കിൽ, സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ട് തരുവാണെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണ്, ഏതൊക്കെ കോളേജുകളാണ്, എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു തരാം. കാരണം ഒത്തിരി കോഴ്സുകൾ ഉണ്ടല്ലോ. അത് നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ കുട്ടിയുടെ പാഷൻ ചാറ്റിൽ നമ്പർ ഇട്ട് കൊടുക്കണോ? പക്ഷെ ചാറ്റിൽ കാണാനില്ല കേട്ടോ. ഇല്ലേ? വന്നില്ലേ? ചാറ്റിൽ വന്നിട്ടില്ല. ഓ സോറി. ഞാൻ ഇപ്പൊ ഇട്ട് തരാം. നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് 9947407002 ഡോക്ടർ വിനോദ് കുമാർ. പിന്നെ നിങ്ങൾ ഏത് ബ്രാഞ്ചിൽ ത്രൂ ആണ് വന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഏകദേശം 190-ലധികം പാർട്ണർ ബ്രാഞ്ചുകൾ ഇന്ന് കേരളത്തിലുണ്ട്. 1-2 അല്ല, കേരളത്തിൽ ഒത്തിരി ബ്രാഞ്ചുകൾ നമുക്കുണ്ട്. ഈ ബ്രാഞ്ചുകളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. എവിടെ ചെന്നാലും ഞങ്ങളുടെ ഈ ഫുൾ സർവീസുകൾ ലഭിക്കുന്നതാണ്. ഇപ്പൊ ഗ്രീൻ വേൾഡ് എന്നുള്ള പേരിലോ അല്ലെങ്കിൽ എഡ്യൂം യൂണിറ്റ്സിന്റെ പേരിലായിരിക്കില്ല, പല പേരുകളിലുണ്ട്. അവരുടെ എല്ലാം ബാക്ക് സപ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഇപ്പൊ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ണർ ബ്രാഞ്ച് ആയിരിക്കും. ആ ഒരു പാർട്ണർ ബ്രാഞ്ച് ത്രൂ ഞങ്ങൾ നേരിട്ട് ഒരിക്കലും കുട്ടികളെ എടുക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ണർ ത്രൂ മാത്രമാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പാർട്ണർ ബ്രാഞ്ചുകളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഡൗട്ട്സ് എന്തെങ്കിലും? നമ്പർ ഇപ്പം കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? നമ്പർ ചാറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. എന്നാലും ഒത്തിരി ലോങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കോളേജ് അവധിയാണ്. പിന്നെ അതുപോലെ പാർട്ട് ടൈം കുട്ടികളെല്ലാം പാർട്ട് ടൈം ആണ് ഇന്ന്. കാരണം ഒരു സൺഡേ ഒക്കെ ഹോളിഡേ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരാരും വെറുതെ ഇരിക്കില്ല, എല്ലാവരും പാർട്ട് ടൈമിലാണ്. അതിന് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ഇനി കുട്ടികളെയും കൂടെ നമുക്ക് പങ്കെടുപ്പിക്കാവുന്നുണ്ട്. ഇന്ന് കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പം ഈ വർഷത്തെ അഡ്മിഷൻ എടുത്ത കുറെ കുട്ടികൾ ഇപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഏകദേശം 18ഓളം കുട്ടികൾ നമ്മുടെ ഈ ബാച്ചിൽ തന്നെ നമ്മൾ കയറി വന്നിട്ടുണ്ട്. അവരുടെ ബാങ്ക് അക്കൗണ്ടിങ് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ കൂടെ നിന്ന് എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവർക്ക് ഒരു ഫീലിങ്സ് നമുക്ക് വരില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പേരൻസിന് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടു ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വിസയും കാര്യങ്ങളും ഞങ്ങൾ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് ഈ കോളേജുകളെല്ലാം വന്ന് നേരിട്ട് കണ്ട്, അല്ലെങ്കിൽ ഇവരുടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഒക്കെ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള സാധ്യത വേണമെങ്കിൽ നമ്മളത് ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് തന്നിട്ട് ഈ കോളേജുകളെല്ലാം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങളുടെ കുട്ടികൾ കിടക്കുന്നു ഒക്കെ കാണാനുള്ള അതിനുള്ള അവസരം തരുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിംഗപ്പൂർ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതിനുള്ള ഗൈഡ് ലൈൻസും ഞങ്ങളുടെ സിംഗപ്പൂർ കമ്പനി തരുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മളൊരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ് ചിന്തിക്കുന്നത്. ഒന്ന് പഠിക്കാന്ന് മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടുക, നമുക്കൊരു ആ ലെവലിലാണ് നമ്മളെല്ലാവരെയും ഫോക്കസ് ചെയ്യുന്നത്. ഇനി മോർ ഡൗട്ട്സ്? ആർക്കെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മളുടെ കൂടെ വന്നിരിക്കുന്ന കുറച്ച് കുട്ടികൾ ചെറിയൊരു ഹായ് തരാം. പേടിക്കണ്ട. ജസ്റ്റ് ഒരു ഹായ് ഒരു ഹായ് കൊടുക്കുക. ഇത് നമ്മുടെ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികളാണ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നതാണ്. ഇപ്പം നിങ്ങൾ അടുത്ത വർഷം വരുന്ന സമയത്ത് ഇവർ സീനിയർ ആയിരിക്കും ഇവിടെ ഉറപ്പായിട്ടും. ഇവരുടെ ഗൈഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ അവരും എല്ലാ കാര്യങ്ങളിലും ഇതെല്ലാം ഒരു ഹെൽപ്പിംഗ് ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ കാരണം ഒരാൾ അറിയുമ്പോഴാണ് വേറൊരാൾ അറിയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതാണ്. എനിമോർ?
ഡൗട്ട്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വി ക്യാൻ വൈൻഡ് അപ്പ്. എനി മോർ ക്വസ്റ്റ്യൻസ്? അശ്വതി, പ്ലീസ് വൈൻഡ് അപ്പ്. താങ്ക് യു ഗൈസ്. Ashwati, Delta, am I audible? Hi, sir. Thank you, Vinod sir and Alan sir, for the wonderful section. So, Singapore എന്നൊരു ഗവൺമെന്റ് കോളേജിന്റെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയെ പറ്റി നല്ല ഡീറ്റെയിൽ ഒരു സെക്ഷൻ ആണ് നമുക്കിപ്പം മീറ്റിങ്ങിലൂടെ കഴിഞ്ഞത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ GMU യൂണിവേഴ്സിറ്റിയുമായിട്ട് നിങ്ങളുടെ ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. So let's wind up the meeting. Thank you all for participating. Thank you, Alan sir and Dr. Vinod Kumar sir. So thank you all.